ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റ് ആണ്, അതായത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ ഇൻ പാർട്ണർഷിപ്പ് ഫേം. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ പറയുക, ഒരു ബിസിനസ്സിന് എന്താണ് കുറേ നാളത്തെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ കുറേ നാളത്തെ എന്താ പറയുക മാർക്കറ്റിലുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ കാരണം എന്താണ് അവർക്ക് എന്താണ് ഗ്രോ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ ഫ്യൂച്ചർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് എന്താണ് ഒരു ആക്യുറേറ്റ് അല്ലെങ്കിൽ ഏകദേശം ഒരു എന്താ പറയുക ഒരു ഊഹക്കണക്ക് വെച്ചിട്ട് നമുക്ക് ഏകദേശം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് അടുത്ത കൊല്ലമൊക്കെ ഏകദേശം എത്ര പ്രോഫിറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ബിസിനസിന്റെ ഗ്രോത്ത് എന്താണെന്നൊക്കെ നമുക്ക് ഏകദേശ രീതിയിൽ ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ആ ഒരു ബിസിനസ് ഒരു പാർട്ണർഷിപ്പ് ഫേമാണെന്ന് വിചാരിക്കാം. അങ്ങനത്തെ ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് എന്താ പറയുക ഒരു പുതിയ പാർട്ട്ണർ കടന്നു വരികയാണ്. അതായത് കുറേ നാളായിട്ട് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളവർ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ബിസിനസ്. ബൈ സം റീസൺ ചിലപ്പോൾ എന്താണ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ ഇവർക്ക് ഫണ്ട് ആവശ്യം വരായിരിക്കും. അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് എന്താണ് കുറച്ചും കൂടി എന്താ പറയുക അഡ്വാൻസ്ഡ് ടെക്നോളജി ആവശ്യമായതുകൊണ്ട് തന്നെ എന്താ പറയുക പുതിയ പാർട്ട്നേഴ്സ് പുതിയ പ്രൊഫഷണൽസിനൊക്കെ ചിലപ്പോൾ ചില പാർട്ണർഷിപ്പ് ഫേംസ് പാർട്ട്നേഴ്സ് ആയിട്ട് എടുക്കും. ഇങ്ങനത്തെ കേസുകളിലൊക്കെ എന്താണ് ഒരു പുതിയൊരു പാർട്ട്ണർ എന്താണ് ആ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഇത്രയും നാൾ എന്താ പറയുക അവർ ആ ഒരു പാർട്ട്ണർ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് കൊണ്ടുവന്ന എന്താ പറയുക അതായത് മീൻസ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് വളർത്തിക്കൊണ്ടുവന്ന ആ ഒരു ബിസിനസ്സിൻ്റെ വാല്യൂ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അവിടുത്തെ അസറ്റിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവിടുത്തെ ലയബിലിറ്റീസിൻ്റെ അതിൻ്റെ കണക്കൊന്നുമല്ല. എന്താ പറയുക ആ ഒരു മാർക്കറ്റിലുള്ള അവരുടെ ഇൻഫ്ലുവൻസ്, ആ ഒരു ബിസിനസ്സിൻ്റെ തന്നെ എന്താ പറയുക വളർച്ച, ആ ഒരു എന്താ പറയുക ഒരു എക്സ്ട്രാ ഓർഡിനറി അവരുടെ ഉള്ള വാല്യൂവിനേക്കാൾ അവരുടെ എക്സ്പീരിയൻസും ഇൻഫ്ലുവൻസും കൊണ്ട് വന്നേക്കുന്ന ബിസിനസ്സിലുള്ള ആ ഒരു ബിസിനസ്സിൻ്റെ തന്നെ ഒരു ഇൻക്രിമെൻറ്റ്, വാല്യൂവിൻ്റെ ഉള്ള ഇൻക്രിമെൻറ്റ്, ആ ഒരു ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക കാണാൻ പറ്റാത്ത അതായത് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ, ഒരു അസറ്റ്. ആ അസറ്റിൻ്റെ പേരാണ് എന്താ പറയുക ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഗുഡ് വിൽ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സൽപ്പേര് അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു എന്താ പറയുക ഇമേജ്, അങ്ങനത്തെ ഒരു ഇതാണ്. അതായത് ബിസിനസ്സിന് ഇപ്പോൾ ഉള്ള പാർട്ണർഷിപ്പ് ഫേമിലുള്ള എന്താ പറയുക ഒരു എക്സ്ട്രാ അതർ ദാൻ ദ ഫിസിക്കൽ അസറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്ട്രാ ഉള്ള ഒരു അസറ്റാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. അത് ബൈ എക്സ്പീരിയൻസ് ഒക്കെ അവർ അക്വയർ ചെയ്യുന്നതാണ്. ഇങ്ങനൊരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ ആ പുള്ളി എന്താണ് ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് എന്താണ് ജസ്റ്റ് പുള്ളിയുടെ ക്യാപിറ്റൽ മാത്രം പോരാ, അതായത് എന്താണ് അസറ്റിൻ്റെ ഒക്കെ ഒരു വാല്യൂ വെച്ചിട്ട് എന്താണ് നമ്മളുടെ എഗ്രിമെന്റ് ചെയ്തും, അതായത് പുള്ളി ഒരു പുതിയ പാർട്ണറാണ് അപ്പോൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഇത്ര ക്യാപിറ്റൽ കൊണ്ടുവരണം. അത് നോർമലി ഒരിക്കലും എന്താ പറയുക ബാക്കിയുള്ള പാർട്ട്നേഴ്സിന്റെ എന്താ പറയുക ആ ഒരു നോർമൽ എന്താ പറയുക ഒരു ക്യാപിറ്റൽ ഷെയർ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ആ പുള്ളി കൊണ്ടുവരുന്നതിന് ഒരു ഇത്തിരി കൂടി എക്സ്ട്രാ എമൗണ്ട് ഉണ്ടാവും. അതായത് പുള്ളി ആക്ച്വലി കൊടുക്കണ്ട, അതായത് ഇവരുടെ ഫിസിക്കൽ വാല്യൂ വെച്ച് നോക്കിയിട്ട് പുള്ളി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും പുള്ളി ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഡിമാൻഡ് ചെയ്യുക. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നെന്താണ്, അതായത് പുള്ളി ആ ഒരു ന്യൂ പാർട്ട്ണറിനെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കൂടുതലാണെങ്കിലും പുള്ളിക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു ബിസിനസ് പ്രോഫിറ്റ് ആണെന്ന് പുള്ളിക്ക് ഓൾറെഡി അറിയാം, അതിന് നല്ല ഗ്രോത്ത് ഉണ്ടെന്ന് അറിയാം, അത് കണ്ടിട്ടാണ് പുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പുള്ളിക്ക് എന്താണ് ഫ്യൂച്ചറിലേക്കുള്ളൊരു ഗ്രോത്ത്. അതുപോലെ തന്നെ എന്താണ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് എന്താണ് അവരുടെ ഇത്രയും നാൾ എന്താണ് കൂടുതൽ പ്രോഫിറ്റ് മീൻസ് കമ്പനിയിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് അത്രയും തന്നെ ഇവർ തമ്മിൽ ഉള്ള ഷെയറിംഗ് ആണ്. പക്ഷെ ഇപ്പൊ പുതിയൊരു പാർട്ണർ വന്നപ്പോൾ ഒരു പാർട്ട് ഓഫ് ദി പ്രോഫിറ്റ് എന്നാണ് ആ പാർട്ട്ണർക്കും കൊടുക്കേണ്ടതായിട്ട്. അപ്പോൾ അവരുടെ ആ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലുള്ള ഡൈല്യൂഷൻ, ഈ രണ്ട് കാര്യങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഫ്യൂച്ചറിലുള്ള പ്രോഫിറ്റിന്റെ എന്താ പറയുക ഒരു എമൗണ്ട് ഇവർക്ക് കൊടുക്കാനും പിന്നെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് ആ പ്രോഫിറ്റിൽ ഉണ്ടാവുന്ന എന്താ പറയുക ആ ഒരു ഡൈല്യൂഷൻ, അതെന്താണ് അത് ഇവർ സഫർ ചെയ്യുന്ന എമൗണ്ട് ഇവർക്ക് തന്നെ കിട്ടുന്നത്.
ഇതിനൊക്കെ വേണ്ടിയാണ് എന്ത് പറയുക ഒരു അഡീഷണൽ പുതിയൊരു പാർട്ണർ വരുമ്പോൾ ഗുഡ് വില്ലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് അഡ്മിഷൻ പാർട്ണർ അഡ്മിഷന് ഉള്ള സമയത്ത് മാത്രമല്ല ഡെത്തിന്റെ സമയത്തൊക്കെ നമ്മൾ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് വരുമ്പോഴും നമ്മൾ ഗുഡ് വില്ല് കമ്പ്യൂട്ട് ചെയ്യും. സോ അതെങ്ങനെയാണ് ഗുഡ് വില്ലിന്റെ കമ്പ്യൂട്ടേഷൻ, അതുപോലെ തന്നെ ഈ ഗുഡ് വിൽ എങ്ങനെയാണ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ 4 സിനാരിയോയിലാണ് മെയിൻലി നമ്മൾ എന്താ പറയുക ഗുഡ് വില്ലിന്റെ വാല്യുവേഷൻ നടത്തുന്നത്. ഒന്നെന്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലുള്ള ചേഞ്ച്, രണ്ടാമത്തത് അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ, മൂന്നാമത്തത് റിട്ടയർമെന്റ് ഓഫ് ഡെത്ത് ഓഫ് പാർട്ട്ണർ, ഓക്കെ, നാലാമത്തത് ഈ ബിസിനസ് ഡിസോൾവ് ആകുമ്പോൾ അല്ലെങ്കിൽ വേറൊരാൾക്ക് സെല്ല് ചെയ്യുമ്പോൾ. ഓക്കെ, ഈ കേസിലാണ് എന്ത് പറയുക ഗുഡ് വില്ലിന്റെ വാല്യുവേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗുഡ് വിൽ എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് വിൽ ഇസ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് എക്സ്പെക്റ്റഡ് ഇൻ ഫ്യൂച്ചർ ഓവർ ആൻഡ് അബോവ് ദ നോർമൽ റേറ്റ് ഓഫ് പ്രോഫിറ്റ്. അതായത് ഫ്യൂച്ചറിൽ എന്താ പറയുക ഈ കമ്പനി ഒരു ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന പ്രോഫിറ്റ് അതാണ് അതിനുള്ള എക്സസ് പ്രോഫിറ്റ്. അതായത് നോർമലി എന്താ പറയുക, നോർമലി ഇങ്ങനത്തെ ഉള്ള ബിസിനസ്സുകളൊക്കെ നടത്തുന്നത്, അതായത് ആ ഇൻഡസ്ട്രിയിലുള്ള ബാക്കി ബിസിനസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ സോപ്പ് കമ്പനികൾ എടുക്കാം. സന്തൂർ, റെക്സോണ, അങ്ങനത്തെ പല പല സോപ്പ് കമ്പനികളുണ്ട്. പക്ഷെ മെയിൻലി എന്താ പറയുക ഇവരുടെ എല്ലാം ബേസ് വരുന്ന 2 കമ്പനികളാണ്, ഒന്ന് ITC പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവേഴ്സ്. സോ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ITCയുടെ ഇപ്പോഴത്തെ എന്താ പറയുക മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ഗുഡ് വില്ല് കൂടുതലാണെന്ന് പറയുന്നു ആസ് കമ്പയർഡ് ടു ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ ഈ ITCയുടെ വാല്യൂ കൂടുതലാണ്. അതായത് ITC ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഫിറ്റ് ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അതുപോലത്തെ ബാക്കിയുള്ള ഫേംസ് നോർമലി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ എക്സസ് പ്രോഫിറ്റല്ലോ അതിനെയാണ് ഈ ഗുഡ് വിൽ എന്ന് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് നമുക്കറിയാവുന്ന പോലെ ഗുഡ് വിൽ എന്താണ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അതായത് എന്താണ് അങ്ങനെ ഒരു ഫിസിക്കലി ഒരു അസറ്റ് ഇല്ല, പക്ഷെ എന്താണ് അതൊരു എന്താ പറയുക ഇൻടാഞ്ചിബിൾ ആണ്. നമുക്ക് ബിസിനസ്സിൽ ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്താണ് നമുക്ക് തൊടാനോ അല്ലെങ്കിൽ എന്താ പറയുക അത് ട്രാൻസ്പോർട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഓക്കെ, പിന്നെ എന്താ പറയുക നമുക്കറിയാം ഞാൻ പറഞ്ഞാൽ 4 സിനാരിയോയിലാണ് എന്താ പറയുക ഗുഡ് വില്ലിന്റെ വാല്യുവേഷൻ വരുന്നത്. ഒന്നെന്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് വരുമ്പോൾ, ന്യൂ പാർട്ണറിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, പിന്നെ പാർട്ണർ മരിക്കുമ്പോൾ, പിന്നെ എന്താണ് ഈ ബിസിനസ് ഡിസോൾവ് ചെയ്യുകയും അല്ലെങ്കിൽ എന്താണ് വേറെ ആൾക്ക് സെയിൽ നടത്തുകയും ചെയ്യുമ്പോൾ. ഓക്കെ, ഈ ഒരു എന്താ പറയുക ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ് ഇതിൻ്റെ അഡീഷണൽ കാര്യങ്ങളൊക്കെ അടുത്ത യൂണിറ്റുകളിലും പിന്നെ അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റിനൊക്കെ വരുന്നതാണ്. ഓക്കെ, അതായത് ഈ കമ്പനി ഡിസോൾവ് ആവുന്ന സിനാരിയോയിലൊക്കെ ഈ ഗുഡ് വില്ലിന്റെ കമ്പ്യൂട്ടേഷനൊക്കെ വരുന്നതാണ്. സോ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇനി ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന മേജർ ഫാക്ടേഴ്സ് ഏതാണെന്ന് നോക്കാം. ഇതൊക്കെ എന്താണ് ചിലപ്പോൾ MCQ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള കേസസ് ഒക്കെയാണ്. അല്ലെങ്കിൽ എന്താണ് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് എന്താ പറയുക ഒരു 5 പോയിന്റ്സ് ഏതാന്നൊക്കെ തിയറി പാർട്ടായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. സോ ഈ താഴെ പറയുന്നത് ഒന്നെന്താണ് ഈ നമ്മൾ ബിസിനസ് വിൽക്കുന്ന ഗുഡ്സിന്റെ ക്വാളിറ്റി അതെന്താണ് ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യും. കാരണം എന്താണ് ഗുഡ്സിന്റെ ക്വാളിറ്റി മോശമായിക്കൊണ്ട് വരികയാണെങ്കിൽ എന്താണ് നോർമലി ആ ഗുഡ്സിന് ഡിമാൻഡ് ഇല്ലാതാവും. അപ്പം എന്താണ് പ്രോഫിറ്റ് താഴേക്ക് പോകും. ഓക്കെ, രണ്ടാമത്തെ എന്താണ് പേഴ്സണൽ റെപ്യൂട്ടേഷൻ ഓഫ് ദി ഓണറിന്റെ പേഴ്സണൽ റെപ്യൂട്ടേഷൻ. അതായത് എന്താണ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള പുള്ളിയുടെ കഴിവ്. ഇപ്പം ചില ഹോട്ടൽസിലൊക്കെ പോയാൽ മെയിൻലി ചില ഹോട്ടൽസിലൊക്കെ പോയാൽ എന്താണ് അവരുടെ പെരുമാറ്റം, അവിടുത്തെ ഓണേഴ്സിൻ്റെയും സപ്ലൈസിൻ്റെയും പെരുമാറ്റത്തിലുള്ള ഇതൊക്കെ നമ്മൾ എന്താണ് അട്രാക്ട് ചെയ്യാം. അവിടുത്തെ ഫുഡിന് എന്താണ് അത്ര വലിയ പ്രത്യേകത ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്താണ് നമ്മൾ റെഗുലർലി ഈ ഒരു ഈ ഒരു ഹോട്ടലിലേക്കൊക്കെ അട്രാക്റ്റ് ആവും. ഓക്കെ, മൂന്നാമത്തത് എന്താണ് ദ ലൊക്കേഷൻ ഓഫ് ബിസിനസ് പ്രെമിസസ്. എക്സാമ്പിള് അതായത് എന്താ പറയുക നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഏരിയയിലേക്കായിരിക്കും അല്ലെങ്കിൽ ബിസിനസ് മാർക്കറ്റിലേക്കായിരിക്കും നമ്മൾ എന്താ പറയുക ആദ്യം ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ അടുത്തുള്ള കടകളിലേക്കൊക്കെ എന്താ പറയുക അവരുടെയൊക്കെ എക്സിസ്റ്റൻസ്, അവരുടെ അവൈലബിലിറ്റി ആണ് എന്താ പറയുക നമ്മളെ പെട്ടെന്ന് എന്താ പറയുക നമ്മളെ അവിടെ എത്തിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് മൊണോപ്പൊളി റൈറ്റ് പൊസിഷൻ. അതായത് എന്താണ് ചില മാർക്കറ്റിലൊക്കെ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഓക്കെ, കാറിന്റെ കേസ് എടുക്കാം. ഇന്ത്യയിലെ വൺ ഓഫ് ദ മേജർ ലീഡിങ് ബ്രാൻഡ്സ് മാരുതി സുസുക്കി തന്നെയാണ്. സെക്കൻഡ് ഏകദേശം ഹ്യുണ്ടായി ആണ്. പക്ഷെ കമ്പയർ ടു ഹ്യുണ്ടായി, മാരുതിയുടെ കാറുകൾ എന്ന് പറയുന്നതിന് എന്താ പറയുക, ഒരു മൊണോപ്പൊളി ഉണ്ട്. അത് നിങ്ങൾക്ക് എന്താണ് കേരളത്തിൽ നിങ്ങൾക്ക് മെയിൻലി കാണാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് എന്താ പറയുക, ഒന്ന് പുറത്തേക്ക്, അതായത് ഔട്ട് ഓഫ് കേരള, ഒരു ആന്ധ്ര, തെലുങ്കാന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഓക്കെ, ഞാൻ അവിടെയാണ് മെയിൻലി കണ്ടേക്കുന്നത് എന്ന് പറഞ്ഞാണ്. അപ്പോൾ തെലുങ്കാനയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ആക്ച്വലി ഞാനൊരു ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന മാരുതി സുസുക്കിയുടെ ബ്രീസ എന്ന് പറയുന്ന വണ്ടിയിലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒരു പെട്രോൾ പമ്പിൽ എന്താ പറയുക, CNG ഉള്ള കാറായിരുന്നു. അപ്പോൾ ഞങ്ങൾ CNG ഉള്ളൊരു പെട്രോൾ പമ്പിൽ ഞങ്ങൾ ജസ്റ്റ് കയറിയപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണ്, എടാ നീ നോക്കിയേ ഇവിടെ മൊത്തം എന്താ പറയുക മാരുതി സുസുക്കിയുടെ. കാരണം അവിടെ എന്താ പറയുക ക്യൂയിൽ തന്നെ ഒരു 5-8 കാറുകളുണ്ട്, എല്ലാം മാരുതി സുസുക്കിയുടെ കാറുകൾ. അപ്പോൾ അവിടുത്തെ ഡ്രൈവർ, ഞങ്ങളെ കൊണ്ടുപോയ ഡ്രൈവറാണ് പറയുന്നത്, ഇവിടെ മെയിൻലി എന്താ പറയുക ഈസി ആക്സസ്, അതുപോലെ തന്നെ സർവീസ് സെൻറ്റേഴ്സിനും ഈസി ആക്സസ് ഉള്ളതൊക്കെ എന്താണ് മാരുതിയുടെ കാറുകൾക്കാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു മൊണോപ്പൊളി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള കേസസിൽ എന്താ പറയുക ഗുഡ് വില്, അങ്ങനത്തെ കമ്പനികളുടെ ഗുഡ് വില് വളരെ കൂടുതലായിരിക്കും. പിന്നെന്താണ് ട്രേഡ് മാർക്ക് പേറ്റൻസ്. ഓക്കെ, നമ്മളിപ്പോൾ ചില കമ്പനികൾക്ക് എന്താണ്, ഇപ്പം ആപ്പിൾ പോലുള്ള ഐഫോൺ പോലുള്ള ആപ്പിളിൻ്റെ കമ്പനീസ്, അവർക്ക് ട്രേഡ് മാർക്ക്, അവരുടെ ടെക്നോളജിക്ക് അവർക്ക് പേറ്റന്റ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് റിപ്ലിക്കേറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നോർമലി യൂഷ്വലി നമ്മൾ പറയാനുള്ള പോലെ ഐഫോൺ എടുത്തു കഴിഞ്ഞാൽ സാംസങ് അല്ലെങ്കിൽ റെഡ്മി അതുകൊണ്ടുപോയി എന്താ പറയുക അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. ബട്ട് അതിന് കുറച്ച് ടൈം എടുക്കും. പിന്നെ അതുപോലെ തന്നെ ഉള്ളത് കിട്ടണം എന്നുമില്ല. ഐഫോണിൻ്റെ ഫോൺസ് ഇപ്പോഴും എന്താ പറയുക എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ iOS, ആ ഒരു എന്താ പറയുക ബ്രാൻഡിനും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് കാരണമാണ്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഐഫോണിൻ്റെ ഒക്കെ എന്താ പറയുക അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒക്കെ ഫോണിൻ്റെ ഒക്കെ എന്താ പറയുക ഗുഡ് വിൽ എന്ന് പറയുന്നത് മെയിൻലി അവരുടെ പേറ്റന്റ് കാരണം തന്നെയാണ്. ഓക്കെ, ഇനി എന്താണ് ആറാമത്തെ നോക്കാം, മാനേജീരിയൽ സ്കിൽസ്. ഓക്കെ, അത് വേറൊന്നുമല്ല, നിങ്ങളിപ്പോൾ എന്താണ് പറയുക ചില ഓഫീസസ് ഒക്കെ എടുത്താൽ നമുക്ക് മനസ്സിലാവും, അതായത് ക്ലയൻസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അവർക്ക്. അപ്പോൾ എന്താണ് ആ ഒരു മാനേജർ സ്കിൽസ്, അതായത് എംപ്ലോയീസിനെയും അതുപോലെ തന്നെ എന്താ പറയുക ക്ലയൻസിനെ ഒരേ രീതിയിൽ എന്താ പറയുക ഹാപ്പി ആക്കി കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ എന്താണ് നോർമലി എംപ്ലോയീസ് കൂടുതൽ വർക്ക് ചെയ്യുകയും നല്ലൊരു എന്താ പറയുക പ്രോഫിറ്റ്, ആ ഒരു ബിസിനസ് തന്നെ നല്ലൊരു ടീമായിട്ട് ചെയ്യും. അത് പെട്ടെന്ന് അത് നന്നായിട്ട് അങ്ങനെ ഒരു ഇതുണ്ടെന്ന് അറിയാൻ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം നോക്കിയത്, ആ എംപ്ലോയീസിൻ്റെ ടേൺ ഓവർ റേഷ്യോ, അതായത് വന്നിട്ട് പോകുന്ന ആൾക്കാരുടെയൊക്കെ ടേൺ ഓവർ റേഷ്യോ നോക്കി നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഏഴാമത്തെ നോക്കാം, അതായത് റിസർച്ച്, കോസ്റ്റ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിച്ച് എനേബിൾ ദ പ്രൊഡക്ഷൻ ലോ കോസ്റ്റ്. ഓക്കെ, അതായത് എന്താണ് നമ്മുടെ റെഡ്മി തന്നെ നല്ലൊരു എക്സാമ്പിളാണ്. അതായത് എന്താണ് റിസർച്ചും ഡെവലപ്മെന്റും വെച്ച് ലോ കോസ്റ്റിൽ പ്രൊഡക്ഷൻ നടത്തുക. അതും ഗുഡ് വില്ലിന് നല്ലൊരു കാരണമാകുന്ന, നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാരണമാണ്. പിന്നെ എന്താണ് ചില സ്പെഷ്യൽ കോൺട്രാക്ട്സ്, അതായത് ചില മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനുള്ള സ്പെഷ്യൽ കോൺട്രാക്ട് പ്രൊസസ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ചില ഡയമണ്ട് മൈൻസ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ എന്താ പറയുക ചില സ്പെഷ്യൽ കോൺട്രാക്ട്സ് ഒക്കെ ഇന്ന പാർട്ടീസിനായിരിക്കും. അല്ലെങ്കിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അദാനി പോർട്സിൻ്റെ ഒക്കെയാണ്. അതായത് ഇന്ത്യയിലുള്ള ഏറ്റവും മിക്ക പോർട്സുകൾ ഇപ്പോൾ അദാനി ഗ്രൂപ്പ്സിൻ്റെയാണ്. അങ്ങനത്തെ അതൊരു ഗവൺമെൻറ് ആയിട്ടുള്ള കോൺട്രാക്ടിൻ്റെ ബേസിലാണ് അവരെടുക്കുന്നത്. സോ അങ്ങനത്തെ കേസസിൽ അങ്ങനത്തെ സ്പെഷ്യൽ കോൺട്രാക്ട്സ് ഉള്ളവർക്ക് അദാനി ഗ്രൂപ്പ്സിന് ഓഫ് കോഴ്സ് നല്ല ഗുഡ് വിൽ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ ഈ ഇങ്ങനത്തെ സ്പെഷ്യൽ കോൺട്രാക്റ്റ് ഒക്കെ വഴിയാണ് അങ്ങനെ ഗുഡ് വില്ല് ഗുഡ് വില്ല് കമ്പനിക്ക് വരുന്നത്. ഓക്കെ, ഇനി ഈ ഗുഡ് വില്ലിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഈ ഗുഡ് വില്ലിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്, അതായത് ഈ ഒരു എന്താ പറയുക നമ്മൾ പറഞ്ഞ ഗുഡ് വിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ നമ്മുടെ ഗുഡ് വില്ലിന് അസറ്റിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അതായത് അതിന് ഇത്തിരി സം വാല്യൂ, അതായത് നമുക്ക് ക്ലിയർലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന വാല്യൂ ഉണ്ടാവണം. അതുപോലെ നമുക്കത് എന്താ പറയുക സെയിൽ ചെയ്യുക, മറ്റു അസറ്റിനെ പോലെ സെയിൽ ചെയ്യുകയും അത് ഫ്യൂച്ചർ ബെനിഫിറ്റ് കമ്പനിക്ക് ഉണ്ടാവുകയും വേണം. ഓഫ് കോഴ്സ് ഗുഡ് വില്ലിന് ഇതുണ്ട്, കാരണം നമുക്ക് പല പല ടെക്നിക്സ് വെച്ചിട്ട് ഗുഡ് വില്ല് വാല്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഗുഡ് വിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്ലിയർലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെന്താണ്
നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ ഇപ്പം എന്താണ് നമുക്ക് ഗുഡ് വില്ല് വിൽക്കാനും എന്താ പറയുക അത് അതായത് ഇപ്പോൾ കമ്പനി വിൽക്കുന്ന പറയുന്നതാണ് ഗുഡ് വില്ലും അതിൻ്റെ ഒരു പാർട്ടാകുന്നുണ്ട്. സോ നമുക്ക് എന്താണ് യൂഷ്വലി അതിൽ നിന്നുള്ള ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഗുഡ് വില്ല് ഇൻക്രീസ് ആവുന്നതനുസരിച്ച് എന്താണ് കമ്പനിയുടെ ഗ്രോത്തിനെ നമുക്ക് അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് അത് നമ്മുടെ സെയിൽസിനെയൊക്കെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, എസ്പെഷ്യലി ഷെയർ മാർക്കറ്റിൽ. ഓക്കെ, ഇവിടെ പാർട്ണർഷിപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ഷെയർ മാർക്കറ്റ് കമ്പനിയുടെ കേസിലാണ് ഞാൻ പറഞ്ഞത്. ഷെയർ മാർക്കറ്റിലൊക്കെ എന്താ പറയുക നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. പിന്നെ എന്താണ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ് ഓൺലി ഫ്യൂച്ചർ പ്രോബിൾ എക്കണോമിക് ബെനിഫിറ്റ്. അതായത് ഇൻടാഞ്ചിബിൾ അസറ്റ് എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ ഒരു പ്രോബിൾ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള കേസിൽ. അതായത് നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ റവന്യൂ അല്ലെങ്കിൽ സെയിൽസ് നന്നായിട്ട് ഇൻക്രീസ് ആവും എന്നുള്ള ഉറപ്പിലാണ് എന്താ പറയുക ഇൻടാഞ്ചിബിൾ അസറ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത പറയുന്നത് എന്താണ് കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്താണ് റിലയബിളി മെഷർ ചെയ്യാൻ പറ്റണം. ഓഫ് കോഴ്സ് എന്താണ് നമുക്ക് എന്താ പറയുക നമ്മുടെ ഗുഡ് വില്ല് കറക്റ്റായിട്ട് നമുക്ക് എന്താണ് റിലയബിളി മെഷർ ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് താഴെ പറയുന്നത്. ഇനി എന്താണ് മെത്തേഡ്സ് ഫോർ ഗുഡ് വിൽ വാല്യുവേഷൻ. ഗുഡ് വിൽ വാല്യൂ ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ഇനി പറയുന്നത്. ആക്ച്വലി മൂന്ന് മെത്തേഡ്സ് അല്ല, ആക്ച്വലി എന്താണ് നമുക്ക് 1 2 3 4 5 6 ടോട്ടലി 6 മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ അതിനെ 3 ആയിട്ടാണ് മേജർലി ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ് ആവറേജ് ബേസിസ് മെത്തേഡ്, പിന്നെന്താണ് സൂപ്പർ പ്രോഫിറ്റ് ബേസിസ്, പിന്നെന്താണ് ക്യാപിറ്റലൈസേഷൻ ബേസിസ്. ആവറേജിൽ എന്താണ് നമ്മുടെ സിമ്പിൾ ആവറേജും വെയ്റ്റഡ് ആവറേജും വെച്ചിട്ട്, അതായത് പ്രോഫിറ്റിന്റെ സിമ്പിൾ ആവറേജും വെയ്റ്റഡ് ആവറേജും വെച്ചിട്ട് നമുക്ക് എന്താ പറയുക ഗുഡ് വിൽ കമ്പ്യൂട്ട് ചെയ്യുക. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ്, അതായത് വേറെ നല്ല എന്താ പറയുക നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റും നമുക്ക് എന്താണ് ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള നോർമൽ പ്രോഫിറ്റും ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ പ്രോഫിറ്റ് വെച്ചിട്ട് എങ്ങനെ, അതായത് നമ്മുടെ എന്താ പറയുക ഒരു എസ്റ്റിമേറ്റ് വെച്ചിട്ട് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്, അതുപോലെ തന്നെ കുറച്ച് എസ്റ്റിമേറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഗുഡ് വിൽ അറൈവ് ചെയ്യാൻ പറ്റും. പിന്നെ അതായത് ആവറേജ് പ്രോഫിറ്റിൻ്റെ തന്നെ ഒരു ഇതാണ് എന്താ പറയുക ക്യാപിറ്റലൈസേഷൻ ബേസിൽ നമ്മളെങ്ങനെ ഗുഡ് വില്ലിൻ്റെ വാല്യൂ അറൈവ് ചെയ്യാൻ പറ്റുമെന്ന്. സോ നമുക്ക് എന്താണ് ഫസ്റ്റ് മെത്തേഡ് നമുക്കൊന്ന് നോക്കാം. അതായത് ആവറേജ് പ്രോഫിറ്റ് ബേസിസ്. ഓക്കെ, ഫസ്റ്റ് അതിൽ ആക്ച്വലി 2 മെത്തേഡ് വരുന്നുണ്ട്, സിമ്പിൾ ആൻഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ഓക്കെ, സോ സിമ്പിൾ ആവറേജിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് എന്താണ് പ്രോഫിറ്റ് എത്രയാണോ അത് എന്താ പറയുക ഓക്കെ നമ്മുടെ എന്താ പറയുക പാസ്റ്റ് ഇയേഴ്സിൽ കുറച്ച് പ്രോഫിറ്റ്സ് ഉണ്ട്. അത് ഏകദേശം നമ്മുടെ എന്താ പറയുക ഒരു ഊഹം, അതായത് നമ്മുടെ ജഡ്ജ്മെന്റ് ആൻഡ് നെഗോഷിയേഷൻ, അതായത് നമ്മൾ എന്താ പറയുക അത് കമ്പ്യൂട്ട് ചെയ്യുന്ന ഓക്കെ ഒരു എന്താ പറയുക ഗുഡ് വിൽ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ പറയുക ഒരു എക്സ്പെക്റ്റഡ് എന്താ പറയുക കുറച്ച് കാലത്തെ പ്രോഫിറ്റ്, കുറച്ച് കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഇയേഴ്സിലെ പ്രോഫിറ്റ്. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക നമ്മൾ ഒരു അസംഷൻ എടുക്കുകയാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ബിസിനസിന്റെ ഒരു ആവറേജ് പ്രോഫിറ്റ് ഒക്കെ പറയുന്നത് ഇതാണെന്നുള്ളത്. ഓക്കെ, സോ ആ ഒരു ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള 2 മെത്തേഡാണല്ലോ മെയിൻലി വരുന്നത്. ഒന്ന് സിമ്പിൾ ആവറേജ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലങ്ങളിൽ നമ്മുടെ പ്രോഫിറ്റിന് അങ്ങനെ എന്താ പറയുക പ്രത്യേക ട്രെൻഡ് ഒന്നുമില്ല, കയറി ഇറങ്ങി നടക്കുകയാണ്. ഇപ്പൊ ഒരു കൊല്ലം 10,000 ആയിരിക്കും, അത് കഴിഞ്ഞിട്ടുള്ള കൊല്ലം 20,000, പിന്നെ 5,000 ആയി, പിന്നെ നമ്മുടെ എന്താ പറയുക 20,000 ആയി, പിന്നെയും 10,000ലേക്ക് വന്നു. അങ്ങനെ എന്താ പറയുക ഒരു മീൻസ് ഒരു എന്താ പറയുക ഒരു ഗ്രോത്തോ അല്ലെങ്കിൽ എന്താ പറയുക അല്ലെങ്കിൽ ഒരു ഡിക്ലൈനോ, ഇത് രണ്ടും ഇല്ലാത്തൊരവസ്ഥ. എന്താ പറയുക ഫ്രീക്വന്റ്ലി ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആണെന്ന് വെച്ചോ. അങ്ങനെയുള്ള കേസിൽ നമ്മൾ നോർമലി പ്രിഫർ ചെയ്യുന്നത് സിമ്പിൾ ആവറേജ് മെത്തേഡാണ്. അത് വേറെ നല്ല എന്താ പറയുക എത്ര കൊല്ലത്തെ പ്രോഫിറ്റ് ഉണ്ടോ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. 5 കൊല്ലത്തെ പ്രോഫിറ്റ് ആണെങ്കിൽ അതിന്റെ സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പൊ എന്താണ് നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇനി വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത് വേറൊന്നല്ല, എന്താ പറയാ അതായത് ഇൻക്രീസിങ് ആണെങ്കിൽ എന്താണ് ഓരോ വർഷത്തെ പ്രോഫിറ്റ് അതിന്റെ എന്താ പറയുക നമ്മൾ ആ ഒരു ഇയർ ഇൻറ്റു പ്രോഫിറ്റ്, അതായത് 1 ഇയർ ആണെങ്കിൽ 1 × 30 വെയിറ്റ് കൊടുക്കാൻ പോകുന്ന 1 ആയിരിക്കും. ഓക്കെ, സോ വെയ്റ്റഡ് പ്രോഫിറ്റ് എന്ന് 30,000 ഇവിടെയാണെങ്കിൽ രണ്ടാമത്തെ കൊല്ലം 40,000 ആണ്, അപ്പൊ എന്താണ് 80,000 വരും. ഓക്കെ, മൂന്നാമത്തെ കൊല്ലം ആണെങ്കിൽ 50,000 × 3 150. അങ്ങനെ ചെയ്തിട്ട് എന്താണ് നമുക്ക് ടോട്ടൽ എത്രയാ പറയാ വെയ്റ്റഡ് പ്രോഫിറ്റും അതുപോലെ തന്നെ വെയ്റ്റ്സും. ഇനി വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് ഊഹിക്കാൻ എന്താ പറയുക വെയ്റ്റഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സം ഓഫ് വെയ്റ്റ്സ്. ഓക്കെ, സോ ഇതായിരിക്കും എന്താ പറയുക ആ ഒരു കമ്പനിയുടെ വെയ്റ്റ്സ്. ഇതാണ് എന്താ പറയുക സിമ്പിൾ ആവറേജ് പ്രോഫിറ്റും വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റും. ഈ ആവറേജ് പ്രോഫിറ്റ് കിട്ടിയില്ല. ഇനി ഗുഡ് വിൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മൾ ഈ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റിന്റെ ആവറേജ്,
അതെന്താണ് നമ്മളൊന്ന് എക്സ്പെക്ട് ചെയ്യുകയാണ്. അതായത് ഒരു അടുത്ത 3 കൊല്ലം കൂടി ഈ ഏകദേശം ഒരു പ്രോഫിറ്റ് പോകും, അല്ലെങ്കിൽ അടുത്ത എന്താ പറയുക 5 കൊല്ലത്തേക്ക് എന്താണ് ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടാവും. സോ അതാണ് പറയുന്നത് 3 years പർച്ചേസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു പ്രോഫിറ്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇയേഴ്സ് ആയിരിക്കും ആ ഒരു എന്താ പറയുക ഇയേഴ്സ് ഓഫ് പർച്ചേസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഗുഡ് വിൽ കാണാൻ വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ എന്താ പറയുക നമ്മുടെ ഈ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു ഇയേഴ്സ് ഓഫ് പർച്ചേസ് ഓഫ് പ്രോഫിറ്റ്, എത്ര ഇയേഴ്സ് ആണോ അത് അത്ര ഇയേഴ്സ് വെച്ചിട്ട് ഈ ആവറേജ് പ്രോഫിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടുത്തെ കേസിൽ ഇവർ പറയുന്നത് 3 years ഓഫ് പർച്ചേസ് ഓഫ് പ്രോഫിറ്റ് ആണ്. സോ ആവറേജ് പ്രോഫിറ്റ് 56,667 ഉണ്ട് ഇൻറ്റു 3, അപ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ്ലി 1,70,000 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്താണ് ഇതൊരു എന്താ പറയുക സിമ്പിൾ ആവറേജ് മെത്തേഡിലായിരുന്നെങ്കിൽ ഇതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ് വരുന്നത്? 30,000 പ്ലസ് 40,000 പ്ലസ് 50,000 പ്ലസ് 60,000 പ്ലസ് 70,000, ഏകദേശം 2,50,000 ആണ് വരുന്നത്. 2,50,000 ഡിവൈഡ് ബൈ 5. ഓക്കെ, അപ്പോൾ ഏകദേശം 10,000 വെച്ചിട്ടായിരിക്കും. അല്ല, ഒരു മിനിറ്റ്, 2,50,000 ഡിവൈഡ് ബൈ 5, 50,000 ആണ് എന്ത് പറയുക ഇതിൻ്റെ ആവറേജ് പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ആവറേജ് പ്രോഫിറ്റ് വരുന്നത് 50,000 ആയിരിക്കും. ഓക്കെ, 50,000 ഇൻറ്റു 3. അപ്പോൾ സിമ്പിൾ ആവറേജ് മെത്തേഡിലാണെങ്കിൽ എന്താ പറയുക ഇതിൻ്റെ ഗുഡ് വിൽ എന്ന് പറയുന്നത് 50,000 ഇൻറ്റു 3 1,50,000 ആയിരിക്കും. പക്ഷേ ആ വെയിറ്റ് ആവറേജിൽ 1,70,000 ആയിരിക്കും. ഓക്കെ, ഇത് വെയിറ്റ് ആവറേജ് മീൻസ് ചൂസ് ചെയ്യാൻ കാരണം എന്താ പറയുക ഇവിടെ ഒരു ക്ലിയർ ട്രെൻഡ് ഉണ്ട്. അതായത് ഓരോ കൊല്ലം കഴിഞ്ഞ ഫസ്റ്റ് ഇയർ മുതൽ 5th ഇയർ മുതൽ 10,000 വെച്ച് ഗ്രോത്ത് ആണ് വരുന്നത്. ഓക്കെ, സോ ഇത് അത് റിലേറ്റഡ് ആയിട്ടൊരു എക്സാമ്പിൾ ആണ് കാൽക്കുലേറ്റ് ഗുഡ് വിൽ. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത മെത്തേഡ് പറയുന്നത് എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് ബേസിസിൽ. ഓക്കെ, സൂപ്പർ പ്രോഫിറ്റ് ബേസിസിൽ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? അതിലെന്താണ് നമ്മൾ ആദ്യം കാണുന്നതാണ് സൂപ്പർ പ്രോഫിറ്റ് ആണ്. ഇതിൽ ആക്ച്വലി 3 മെത്തേഡുകൾ വരുന്നുണ്ട്. എന്താണ്? ഒന്ന് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്, ആനുവിറ്റി ബേസിൽ, ക്യാപിറ്റലൈസേഷൻ, സൂപ്പർ പ്രോഫിറ്റ്. പക്ഷേ ഈ 3 കേസിലും കാണണമെങ്കിൽ എന്താണ് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തണം. സോ സൂപ്പർ പ്രോഫിറ്റിനുള്ള ഫോർമുലയാണ് ഇവിടെ തന്നേക്കുന്നത്. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മൾ നോർമലി എന്താ പറയുക ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോഫിറ്റ്. ഓക്കെ, സോ നോർമലി അത് തന്നിട്ടുണ്ടാവണം. പിന്നെ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് വേറെ ഒന്നല്ല, നമ്മുടെ ആ ഒരു ബിസിനസ് ഇരിക്കുന്ന ആ ഒരു ഇൻഡസ്ട്രി ഉണ്ടാവുമല്ലോ. ഇപ്പം എന്താണ് സ്റ്റീലിൻ്റെ ആണെങ്കിൽ ആ സ്റ്റീലിൻ്റെ ഒരു ഇൻഡസ്ട്രി. ഓക്കെ, ഇപ്പം ടാറ്റ സ്റ്റീൽ ആണെങ്കിൽ അതിൽ വേറെയും എന്താ പറയുക ആ സ്റ്റീലിൻ്റെ ആ ഒരു അസെബോൾ ആ ഒരു ഇന്ത്യയിൽ മൊത്തമുള്ള എല്ലാ സ്റ്റീൽ കമ്പനി. ഓക്കെ, അതാണ് എന്ത് പറയുക ടാറ്റ സ്റ്റീലിൻ്റെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള നോർമൽ പ്രോഫിറ്റ്. ടാറ്റ സ്റ്റീലിന് ചിലപ്പോൾ 10% എന്താ പറയുക പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷെ എന്താണ് ആ ഒരു ഇൻഡസ്ട്രി സ്റ്റീലിൻ്റെ ഇൻഡസ്ട്രിയിൽ നോർമലി 5% ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്സ്ട്രാ ടാറ്റ ഉണ്ടാക്കിയ 5%-നെയാണ് നമ്മൾ ഈ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു എന്താ പറയുക ആ ഒരു ഇൻഡസ്ട്രിയുടെ പ്രോഫിറ്റിനെയാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ബിസിനസ്സിൽ എന്താ പറയുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ, ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ആ ഒരു ഇൻഡസ്ട്രിയിൽ നോർമലി ഉള്ള എന്താ പറയുക ഇത്രയും എമൗണ്ട് ഇത്രയും ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇട്ടാൽ എന്തോരം റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുമെന്നുള്ളത്, അതാണ് നോർമൽ റേറ്റ്. സോ ആക്ച്വലി നമ്മുടെ ബിസിനസ് എന്തോരം പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നു അതിൽ നിന്ന് എന്താണ് ആ ഇൻഡസ്ട്രിയുടെ പ്രോഫിറ്റ്, ആ ഇൻഡസ്ട്രി ആസ് എ ഹോൾ അല്ലെങ്കിൽ എന്താണ് ആ ഒരു സ്റ്റീലിൻ്റെ ഫുൾ പ്രൊഡക്ഷൻ എന്താ പറയുക ഫുൾ മാനുഫാക്ചേഴ്സ് ആസ് എ ഹോൾ അതിൻ്റെ പ്രോഫിറ്റ്. ഓക്കെ, സോ അതിനെയാണ് എന്താ പറയുക സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്താൻ കുറച്ച് സ്റ്റെപ്പുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അതായത് ആദ്യം എന്താണ് നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കണം. രണ്ടാമത് എന്താണ് ആവറേജ് പ്രോഫിറ്റ് ഏൺ ചെയ്തേക്കുന്ന ആവറേജ് പ്രോഫിറ്റ് ഫേം എന്താ പറയുക ഓവർ ദ പാസ്റ്റ് ഇയേഴ്സ് ഏൺ ചെയ്തേക്കുന്ന ആവറേജ് പ്രോഫിറ്റ്. മിക്കവാറും സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് ആയാലും മതി. പിന്നെന്താണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ പ്രിവെയിലിംഗ് ഇൻ ദ ലൊക്കാലിറ്റി ഓഫ് സിമിലർ ഫേം. അതായത് അതുപോലത്തെ ഫേംസിൽ ബാക്കിയുള്ള ഫേംസിൻ്റെ ഒക്കെ എന്താ പറയുക റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വോൾ എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ എന്താണ് ഓരോ ലൊക്കേഷൻ അനുസരിച്ച് അതിൻ്റെ മാറാം. അപ്പോൾ അടുത്തുള്ള ലൊക്കേഷനുകൾ ഇപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ് ആണെങ്കിൽ അടുത്തുള്ള സിമിലർ ആയിട്ടുള്ള ബിസിനസ്സിന് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, അത് പിന്നെ പറയുന്നത് എന്താണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയിഡിലേക്ക് അപ്ലൈ ചെയ്യുക. അങ്ങനെ നമുക്ക് എന്താണ് നോർമൽ പ്രോഫിറ്റ് കിട്ടും.
ഈ നോർമൽ പ്രോഫിറ്റ് എന്താണ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദ ഫേമിൽ നിന്ന് ഡിഡക്ട് ചെയ്യുക. അപ്പൊ എന്താണ് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ഇപ്പൊ അത് ഉണ്ടാവണമെങ്കിൽ എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് എന്തായിരിക്കാം നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതലായിരിക്കും. എന്നാൽ മാത്രമേ സൂപ്പർ പ്രോഫിറ്റും അവിടെ ഒരു ഗുഡ് വില്ലും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ എന്താണ് ഇപ്പൊ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി അത് ഓരോ മെത്തേഡ് വെച്ച് എങ്ങനെ ഗുഡ് വില്ല് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. ആദ്യത്തെ എന്താണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് മെത്തേഡ്. അതായത് വേറെ നല്ല എന്താ പറയുക നമ്മളൊരു എസ്റ്റിമേറ്റ് ഉണ്ടാവും ഇത്ര നമ്പർ ഓഫ് ഇയേഴ്സ് എന്നുള്ളത്. അതെന്താണ് സൂപ്പർ പ്രോഫിറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അത് ഗുഡ് വിൽ ഇസ് ജനറലി വാല്യൂഡ് ബൈ മൾട്ടിപ്ലൈങ് ദ എമൗണ്ട് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ബൈ എ സർട്ടൻ നമ്പർ ഓഫ് ഇയേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ എക്സ്പെക്ടേഷൻ അബൌട്ട് ദ മെയിൻസ് ഓഫ് സച്ച് പ്രോഫിറ്റ് ഇൻ ഫ്യൂച്ചർ. അതായത് നമ്മളെന്താണ് നേരത്തെ നമ്മൾ എന്താ പറയുക വെയിറ്റ് ആവറേജ് കണ്ടില്ലേ, അതിലെന്താണ് നമ്മൾ വെയിറ്റ് ആവറേജ് കണ്ടു ഇൻറ്റു എന്താ പറയുക ഇയർ ഓഫ് പർച്ചേസ്, ഇത്ര ഇയേഴ്സ് ഓഫ് പർച്ചേസ് എക്സ്പെക്ടേഷനിൽ നമ്മൾ എന്താ പറയുക മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ അവിടെ ആവറേജ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് ആണെന്നുള്ള വ്യത്യാസം മാത്രം. സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു എന്താ പറയുക അത് മാനേജ് ചെയ്യാൻ പോകുന്ന എത്ര കൊല്ലമാണോ അത് വെച്ചിട്ട് ഇൻറ്റു ചെയ്ത ഗുഡ് വില്ല് കിട്ടി. വളരെ സിമ്പിളാണ്. ഇവിടെ എക്സാമ്പിൾ ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെന്താണ് ആനുവിറ്റി മെത്തേഡ് എന്ന് പറയും. ആനുവിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഇത്രയും നമ്മളെന്താ പറയുന്നത് ഈ ഗുഡ് വിൽ എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്കുള്ള എന്താ പറയുക പ്രോഫിറ്റിനെ എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഇന്ന് നമ്മൾ പറയുകയാണ് നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ് ത്രീ ഇപ്പൊ 1000 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഫ്യൂച്ചറിൽ എനിക്ക് കിട്ടാൻ പോകുന്നതാണ് ഈ 1000 റുപ്പീസ്. പക്ഷെ അതിന്റെ ഇന്നത്തെ വാല്യൂ ഫ്യൂച്ചറിൽ ഈ 1000 റുപ്പീസിന്റെ എന്താ പറയുക ഈ ഇന്നത്തെ വാല്യൂ ഇന്നുള്ള ഈ 1000 റുപ്പീസിന്റെ വാല്യൂ ആയിരിക്കില്ല ഈ 1000 റുപ്പീസ് എനിക്ക് ഫ്യൂച്ചറിൽ കിട്ടുമ്പോൾ. സോ എന്താണ് നമുക്ക് അതിനൊരു ഡിസ്കൗണ്ടിങ് കിട്ടണം. അതായത് ഫ്യൂച്ചറിൽ എനിക്ക് 1000 റുപ്പീസ് കിട്ടുകയാണെങ്കിൽ ഇന്ന് എത്രയാണ് അതിന്റെ വാല്യൂ എന്നുള്ളത് നമ്മൾ അറിയണം. അതിനു വേണ്ടിയാണ് എന്ത് പറയുക ഡിസ്കൗണ്ട് ചെയ്യുക. ആനുവിറ്റി മെത്തേഡ് മെയിൻലി ഉപയോഗിക്കുന്നത് ഡിസ്കൗണ്ടിങ് ഫാക്ടർ. അതായത് വേറൊന്നല്ല, ഇപ്പൊ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ് ഇവർ പറയുന്നത് 3000 വെച്ചിട്ട് 5 കൊല്ലത്തേക്ക് കിട്ടുമെന്നാണ്. പക്ഷെ എന്താണ് ഈ 5ാമത്തെ കൊല്ലത്തുള്ള എന്താ പറയുക 3000 വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ ഇന്ന് വെച്ച് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇന്ന് എനിക്ക് ഈ 3000 രൂപ കിട്ടുകയാണെങ്കിൽ എന്താണ് അത് എനിക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തത് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ ഫ്യൂച്ചറിലാണ് എനിക്ക് ഈ 3000 രൂപ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഇന്നത്തെ വാല്യൂ എത്രയാണെന്ന് നോക്കണം. സോ ചെയ്യാൻ എന്താണ് നമുക്ക് എന്താ പറയുക അതിനെന്താണ് ഒരു റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, അത് എന്താണ് നോർമലി നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള അല്ലെങ്കിൽ ഇത് ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും 3000 രൂപ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എത്ര റേറ്റ് കിട്ടും അതിനൊക്കെയാണ് എന്താ പറയുക അതാണ് നമ്മുടെ ഡിസ്കൗണ്ടിങ് ഫാക്ടറിന്റെ റേറ്റ് ആയിട്ട് കാണുന്നത്. സോ അത് വെച്ചിട്ട് എന്താണ് ആ റേറ്റ് വെച്ചിട്ടുള്ള ഡിസ്കൗണ്ടിങ് ഫാക്ടർ കണ്ടുപിടിക്കുക. ഇവിടെ 15% ആണ് പറയുന്നത്. സോ 15%ന്റെ എന്താ പറയുക ഡിസ്കൗണ്ടിങ് ഫാക്ടർ കണ്ടുപിടിക്കുക. ഡിസ്കൗണ്ടിങ് ഫാക്ടർ കണ്ടുപിടിക്കാൻ ആക്ച്വലി ഒരു ടേബിൾ ഉണ്ട്. അല്ലെങ്കിൽ എന്താണ് പറയുക വേറെ എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് എന്താ പറയുക 1/1 അതായത് 1/1 പ്ലസ് എന്താ പറയുക n അല്ല സോറി 1 പ്ലസ് r all raised to n എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് വേറൊന്നല്ല, അതായത് ഇവിടുത്തെ ഒരു കേസിൽ എന്താണ് 1/1 പ്ലസ് ഇവിടെ r എന്ന് പറയുന്നത് 15 ആയിരിക്കില്ല 1.5 15% ആണല്ലോ നമ്മൾ എന്താണ് 1.5 ഓക്കെ റേസ് ടു 1 അതെന്ന് പറയുന്നത് 0.8696 ആയിരിക്കും. നിങ്ങൾ കാൽക്കുലേറ്റർ നോക്കിയാൽ മനസ്സിലാവും. ഇനി എന്താണ് അടുത്ത കൊല്ലത്തേക്കാണെങ്കിൽ 1/1 പ്ലസ് 0.15 all raised to 2 ആണ്. ഓക്കെ, സോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 0.7561 ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ എളുപ്പമായിട്ട് കണ്ടുപിടിക്കാം. അതായത് വേറെ ഒന്നല്ല, നിങ്ങൾ എന്താണ് ഇത്ര ചെയ്താൽ മതി. നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക, ഇതിൽ എന്താണ് 1/1.15 ചെയ്യുക. ഓക്കെ, സോ എന്താണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടും 8696 ഒന്നും കൂടി ഈക്വൽ ടു അടിക്കുക. അപ്പോൾ എന്താണ് സെക്കൻഡ് ഇയറിൽ കിട്ടും 0.7561. നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്ററിലൊന്നും ചെയ്ത് വയ്ക്കുക. ഓക്കെ, വേറെ പിന്നീട് എന്താണ് പിന്നെ എന്താ പറയുക ഇത് എന്താ പറയുക ഒന്നും കൂടി ഈക്വൽ ടു അടിച്ചാൽ എന്താണ് അടുത്ത കൊല്ലത്ത് കിട്ടും. ഓക്കെ, അല്ലാതെ ഈ റേസ് ടു ഇട്ടിട്ട് എന്താണ് അങ്ങനെ നിങ്ങൾ എന്താ പറയുക കണക്ക് കൂട്ടൊന്നും വേണ്ട. ജസ്റ്റ് കാൽക്കുലേറ്ററിൽ സിമ്പിളായിട്ട് എന്താ പറയുക ഡിസ്കൗണ്ടിങ് ഫാക്ടർ കണ്ടുപിടിക്കാം. അതായത് ഇപ്പോൾ 15 ആണെങ്കിൽ ആദ്യത്തത് 1/, എന്താ പറയുക ഇവിടെ 1.15. ഓക്കെ, അതാണല്ലോ നമ്മളിവിടെ ആദ്യം ഡിവൈഡ് ചെയ്യേണ്ടത്. സോ അത് ഈക്വൽ ടു അടിക്കാം. അപ്പോൾ എന്താണ് 0.8696 കിട്ടും. ഒന്നും കൂടി ചുമ്മാ അങ്ങോട്ട് ഈക്വൽ ടു അടിച്ചാൽ മതി. അപ്പോൾ എന്താണ് നമുക്ക് ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഓരോ വർഷത്തെ. ഓക്കെ, സോ എന്താണ് ഇത് വെച്ചിട്ട് എന്താണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണ് നമുക്ക് എന്താ പറയുക ഡിസ്കൗണ്ടഡ് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അങ്ങനെ എന്താണ് നമുക്ക് ഡിസ്കൗണ്ടഡ് പ്രോഫിറ്റ് കിട്ടും.
സോ എന്നിട്ട് എന്താണ് അത് വെച്ചിട്ട് എന്താണ് നമ്മൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ അല്ല സോറി ഓക്കെ അങ്ങനെ നമുക്ക് എന്താ പറയുക ഇങ്ങനെ ഈ ഒരു എന്താ പറയുക ഡിസ്കൗണ്ടഡ് സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടല്ലോ അതാണ് എന്താ പറയുക ഈ ഒരു മെത്തേഡിൽ ഗുഡ് വില്ലായിട്ട് വരുന്നത്. ഓക്കെ സോ ഈ ഡിസ്കൗണ്ടഡ് പ്രോഫിറ്റ് ആണ് എന്താ പറയുക നമ്മുടെ ഗുഡ് വില്ലായിട്ട് വരുന്നത്. ഓക്കെ ഇവിടെ എന്താണ് നമ്മളിപ്പോൾ ഇൻ കേസ് എന്താണ് ഈ സൂപ്പർ പ്രോഫിറ്റ് എല്ലാ കൊല്ലവും ഈക്വലാണെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ഫുൾ ഇയറിലെ സൂപ്പർ പ്രോഫിറ്റ് എടുക്കുക, അതിൻ്റെ എന്താണ് ഡിസ്കൗണ്ടിങ് ഫാക്ടറിന്റെ ടോട്ടൽ. അപ്പോൾ എന്താണ് നമുക്ക് ഈ എമൗണ്ട് അതായത് ഈ ഒരു ഗുഡ് വില്ലിന്റെ സെയിം എമൗണ്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ കാരണം എല്ലാ കാലത്തെയും സൂപ്പർ പ്രോഫിറ്റ് ഈക്വലാണ്. ഇനി ഓരോ കൊല്ലം മാറുന്നുണ്ടെങ്കിൽ നമ്മളാണ് ഈ ടേബിൾ ഫോർമാറ്റിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ ഇവിടെ എന്താണ് നമ്മുടെ ഒരു നല്ലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി പറയുന്നതാണ് ക്യാപിറ്റലൈസേഷൻ ബേസ് ആണ്. ഓക്കെ ഇതെന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഇതിലെന്താണ് ദ വാല്യൂ ബിസിനസ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. നമുക്കറിയാം നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്താ പറയുക നമ്മുടെ ബിസിനസ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ ഇപ്പോൾ ഈ ഒരു വാല്യൂ എന്താണ് ഹയർ ദാൻ ക്യാപിറ്റൽ എംപ്ലോയിഡ്, നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് എന്താണ് നമ്മുടെ ഗുഡ് വില്ലാന്ന് പറയാം. ഓക്കെ അതായത് നമ്മുടെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ വെച്ച് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ബിസിനസിന്റെ വാല്യൂ എന്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ക്യാപിറ്റൽ എംപ്ലോയിഡിനേക്കാൾ കൂടുതലാണെങ്കിൽ ഓക്കെ നമുക്ക് എന്താ പറയുക നമ്മുടെ ഗുഡ് വില്ല് ആ ഒരു ഡിഫറൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതിന്റെ സ്റ്റെപ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് ക്ലിയർ ആവും. ആദ്യം നമ്മൾ എന്താണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മുടെ എന്താ പറയുക നോർമലി ഉള്ള റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ അതിൻ്റെ കൂടെ എന്താണ് ആവറേജ് പ്രോഫിറ്റ്, പാർട്ണർഷിപ്പ് ഫേമിന്റെ ആവറേജ് പ്രോഫിറ്റ് എന്താ പറയുക നമുക്ക് അറൈവ് ചെയ്യണം. എന്നിട്ട് എന്താണ് ഇത് വെച്ച് പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്, നമ്മുടെ ബിസിനസിന്റെ പാർട്ണർഷിപ്പ് ഫേമിന്റെ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഈ മൂന്നും കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താണ് നമ്മുടെ അടുത്ത് നോർമൽ വാല്യൂ ഓഫ് ബിസിനസ് അതായത് എന്താണ് ആവറേജ് പ്രോഫിറ്റ്, നമ്മളിവിടെ സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ട ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇതായിരിക്കും എന്ത് പറയുക നമ്മുടെ ബിസിനസിന്റെ നോർമൽ വാല്യൂ, നമ്മുടെ ബിസിനസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ പിന്നെന്താണ് ഇത് വെച്ചിട്ട് നോർമൽ വാല്യൂ എന്താണ് നമ്മുടെ ആവറേജ് ആവറേജ് ക്യാപിറ്റൽ അല്ല ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിട്ട് മൈനസ് ചെയ്യുക. അതായത് നമ്മൾ എന്താ പറയുക നമ്മുടെ പ്രോഫിറ്റിന്റെ ബേസിസിലുള്ള നമ്മുടെ ക്യാപിറ്റലിന്റെ വാല്യൂ അതിൽ നിന്ന് എന്താണ് നമ്മൾ ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ക്യാപിറ്റൽ അതായിരിക്കും ക്യാപിറ്റൽ എംപ്ലോയിഡ്, അത് മൈനസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഗുഡ് വില്ല് കിട്ടും. ഓക്കെ ഇതാണ് എന്ത് പറയുക നമ്മുടെ ക്യാപിറ്റലൈസേഷൻ ബേസിസിൽ നമ്മൾ ഗുഡ് വില്ല് കാണുന്നത്. ഓക്കെ സോ നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് നോക്കാം. അതായത് എന്താണ് ഒരു നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് ഫേമിന്റെ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് 4,10,000 ആണ് വന്നേക്കുന്നത്. നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ് ലാസ്റ്റ് ഇയേഴ്സിലെ ആവറേജ് പ്രോഫിറ്റ് 60,000 ആണ്. നമ്മുടെ അടുത്ത് ഗുഡ് വില്ലിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. നമ്മുടെ അടുത്ത് എന്താണ് റീസണബിൾ റേറ്റ് ഓഫ് റിട്ടേൺ അതായത് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ എത്രയാണ് 12% ആണ് പറയുന്നത്. സോ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് എന്താണ് 4,10,000 ആണ്, അതായത് നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ അസറ്റ് മൈനസ് എന്താണ് നമ്മുടെ ലൈബിലിറ്റീസ് കറന്റ് ലൈബിലിറ്റീസ് ഒക്കെയാണ് മൈനസ് ചെയ്യുമ്പോഴാണ് ഈ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് തന്നെ. അത് ഡിവൈഡ് ബൈ എന്താണ് നമ്മുടെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ അതാണ് എന്ത് പറയുക നമ്മുടെ വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് ഇതായിരിക്കും. അല്ല സോറി വാല്യൂ ഓഫ് ദ ഫേം അല്ല നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയി എന്ന് പറയുന്നത് 4,10,000 ആയിരിക്കും. പിന്നെ നമ്മുടെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 12% പിന്നെ എന്താണ് നമ്മുടെ ലാസ്റ്റ് എന്താ പറയുക ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60,000 ആണ്. ഓക്കെ അപ്പോൾ ഈ 60,000 ഡിവൈഡ് ബൈ 12% അതായിരിക്കും എന്ത് പറയുക നമ്മുടെ വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് ആ ഒരു എമൗണ്ട് ആയിരിക്കും. അത് എത്രയാണ് 5 lakh ആണ്. അപ്പോൾ 5 lakh നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് എത്രയാണ് 4,10,000 പക്ഷെ നമ്മുടെ ബിസിനസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 lakh ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മുടെ ഗുഡ് വിൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ നമുക്ക് എന്താണ് നമ്മുടെ ഇലസ്ട്രേഷൻ 1ലേക്ക് കിടക്കാം. അതായത് ലീ ആൻഡ് ലോൺസൺ എന്താ പറയുക ഒരു ഈക്വൽ പാർട്ണർഷിപ്പ് ഉള്ള ഒരു ഫേമിലെ പാർട്ട്നേഴ്സാണ്. അപ്പോൾ എന്താണ് അവർ അഗ്രി ചെയ്തത് എന്താ പറയുക ഹിക്സ് എന്ന് പറയുന്ന ഒരു നാലാമത്തെ ഒരാളെ ഒരു മൂന്നാമത്തെ ഒരാളെ 1/4 എന്ന് പറയുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ സോ ഇത് വെച്ചിട്ട് എന്താണ് നമ്മുടെ അടുത്ത് പറയുന്നത് കഴിഞ്ഞ എന്താ പറയുക 2019 മുതൽ 2022 വരെ 4 കൊല്ലത്തേക്ക് എന്താ പറയുക ഈ ലീ ആൻഡ് ലോൺസൺ അവരുടെ പാർട്ണർഷിപ്പ് ഫേമിൽ ഏൺ ചെയ്തേക്കുന്ന പ്രോഫിറ്റ് ആണ്. സോ എന്താണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം എന്താ പറയുക ഇൻക്രീസിങ് റേറ്റിലാണ് പ്രോഫിറ്റ് പോയേക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത് ഓൺ 31st December 2022 ക്യാപിറ്റൽ എംപ്ലോയിഡ് അതായത് മിസ് ആൻഡ് ലോൺസൺ എന്താ പറയുക അവരുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് 5 lakh ആണ് വന്നേക്കുന്നത്. പിന്നെ നോർമൽ പ്രോഫിറ്റ് റേറ്റ് 20% ആണ്. നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണ് ഗുഡ് വില്ല് വേരിയസ് മെത്തേഡ്സിൽ ഗുഡ് വില്ല് കാണാനാണ് പറയുന്നത്. ഓക്കെ സോ നമുക്ക് കണ്ടേക്കാം. സോ ആദ്യം എന്താണ് ആവറേജ് പ്രോഫിറ്റ്
ഓക്കെ, ആവറേജ് പ്രോഫിറ്റിൽ എന്താണ് നമുക്ക് വെയിറ്റഡ് ആവറേജും കാണും, നോർമൽ ആവറേജും കാണും. സോ അതിനുവേണ്ടി നമ്മൾ എന്താണ് ഇയർ, പ്രോഫിറ്റ്, വെയിറ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് നമ്മൾ എഴുതി വെയിറ്റ് 1 2 3 4 ഇയർ, ഒരു ഇയറിൻ്റെ അതിൽ 1 2 3 4 4 ഇയറാണ്, 4 ഇയർ. അപ്പോൾ വെയിറ്റഡ് പ്രോഫിറ്റ് ഏകദേശം ടോട്ടൽ വരുന്നത് 13,60,000. ഓക്കെ, വെയിറ്റ് വരുന്നത് 10 lakh. ഓക്കെ, എന്താണ് വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 13,60,000 ഡിവൈഡ് ബൈ 10, 1,36,000. ഓക്കെ, ഇനി ആവറേജ് പ്രോഫിറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിളാണ്. അതായത് എന്താണ് 3 ഇയേഴ്സിലെ പർച്ചേസ് ആണെന്നുള്ള അസംഷൻ എടുക്കുകയാണ്. ഓക്കെ, സോ നോർമലി എന്താ പറയുക, ഒന്നും തന്നിട്ടില്ലെങ്കിൽ എന്താണ് നമ്മുടെ അടുത്ത് വെയിറ്റഡ് ആവറേജ് മെത്തേഡാണ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ നോർമലി എടുക്കുന്നത് 3 ആണ്. അതൊരു സ്റ്റാൻഡേർഡ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, ഇവിടെ തന്നിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക 3 ഇയേഴ്സ് ഓഫ് പർച്ചേസ് പ്രോസസ്സിന് അസംഷൻ. പക്ഷെ എന്താണ് ഇങ്ങനെ എടുക്കുമ്പോൾ അസംഷൻ നമ്മൾ എന്താണ് നമ്മുടെ ആൻസറിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഓക്കെ, ഇത് വെച്ചിട്ട് എന്താണ് നമ്മുടെ വാല്യുവേഷൻ ഗുഡ്വിൽ എന്ന് പറയുന്നത് എന്താ പറയുക ആവറേജ് പ്രോഫിറ്റ് 1,36,000 into 3, 4,08,000 ആണ് ആവറേജ് പ്രോഫിറ്റ്. ഓക്കെ, അല്ല സോറി 4,08,000 ആണ് നമ്മുടെ ഗുഡ് വില്ലായിട്ട് വരുന്നത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ. രണ്ടാമത്തെ എന്താണ് സൂപ്പർ പ്രോഫിറ്റ് ബേസിൽ എന്താണ് നമ്മൾ ആദ്യം ആവറേജ് പ്രോഫിറ്റ് നമുക്കറിയാം 1,36,000 നമ്മൾ നേരത്തെ കണ്ടു വെയിറ്റ് ആവറേജ്. ഇനി നോർമൽ പ്രോഫിറ്റ് ആണ്. നോർമൽ പ്രോഫിറ്റ് ആണ് എങ്ങനെയാണ്, നമ്മുടെ അടുത്ത് ക്യാപിറ്റൽ എംപ്ലോയിഡ് 5 lakh ഉണ്ട്, നോർമൽ പ്രോഫിറ്റ് 20% അറിയാം. അപ്പോൾ 5 lakh into 20%, 1 lakh. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 36,000. ഇതാണ് എന്ത് പറയുന്നത് നമ്മുടെ എന്താ പറയുക സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 36,000 ആണ്. ഓക്കെ, ഗുഡ് വിൽ എത്രയാണ് 3 ഇയേഴ്സ് ഓഫ് പർച്ചേസിലാണ് കാണുന്നത്. അപ്പോൾ 36,000 into 3, 1,08,000 ആണ് എന്ന് പറയുക നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലുള്ള ഇവരുടെ ഗുഡ് വില്ല്. ഇനി എന്താണ് നമ്മുടെ ആനുവിറ്റി ബേസിസിൽ നോക്കാം. ആനുവിറ്റി ബേസിൽ എന്താണ് നമ്മൾ എന്താ പറയുക ഡിസ്കൗണ്ട് ചെയ്യുമല്ലേ. അപ്പോൾ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ നമുക്കറിയാം നോർമൽ പ്രോഫിറ്റ് റേറ്റ് 20% ആണ്. അപ്പോൾ അതെന്താണ് നമ്മുടെ ഡിസ്കൗണ്ടിങ് റേറ്റ് ആയിട്ട് കാണാം. ഓക്കെ, 20% എത്രയാണ് 5 ഇയേഴ്സിലേക്കാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ആനുവിറ്റി ഇൻഡെക്സിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് നോക്കാം. 1/1/2 വെച്ചിട്ട് 3 5 ഏകദേശം എന്താണ് 2.10. ഓക്കെ, ഇതാണ് എന്താ പറയുക ആനുവിറ്റിയുടെ ടോട്ടൽ. ഇതെന്താണ് നോർമലി നമ്മുടെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടോ, നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക ഇല്ല. നോർമലി എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ആനുവിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് 20% ആനുവിറ്റി ഫാക്ടർ എത്രയാണെന്നുണ്ടാവും. അതെൻ്റെ എന്താണ് 36,000 ആണെന്ന് പറയുന്നത് നമ്മുടെ ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ എത്രയാണ് 75, 834 ആണ് എന്താ പറയുക ആനുവിറ്റി മെത്തേഡിൽ. ഇനി ക്യാപിറ്റലൈസേഷൻ ബേസ് മെത്തേഡിൽ എങ്ങനെയാണെന്ന് നോക്കാം. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ എന്താണ് നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,36,000 ആണ്. ഓക്കെ, അതിൻ്റെ എന്താണ് നമ്മുടെ നോർമൽ വാല്യൂ ഓഫ് ബിസിനസ് ആണെങ്കിൽ ഡിവൈഡ് ബൈ എന്താ പറയുക നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 20%. അപ്പോൾ 6,80,000 ആണ് എന്താ പറയുക നോർമൽ വാല്യൂ ഓഫ് ബിസിനസ് വരുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് ഓൾറെഡി ക്യാപിറ്റൽ എംപ്ലോയിഡ് വന്നിട്ടുണ്ട് അല്ലെ, അത് നേരിട്ട് 5 lakh വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള എക്സ്ട്രാ, അതായത് നോർമൽ വാല്യൂ ഓഫ് ബിസിനസ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് 1,80,000 ആണ് എന്ന് പറയുക ഇവരുടെ ബിസിനസ്സിന്റെ ഗുഡ് വിൽ. ഇങ്ങനെയാണ് എന്താ പറയുക ഓരോ മെത്തേഡ് വഴി നമ്മൾ എന്താ പറയുക ഗുഡ് വില്ലിന്റെ വാല്യൂ കാണുന്നത്. ഇനി ഇലസ്ട്രേഷൻ 2ലേക്ക് കടക്കാം. അപ്പോൾ താഴെ കുറച്ച് പർട്ടിക്കുലേഴ്സ് വന്നിട്ടുണ്ട്. ഒരു ബിസിനസ്സിന്റെ റാത്തോർ എന്ന് പറയുന്ന ആൾ എന്താ പറയുക ക്യാരി ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഇതിലെന്താണ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് 1,50,000 ആണ്, അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡ്. കഴിഞ്ഞ 4 കൊല്ലത്തെ ട്രേഡിംഗ് റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആദ്യത്തെ 2 കൊല്ലം പ്രോഫിറ്റ് ആയിരുന്നു, 3ാമത്തെ കൊല്ലം ലോസ് ആയി, പിന്നെ പ്രോഫിറ്റ് ആയി. ഓക്കെ, പിന്നെ എന്താണ് ഇൻവെസ്റ്റ്മെന്റിന്റെ മാർക്കറ്റ് റേറ്റ് വന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് 2% വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ഇത് എന്താണ് ഓൾട്ടർനേറ്റീവ്ലി എന്താ റെമ്യൂണറേഷൻ ഫ്രം ഓൾട്ടർനേറ്റ് എംപ്ലോയ്മെന്റ് പ്രൊപ്പറേറ്ററിന് ഓൾട്ടർനേറ്റ് എംപ്ലോയ്മെന്റ്, അതായത് എന്താണ് ഈ ബിസിനസ്സിൽ എൻഗേജ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് എത്ര റെമ്യൂണറേഷൻ കിട്ടും അതും തന്നിട്ടുണ്ട്. നമ്മുടെ എന്താ പറഞ്ഞ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ എന്താണ് ഗുഡ് വില്ലിന്റെ വാല്യൂ ആണ് കാണാൻ പറയുന്നത്. ഓക്കെ, എന്താണ് ട്രേഡിംഗ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത്, അതായത് എത്രയാണ് ആദ്യത്തെ 2 കൊല്ലം പ്രോഫിറ്റ് ആയിരുന്നു, പിന്നെ എന്താണ് 4ാമത്തെ കൊല്ലം ലോസ് ആണ്, അത് കഴിഞ്ഞ് 3ാമത്തെ കൊല്ലം ലോസ് ആണ്, 4ാമത്തെ കൊല്ലം പിന്നെ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് 1,26,000 ഉണ്ട്. ഇതിൽ നിന്നാണ് ലോസ് നമ്മൾ കുറയ്ക്കണം. 6,000 ലോസ് കുറയ്ക്കുമ്പോൾ എന്താണ് നമ്മുടെ കഴിഞ്ഞ 4 കൊല്ലത്തെ എന്താ പറയുക ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,20,000 ആണ്. ഇതെന്താണ് ഇതിൻ്റെ ആവറേജ് കാണാം 1,20,000 ഡിവൈഡ് ബൈ 4 30,000 ആണ്. ഇതിൽ നിന്നാണ് പ്രൊപ്പറേറ്ററിൻ്റെ റെമ്യൂണറേഷൻ കുറയ്ക്കണം അല്ലേ. സോ 6,000 പ്രൊപ്പറേറ്ററിൻ്റെ റെമ്യൂണറേഷൻ നമ്മൾ കുറച്ചു. ഇനി എന്താണ് അപ്പോൾ എന്താണ് നമുക്ക് 24,000 ഇതാണ് എന്താ പറയുക നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റുക. കാരണം പ്രൊപ്പറേറ്ററിൻ്റെ റെമ്യൂണറേഷൻ പ്രൊപ്പറേറ്റർക്ക് പോകാനുള്ളതാണ്. ഓക്കെ,
ഇനി നമ്മുടെ നോർമൽ പ്രോഫിറ്റ് എത്രയാണെന്നാണ്. നോർമൽ പ്രോഫിറ്റ് എങ്ങനെയാണ്? ക്യാപിറ്റൽ എംപ്ലോയിഡ് വന്നിട്ടുണ്ട് 1,50,000 വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 12% ആണ്. കാരണം എന്താണ് ഇതിലെന്താണ് ഈ 10% മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ബിസിനസ്സിലേക്ക് എന്താ പറയുക ആ ഒരു റിസ്ക് എടുക്കുമല്ലോ. ബിസിനസ് എന്ന് പറയുന്നത് ഒരു റിസ്കി എന്താ പറയുക ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയാണ്. സോ അതിന് വേണ്ടി എക്സ്ട്രാ റിസ്ക് എടുക്കുന്നതിന് എന്താ പറയുക എക്സ്ട്രാ കിട്ടുന്ന ഒരു റേറ്റ് അതാണ് 2%. ഓക്കെ, സോ എന്താണ് നമ്മുടെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് 10+ ഈ റിസ്ക് എടുക്കുന്നതിന് 12% ആയിരിക്കും കൊടുക്കേണ്ടത്. മാർക്കറ്റ് റേറ്റ് പ്ലസ് എന്താ പറയുക റിസ്ക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 12%. അപ്പോൾ എന്നാൽ ടോട്ടൽ 12% ആണ് വന്നേക്കുന്നത്. അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ 12%. 18,000 ആണ് എന്താ പറയുക നമ്മുടെ നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ്? 25 - 18,000 6,000 എന്നാണ് 5 ഇയേഴ്സിലേക്കുള്ള പർച്ചേസ് ആണ് പറഞ്ഞത്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഉണ്ട് 6,000 × 5 30,000. ഇതായിരിക്കും എന്താ പറയുക ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു ബിസിനസിന്റെ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആണല്ലോ. പിന്നെന്താണ് ഇത് ഒരു ഹിഡൻ ഓർ ഇൻഫേർഡ് ഓഫ് എംപ്ലോയിഡ് ഗുഡ് വില്ലാണ്. ഇതെന്താ ഇതിൻ്റെ ഒരു ഇലസ്ട്രേഷൻ വരുന്നുണ്ട്. സോ എന്താണ് നമ്മുടെ അടുത്ത് ആ സമയത്ത് അത് നോക്കാം. എന്താണ് നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വില്ലിന്റെ വാല്യുവേഷനുള്ള എന്താ പറയുക നീഡ് എന്താണെന്നാണ് പറയുന്നത്. അതായത് എന്താണ് ഒരു പാർട്ട്ണറിന്റെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ മാറുകയാണെങ്കിൽ, അതുപോലെ എന്താണ് ഫ്യൂച്ചർ പ്രോഫിറ്റിൻ്റെക്ക് എന്താ പറയുക ആ ഒരു പാർട്ട്ണർ എന്താ പറയുക സാക്രിഫൈസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ് ഇതൊക്കെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് അവകാശമായിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു കേസിൽ എന്താണ് ഗുഡ് വില്ല് എന്താ പറയുക അതായത് ഒരു അഡ്മിഷൻ ഒരു പാർട്ട്ണറിന്റെ അഡ്മിഷൻ വരുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് പാർട്ട്ണറിന്റെ ഡെത്ത് വരുന്നത്, അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ വരുന്നത്. ഈ ഒരു കേസിലൊക്കെ എന്താണ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെ നോർമലി എന്താണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറും. അപ്പോൾ എന്താണ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് എന്താണ് പോകുന്നത് അല്ലെങ്കിൽ ലോസ് ഉണ്ടാവും. ഇനി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഗെയിൻ ആയിരിക്കും. ചിലപ്പോൾ ഒരു പാർട്ട്ണറിന് ഗെയിനും ഒരു പാർട്ട്ണറിന് എന്താ പറയുക ലോസ് ആയിരിക്കും. അതാണ് നോർമലി എന്താ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാവുക. ഒരു പാർട്ട്ണറിന് ഗെയിനും വേറൊരു പാർട്ട്ണറിന് ലോസ് ആയിരിക്കും. സോ അങ്ങനത്തെ സിനാരിയോയിലൊക്കെ എന്താണ് ഗുഡ് വിൽ എന്താണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യില്ല. ഈ ഗുഡ് വിൽ എന്ത് ചെയ്യും പാർട്ട്നേഴ്സിന് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഗുഡ് വിൽ എപ്പോഴാണ് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുന്നത്? അതായത് ഈ ഗുഡ് വില്ലിന് എന്തെങ്കിലും ഒരു ക്യാഷ് ഇൻഫ്ലോ വരുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഗുഡ് വിൽ എന്തെങ്കിലും വാങ്ങുമ്പോൾ, ഈ ഒരു കേസിലാണ് നമ്മൾ എന്താ പറയുക ഈ ഗുഡ് വിൽ എന്ന് പറയുന്ന സാധനം നമ്മുടെ ബുക്സിൽ കാണിക്കേണ്ടതുള്ളൂ. അല്ലാത്ത കേസിലുള്ള ഗുഡ് വിൽ അല്ലാതെയും ഗുഡ് വിൽ ഉണ്ടാവും. പാർട്ട്ണറിന് അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് പാർട്ണർ എക്സ്ട്രാ എമൗണ്ട് കൊണ്ടുവരണം. സോ അതും ഗുഡ് വില്ലൊക്കെ തന്നെയാണ്. പക്ഷെ എന്താണ് അത് ആ ഒരു ഗുഡ് വിൽ എന്താണ് അതൊരിക്കലും എന്താണ് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ അസറ്റായിട്ട് കാണിക്കുന്നതല്ല. പകരം എന്താണ് അത് ഈ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെ സാക്രിഫൈസ് വരുന്നതാണ്. സോ ആ ഗുഡ് വിൽ എന്താണ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് എന്തിലാണ് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ. അതായത് പുതിയ പാർട്ണർ വരുമ്പോൾ അവരുടെ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറിയിട്ട് പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ പഴയതിൽ നിന്ന് പുതിയ റേഷ്യോ വരുമ്പോൾ എന്താണ് അവിടെ ഒരു എന്താ പറയുക ഒരു സാക്രിഫൈസ് ഉണ്ട്. അവരുടെ പ്രോഫിറ്റ് ഫ്യൂച്ചർ പ്രോഫിറ്റിലുള്ള സാക്രിഫൈസ് ഉണ്ട്. അപ്പോൾ ആ ഒരു റേഷ്യോ കാണണം. അത് സിമ്പിൾ ആണ്. ഓൾഡ് റേഷ്യോ - ന്യൂ റേഷ്യോ ചെയ്താൽ മതി. സാക്രിഫൈസ് റേഷ്യോ കിട്ടും. ആ സാക്രിഫൈസ് റേഷ്യോയിൽ എന്ത് വേണം ഗുഡ് വില്ല് നമ്മൾ എന്താ പറയുക ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് ഈ അവസരം പറയുന്നത്. പാർട്ട്നേഴ്സ് ഹു ലോസ് ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ റിസീവ് പേയ്മെന്റ് ഫോർ സാക്രിഫൈസ് ആസ് എ പോർഷൻ ഓഫ് വാല്യൂ ഓഫ് ഗുഡ് വിൽ. ഓക്കെ, സോ നമുക്ക് എന്താണ് നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അതെന്താണ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ ഇൻ കേസ് ഓഫ് അഡ്മിഷൻ ഓഫ് പാർട്ണർ. അതായത് ഒരു പാർട്ട്ണറിനെ നമ്മൾ പറഞ്ഞെന്താണ് ഗുഡ് വില്ലിന്റെ വാല്യുവേഷൻ എപ്പോഴൊക്കെ നടത്തണം എന്ന് പറഞ്ഞാൽ 4 സിനാരിയോയിൽ. ഒന്ന് പാർട്ണറിന്റെ അഡ്മിഷന്റെ സമയത്ത്, ഒന്ന് പാർട്ണറുടെ റിട്ടയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താ പറയുക പാർട്ണറിനെ മീൻസ് പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് വരുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴാണ് 4ാമത്തെ കേസ് കമ്പനി ഡിസോൾവ് ആവുന്ന സമയത്ത്. സോ ഈ 4 സിനാരിയോയിലാണ് എന്താ പറയുക ഗുഡ് വില്ലിന്റെ വാല്യുവേഷൻ പറയുന്നത്. അപ്പോൾ അതായത് അഡ്മിഷൻ ഓഫ് പാർട്ണറിന്റെ ഒരു പുതിയ പാർട്ണറിനെ നമ്മുടെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഗുഡ് വില്ലിന്റെ വാല്യുവേഷൻ നടക്കുന്നതെന്ന്. ഓക്കെ, ഇത് പറയുന്നത് എന്താണ് ഒരു പുതിയ പാർട്ണറിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ അക്കൗണ്ട്സിൽ നോർമലി എന്താണ് അതിൻ്റെതായ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തേണ്ടത് ആവശ്യമാണ്. ഓക്കെ, കാരണം പുതിയ ക്യാപിറ്റൽ വരികയാണ്, പുള്ളി കൊണ്ടുവരുന്ന എമൗണ്ട് അത് ഏതൊക്കെ അക്കൗണ്ട്സിനെ എഫക്ട് ചെയ്യും മുതലായ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. ഓക്കെ,
ഓക്കെ, ഇതുപറ്റി ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് A&B പാർട്ട്നേഴ്സ് ആണ്. അവർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് അവർ ഷെയർ ചെയ്യുന്നത്. അവരുടെ ആ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഇപ്പോൾ 20,000 ആണ്. അപ്പൊ എങ്ങനെയാണ്, എക്ക് 12,000 കിട്ടും, ബിക്ക് 8,000 കിട്ടും, 3:2 റേഷ്യോയില്. ഇനി സി എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറിനെ ഇവർ അഡ്മിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ പുള്ളിക്ക് എത്രയാണ്, 1/4 ഓഫ് ദ ഷെയർ. അതായത് 20,000 1/4 ഷെയർ പുള്ളിക്ക് കൊടുക്കണം. അപ്പൊ എന്താണ്, 20,000 5,000 എന്തോ സി എന്ന് പറയുന്ന പാർട്ണർക്ക് പോവാം. ബാക്കിയുള്ള 15,000 എന്ത്, എക്കും ബിക്കും 9,000 6,000 വെച്ചിട്ട് ഷെയർ ചെയ്ത് വരിക. അപ്പൊ നേരത്തെ എക്ക് 12,000 കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ എക്ക് 9,000 കിട്ടുന്നുള്ളൂ. നേരത്തെ ബിക്ക് 8,000 കിട്ടിയ സ്ഥലത്ത് ഇപ്പൊ 6,000 കിട്ടുന്നുള്ളൂ. അപ്പോൾ സിയുടെ അഡ്മിഷൻ വഴി എന്താണ്, എക്ക് 3,000 ലോസ് വന്നു, ബിക്ക് 2,000 പെർ ഇയർ ലോസ് വന്നു. സോ ഈ എമൗണ്ട് എന്താണ്, സി എന്ന് പറയുന്ന പാർട്ണർ എന്താണ് കോമ്പൻസേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് സിയുടെ അഡ്മിഷനിൽ എന്താ പറയുക, ഓക്കെ, സോ സി എന്ന് പറയുന്ന പാർട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, പ്രോഫിറ്റ് ഒരിക്കലും 20,000. കാരണം എന്താണ്, സി എപ്പോഴും എന്താണ്, സി എന്ന് പറഞ്ഞ പുതിയൊരു പാർട്ണർ വരുമ്പോൾ എന്താണ് ക്യാപിറ്റൽ കൂടുന്നുണ്ട്. അപ്പൊ എന്താണ്, ഈ കമ്പനിയുടെ ഫണ്ട് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ എന്തായിരിക്കും, ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20,000 വരും കൂടുതൽ ഹയർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുക. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. പക്ഷെ എന്താണ്, പക്ഷെ ഇവർ പിന്നെയും പറഞ്ഞു വരുന്നത് എന്താണ്, ഈ അഡീഷണൽ പ്രോഫിറ്റ് എന്താണ്, എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന സി എന്ന് പറയുന്ന പാർട്ട്നേഴ്സിന് കമ്പൈൻഡ് എഫേർട്ട് വഴിയാണ് പറ്റുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഔട്ട് ഓഫ് ദി പ്രസന്റ് പ്രോഫിറ്റ് 20,000 ദേ ഹാവ് ടു ഗിവ് അപ്പ് എ ഷെയർ. അതായത് വേറൊന്നല്ല, ഈ ഒരു സെന്റൻസിൽ മൊത്തം പറയുന്നത് വേറൊന്നല്ല. സി എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, എ എന്ന് പറയുന്ന പാർട്ട്ണർക്കും ബി എന്ന് പറയുന്ന പാർട്ട്ണർക്കും എന്താണ്, അവരുടെ ഭാഗത്ത് നിന്ന് പ്രോഫിറ്റിൽ അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിൽ ഡിക്ലൈൻ വരും. അതായത് എന്താണ്, ഷെയർ ഓഫ് പ്രോഫിറ്റിൽ കുറച്ച് എന്താ പറയുക, യൂഷ്വലി കിട്ടാറുള്ളതിനേക്കാളും കുറവായിരിക്കും എന്താ പറയുക, ഇപ്പോൾ ഒരു പുതിയൊരു പാർട്ണർ വരുമ്പോൾ ഇവർക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ടാക്കിൾ ചെയ്യുന്നത് എന്താണ്, ഗുഡ് വിൽ എന്ന് പറയുന്ന നമ്മുടെ മെക്കാനിസം ഉപയോഗിച്ചാണ്. അതെങ്ങനെയാണ്, കാരണം എന്താണ്, ഗുഡ് വിൽ എന്നാണ്, ഗുഡ് വിൽ ഇസ് എ കോമ്പൻസേഷൻ. അതായത് ഈ ഗുഡ് വിൽ എന്ന് പറയുന്നത്, ഈ ഒരു അഡ്മിഷൻ ഓഫ് പാർട്ട്ണറിന്റെ സമയത്ത് ഗുഡ് വിൽ എന്ന് പറയുന്നത് എന്താണ്, ഈ പഴയ പാർട്ട്നേഴ്സ് ഓൾഡ് പാർട്ട്നേഴ്സിനുള്ള എന്താ പറയുക, അവർക്കുള്ളൊരു കോമ്പൻസേഷൻ ആണ്. അതായത് അവരുടെ ഈ സാക്രിഫൈസിന് ന്യൂ പാർട്ട്ണറിനെ കൊണ്ടുവരുമ്പോൾ ന്യൂ പാർട്ട്ണറിൻ്റെ എന്താ പറയുക കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് എന്ത് പറയുക, ഈ എക്സ്ട്രാ കളക്ട് ചെയ്യുന്ന പുള്ളി കൊണ്ടുവരുന്ന ക്യാപിറ്റലിൽ നിന്ന് കൂടുതൽ എക്സ്ട്രാ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് എന്ത് പറയുന്നത്, ഈ ഒരു ഗുഡ് വിൽ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊരു ഗുഡ് വിൽ ആയിട്ട് നമുക്ക് എന്താണ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു അസറ്റ് ആയിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. സോ ഇതെന്താ നമ്മൾ ചെയ്യാറ്, ഈ അതായത് ഗുഡ് വിൽ എന്ന് പറയുന്ന ഇത് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ എമൗണ്ട് ഗുഡ് വില്ലിന്റെ എമൗണ്ട് എന്ത് ചെയ്യും, ഈ ഓൾഡ് പാർട്ട്നേഴ്സിന് എന്താണ് ക്രെഡിറ്റ് ചെയ്യും. എന്ത്, പ്രോഫിറ്റ് സാക്രിഫൈസിങ് റേഷ്യോ, പ്രോഫിറ്റ് റേഷ്യോ അല്ല, പ്രോഫിറ്റ് സാക്രിഫൈസിങ് റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഗുഡ് വില്ലിന്റെ എമൗണ്ട് ഈ ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, അതായത് നിഗമും ദമേജ് എന്താണ് പാർട്ണർഷിപ്പ് ഫേം നടത്തുകയാണ്. അവരുടെ പ്രോഫിറ്റ് ഈക്വലി ആണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഘോഷ് എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ണറിനെ അവർ അപ്പോയിന്റ് ചെയ്തു. അതായത് 1/3 പാർട്ണർ, 1/3 ആണ് പുള്ളിയുടെ, ഘോഷ് എന്ന് പറയുന്ന ആളുടെ പുതിയ പ്രോഫിറ്റ് ഷെയറിങ്. ഓക്കെ, ഈ 1/3 ഷെയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, നിഗമും ദമേഷും അവരുടെ രണ്ടുമായിട്ട് എന്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് ഒരു സാക്രിഫൈസ് നടത്തിയിട്ടായിരിക്കും എന്ത് പറയുക, ഈ ഘോഷ് എന്ന് പറയുന്ന ആൾക്ക് 1/3 പ്രോഫിറ്റ് കൊടുക്കാൻ പോകുന്നത്. സോ എന്നാണ് നമ്മുടെ അടുത്ത് സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. കാരണം ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ, അതായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ. അതായത് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ഓൾഡ് ഷെയറിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മൈനസ് ന്യൂ പാർട്ട്ണറിന്റെ ന്യൂ പാർട്ട്ണർ വന്നു കഴിഞ്ഞിട്ടുള്ള ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അവരുടെ തന്നെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്ത് പറയുക, സാക്രിഫൈസിങ് റേഷ്യോ. സോ നിഗത്തിന് 1/2 ആണ് പുള്ളിയുടെ ഓൾഡ് റേഷ്യോ. പക്ഷെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ 1/2 മൈനസ് 1/3. ഓക്കെ, സോ 1/2 മൈനസ് 1/3 അത് ഏകദേശം 1/6 ആയിരിക്കും എന്ത് പറയുക പുള്ളിയുടെ
പുതിയ സാക്രിഫൈസിങ് റേഷ്യോ. ഇനി ദമേജ് എന്ന് പറഞ്ഞ ആളുടെയും 1/2 ആണ് ഓൾഡ് റേഷ്യോ. 1/2 എന്നാണ് ഇപ്പോൾ ഉള്ള റേഷ്യോ 1/3 ആണ്. 3 പാർട്ണേഴ്സ് 1/3. സോ അത് 1/6 ആയിരിക്കും പുള്ളിയുടെയും സാക്രിഫൈസിങ് റേഷ്യോ. ഘോഷ് എന്ന് പറയുന്നത് പുതിയൊരു പാർട്ണറാണ്. പുള്ളിക്ക് എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ? ഓൾഡ് റേഷ്യോ ഉള്ളവർക്കാണ് സാക്രിഫൈസിങ് റേഷ്യോ ഉണ്ടാവുള്ളൂ. അപ്പോൾ പുള്ളിക്ക് ഗെയിൻ എന്ന് പറഞ്ഞിട്ട് ന്യൂ ഷെയർ ആയിട്ടുള്ള 1/3 കാണിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു കേസിൽ എന്താണ് പറയുന്നത്, ദമേജും നിഗമും തമ്മിലുള്ള എന്താ പറയുക സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/6 ഈക്വൽ ടു 1/6. അതായത് 1:1 എന്ന് പറയുന്ന റേഷ്യോ തന്നെയായിരിക്കും എന്ത് പറയുക നിഗമും ദമേജിന്റെ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇൻ കേസ് നിഗം ദമേജ് ഘോഷ് ഇവർ തമ്മിലുള്ള ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 4:2:3 ആയിരുന്നെങ്കിൽ, ഇങ്ങനത്തെ ഒരു കേസിൽ എന്താണ് ഈ നിഗത്തിന്റെ ദമേജിന്റെ പ്രോഫിറ്റ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/2 മൈനസ് 4/9. 4/9 എന്ന് പറഞ്ഞാൽ 4 നിഗത്തിന് ഇവിടെ 4 ഷെയർസ് ഉണ്ട് ഔട്ട് ഓഫ് 9. അപ്പോൾ 4/9 അതൊക്കെയായിരുന്നു 1/18 ആയിരിക്കും. പിന്നെ ദമേജ് എന്ന് പറയുന്ന ആൾക്കോ 1/2 മൈനസ് 2/9 അത് 5/18 ആയിരിക്കും. സോ ഇവര് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 18 കോമൺ ആണ്. അപ്പോൾ 1:5 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും എന്ത് പറയുക റേഷ്യോ ആയിരിക്കും നിഗത്തിന്റെ ദമേജിന്റെ പ്രോഫിറ്റ് സാക്രിഫൈസിങ് റേഷ്യോ. ഓക്കെ, ഈ ഒരു പ്രോഫിറ്റ് സാക്രിഫൈസിങ് റേഷ്യോയിലായിരിക്കണം ഈ ഘോഷ് പുതിയ ആൾ കൊണ്ടുവരുന്ന ഗുഡ് വില്ല് എന്താണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാം. ഫോർ സേ എക്സാമ്പിൾ എന്താണ് ഘോഷ് എന്ന് പറയുന്ന ആൾ എത്രയാണ് ഗുഡ് വിൽ 24,000 കൊണ്ടുവന്നു എന്ന് വിചാരിച്ചോ. സോ ഫസ്റ്റ് കേസിൽ എന്താണ് അതായത് ഈ 1:1 എന്ന് പറയുന്ന സാക്രിഫൈസിങ് റേഷ്യോ ഉള്ള കേസിൽ എന്താണ് ഇത് ഈക്വലി, അതായത് 12,000 വെച്ചിട്ട് നിഗത്തിനും ദമേഷിനും കിട്ടേണ്ടതാണ്. ഓക്കെ, ഷുഡ് ഷെയർ ഇറ്റ് ഈക്വലി. പക്ഷെ സെക്കൻഡ് കേസ് അതായത് പ്രോഫിറ്റ് സാക്രിഫൈസ് റേഷ്യോ ഡിഫറെന്റ് ആയിട്ടുള്ള കേസിൽ 1:5 എന്ന് പറഞ്ഞ റേഷ്യോയിൽ നിഗത്തിന് 4,000 ദമേഷിന് 20,000 ആയിരിക്കും അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകാൻ പോകുന്ന എമൗണ്ട്. കാരണം 1:5 ആ റേഷ്യോയിലാണ് എന്ത് പറയുക ഗുഡ് വില്ല് ഷെയർ ചെയ്യുക. സോ അതിന്റെ എൻട്രി വരാൻ പോകുന്നതാണ് ഘോഷ് എന്ന് പറയുന്ന ആളുടെ ക്യാപിറ്റൽ. ഘോഷ് എന്താണ് എക്സ്ട്രാ റുപ്പീസ് എത്രയാണ്? ഇത് ആക്ച്വലി ഈ ജേണൽ എൻട്രി വേറൊരു നിഗമൻ ദമേജ് ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. അവർ എന്താ പറയുക ഘോഷ് 1/3 ആണ്. അത് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 4:3 ആണ്. നിഗമൻ ദമേജ് അഗ്രി 27,000 ആസ് വാല്യൂ ഓഫ് ഗുഡ്. അതായത് എന്താണ് ഇത് പറയുന്നത് എന്താണ് ആ കമ്പനിയുടെ മൊത്തം ഗുഡ് വിൽ എത്രയാണ് 27,000 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ 27,000 ഓക്കെ ഈ ഒരു എക്സാമ്പിളിൽ നിഗം ദമേജ് പറയുന്നത് കമ്പനിയുടെ ആസ് എ ഗുഡ് വിൽ 27,000 ആണെന്നാണ് പറയുന്നത്. സോ ഇങ്ങനത്തെ ഒരു കേസിൽ എന്താണ് ഈ ഒരു കേസിൽ എന്താണ് നിഗത്തിന്റെ ദമേജ് അതായത് ഘോഷ് എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ണറാണ്. പുള്ളിക്ക് വരുന്നതെല്ലാം ഗെയിൻ ആയിരിക്കും. അപ്പോൾ എന്താണ് പുള്ളി ഈ കമ്പനിയിലേക്ക് വന്നപ്പോൾ എന്താണ് ഗുഡ് വിൽ ഓൾറെഡി 27,000 ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് ആ ഒരു ഗെയിൻ അതായത് പുള്ളിയുടെ ഷെയർ ഓഫ് ഗെയിൻ പുള്ളിക്ക് എന്താ പറയുക പുള്ളി റിട്ടേൺ ചെയ്യേണ്ടതാണ്. സോ നിഗത്തിനും ദമേജിനും ഇതിൽ നിന്ന് എത്ര ഷെയർ കിട്ടുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഘോഷ് എന്ന് പറഞ്ഞ ആള് വന്നു. അപ്പൊ എന്താണ് നിഗത്തിനും ദമേജിനും സാക്രിഫൈസ് ഉണ്ടായിട്ടുണ്ട്. അതെത്രയാണ് 1/18 5/18. അപ്പൊ നേരത്തെ പറഞ്ഞ 24,000 എന്ന് പറഞ്ഞാൽ ഘോഷ് പേ ചെയ്യണ ഗുഡ് വില്ലാണ്. പക്ഷെ ഈ ഒരു 27,000 ഈ ഒരു എക്സാമ്പിൾ പറയുന്നത് 27,000 എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയുടെ എന്താ പറയുക ഫുൾ ഓഫ് ഗുഡ് വില്ലാണ്. അതിൽ ഓൾറെഡി നിഗവും ദമേജും വർക്ക് ചെയ്തേക്കുന്ന ഒരു ഗുഡ് വില്ലുണ്ട്. ഓക്കെ, അവര് ബിൽഡ് ചെയ്ത് വന്ന ഗുഡ് വില്ലാണ്. സോ അവര് ബിൽഡ് ചെയ്ത ഗുഡ് വില്ല് ഏതാണ് ഘോഷ് എന്ന് പറയുന്ന ആള് വന്നപ്പോ പുള്ളിക്ക് ആ ഗുഡ് വില്ലിന് ഷെയർ ഉണ്ടാകാൻ പാടില്ല. സോ പുള്ളിയുടെ നിഗത്തിന്റെ ദമേജിന്റെ സാക്രിഫൈസിങ് റേഷ്യോയില് ഘോഷിന്റെ ക്യാപിറ്റലിൽ നിന്ന് നിഗത്തിന്റെയും ദമേജിന്റെയും ക്യാപിറ്റലിലേക്ക് എത്ര എമൗണ്ട് ആണ് പോണ്ടത് എന്നാണ് ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടേഷൻ. ഓക്കെ, സോ 27,000 1/18 ദമേജിന്റെ 27,000 5/18 ഇതാണല്ലോ ഇവരുടെ സാക്രിഫൈസിങ് റേഷ്യോ. ഇത് വെച്ചിട്ട് എന്താണ് നിഗത്തിന്റെ ദമേജിലേക്കും ഈ ഒരു എമൗണ്ട് വേണം. ഇതിന്റെ എന്താണ് ഡെബിറ്റ് വരേണ്ടത് ഘോഷിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. കാരണം ഘോഷിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നാണ്
എന്താ പറയുക, പുള്ളിക്ക് അർഹതപ്പെട്ട ഗുഡ് വിൽ അല്ല അത്. ഇത് എന്താണ്, നിഗത്തിന്റെ ദമേജിനും എന്താ പറയുക അവർക്കുള്ള സാക്രിഫൈസ്, അവർ നടത്തിയ സാക്രിഫൈസിനുള്ള എന്താ പറയുക ഗുഡ് വില്ലാണ് ഇത്. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡ് ടു റൈസ് ഗുഡ് വിൽ അക്കൗണ്ട് ബട്ട് ടു ഷോ ദ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ ത്രൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. കാരണം നമുക്കറിയാം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ഓൾറെഡി പറയുന്നുണ്ട് എന്താണ്, ക്യാഷ് ഔട്ട്ഫ്ലോ ഉള്ള അല്ലെങ്കിൽ ക്യാഷിന് പേയ്മെന്റ് നടത്തി കിട്ടുന്ന ഗുഡ് വിൽ മാത്രമേ എന്താ പറയുക നമ്മുടെ ഗുഡ് അസറ്റായിട്ട് എന്താ പറയുക ബുക്സിൽ കാണിക്കാൻ പാടുള്ളൂ. അല്ലാത്തത് എന്താണ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വഴി അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇനി എന്താണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, ഗുഡ് വില്ലിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് ഗുഡ് വിൽ ഷുഡ് ബി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓൺലി വെൻ സം കൺസിഡറേഷൻ ഇൻ മണി ഓർ മണി വർത്ത് ഹാസ് ബീൻ പെയ്ഡ് ഫോർ ഇറ്റ്. അതായത് എന്തെങ്കിലും ഒരു മണിയുടെ രീതിയിലോ അല്ലെങ്കിൽ മണി പോലെ എന്തെങ്കിലും ഒരു എമൗണ്ട് ഗുഡ് വില്ലായിട്ട് കിട്ടുകയാണെങ്കിൽ, അല്ല ഗുഡ് വില്ലിന് വേണ്ടി നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് എന്ത് പറയുക ഈ ഒരു എമൗണ്ട്, ഈ ഒരു ഗുഡ് വിൽ എന്ന് പറയുന്ന അസറ്റ് നമ്മുടെ ബുക്സിൽ കാണിക്കാൻ പാടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യുന്ന ഗുഡ് വില്ല് മാത്രമേ എന്ത് ചെയ്യുക ബുക്സിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. സോ എന്താണ് അഡ്മിഷൻ ഓഫ് സമയത്ത് എന്താണ് ഗുഡ് വിൽ കനോട്ട് ബി റേസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം ബിക്കോസ് കൺസിഡറേഷൻ ഇൻ മണി ഓർ മണി വെർത്ത് എന്ത് ചെയ്യുക പേ ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്കിത് എന്താണ് മറ്റേ പുതിയ പാർട്ണറിൻ്റെ നിന്ന് ആ ഗുഡ് വില്ല് കിട്ടുകയാണ് ചെയ്യാറ്, അല്ലാതെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു ഗുഡ് വില്ലല്ല. ചില സിനാരിയോ എല്ലാം എന്താണ്, ഫോർ എക്സാമ്പിൾ നമ്മളെന്താണ് നമുക്ക് എ എന്ന് പറയുന്ന ഒരു പാർട്ണർഷിപ്പ് ഫേം ഉണ്ട്, പുള്ളി എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു ബി എന്ന് പറയുന്ന ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ അക്വയർ ചെയ്തു. സോ ആ സിനാരിയോ എങ്ങനെയാണ്, അതായത് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, പൈസ കൊടുത്തിട്ടാണ് എന്ത് പറയുക ആ ഒരു ഫേമിനെ നമ്മൾ അക്വയർ ചെയ്യുന്നത്. ഈ ഒരു കേസിൽ എന്താണ് ബി എന്ന് പറയുന്ന പാർട്ണർഷിപ്പ് ഫേമിന്റെ അസറ്റ്, നെറ്റ് അസറ്റിന്റെ ഒക്കെ എന്താ പറയുക അതിലുള്ള നെറ്റ് അസറ്റിനേക്കാൾ കൂടുതൽ വാല്യൂവിൽ നമ്മൾ എന്താ പറയുക നമ്മൾ കൺസിഡറേഷൻ, നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്ട്രാ എമൗണ്ട് എന്ന് പറയുന്നത് മിക്കവാറും നമ്മുടെ ഗുഡ് വില്ലായിരിക്കും. സോ അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ഗുഡ് വിൽ എന്താണ് നമ്മുടെ ഫേം എ എന്ന് പറയുന്ന പാർട്ണർഷിപ്പ് ഫേമിന്റെ അക്കൗണ്ട്സിൽ വരണം. പക്ഷെ എന്താണ് ഈ ഒരു സിനാരിയോ എന്താണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഗുഡ് വില്ലാണ്. അഡ്മിഷൻ ഓഫ് പാർട്ണറിന്റെ സമയത്ത് കിട്ടുന്ന ഗുഡ് വിൽ എന്താണ്, അത് ആ ഫേം നടത്തുമ്പോൾ ഓൾറെഡി എന്താ പറയുക അവരുടെ കസ്റ്റമർ ബേസ് പല പല ഫാക്ടേഴ്സ് വഴി ആ ഒരു ബിസിനസ്സിൽ ഉണ്ടായ ഗുഡ് വില്ലാണ്. ആ ഗുഡ് വിൽ എന്താണ്, ആ ഗുഡ് വില്ല് കണ്ടിട്ട് വേറൊരു പാർട്ണറിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അറിയുകയാണ്. സോ ആ ഗുഡ് വില്ലിനുള്ള പൈസ നമുക്ക് കിട്ടുകയാണ്. ഇതെന്താണ്, ഇത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിനുള്ളതാണ്. സോ ക്യാപിറ്റൽ വഴി നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വരുത്താൻ പാടുള്ളൂ. അല്ലാതെ ഈ ഒരു പാർട്ണറിന്റെ അഡ്മിഷന്റെ സമയത്ത് ഒരിക്കലും എന്ത് പറയുക ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആകാൻ പാടില്ല. കണ്ടോ, അതാണ് ഇവിടെ പറയുന്നത് ഇൻകമിങ് പാർട്ണർ കൊണ്ടുവരുന്ന പ്രീമിയം അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനിൽ കൂടുതൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനേക്കാൾ കൂടുതൽ കൊണ്ടുവരുന്ന ഒരു എമൗണ്ട്, ആ പ്രീമിയം എന്ത് ചെയ്യണം ബാക്കി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് തമ്മിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അല്ലാതെ അത് ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു അസറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിന്റ്. പിന്നെന്താണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കാണെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് എ ബി ആൻഡ് സി എന്നാണ് പാർട്ണർഷിപ്പ് ഫേം ആണ് നടത്തുന്നത്. അവരുടെ പ്രോഫിറ്റ് എത്രയാണ് 2:2:1. ഓക്കെ, ഡി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ണർ, അതായത് 1/5 ഷെയറിൽ ഡി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യണം. ഡി എന്ത് ചെയ്തു 30,000 ക്യാപിറ്റലായിട്ടും 10,000 ഗുഡ് വില്ലായിട്ടും കൊണ്ടുവന്നു. ഓക്കെ, സോ എന്താണ് നമ്മുടെ അടുത്ത് എൻട്രി പാസ് ചെയ്യാനാണ് പറയുന്നത്. സോ ഈ ഒരു കേസിൽ അതായത് ഈ ഒരു കേസിൽ എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, ഡി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ണറിനെ ഇവർ അഡ്മിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ വേറൊരു പോയിന്റ് കൂടിയുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് ഇവിടെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ് 1/5 ഓഫ് ഷെയർ എന്നേ പറയുന്നുള്ളൂ.
ഓക്കെ, അതായത് ഡി എന്ന് പറയുന്ന പാർട്ണർക്ക് എന്താണ് 1/5 ഓഫ് ദ ഷെയർ ചെയ്യുന്ന പറയാം, അല്ലാതെ പുതിയൊരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇവിടെ പറയുന്നില്ല. സോ ഇങ്ങനത്തെ ഒരു കേസിൽ ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റും കൂടി പറയുന്നുണ്ട്. അതായത് ഈ ഫുള്ളി ന്യൂ പാർട്ണേഴ്സ് പ്രോഫിറ്റ് ഷെയറിംഗ് ഈസ് ഗിവൺ, then profit sacrificing ratio of old partner would be the same as old profit sharing ratio. ഓക്കെ, അതായത് ഇത് പാറ്റേൺ അല്ല, പാർട്ണറാണ്. അതായത് വേറെ ഒന്നല്ല പറയുന്നത്. അതായത് ഇവിടെ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യന് ഇപ്പം നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മുടെ പുതിയ പാർട്ണറിന്റെ ഷെയറിന്റെ കാര്യമേ പറയുന്നുള്ളൂ, അല്ലാതെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണെന്ന് പറയുന്നില്ല. സോ അങ്ങനത്തെ സിനാരിയോയിൽ എന്താണ് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കണം, അവരുടെ തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിരിക്കണം. ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നെയായിരിക്കും എന്താ പറയുക അവരുടെ പ്രോഫിറ്റ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് ഓൾറെഡി ഇവിടെ പറയുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ എന്താണ് പ്രോഫിറ്റ് സാക്രിഫൈസിങ് റേഷ്യോ കാണണ്ട, കാരണം എന്താണ് ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും എന്താ പറയുക പ്രോഫിറ്റ് സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു സിനാരിയോയിൽ ഡീന്ന് എത്ര രൂപ കിട്ടി, 30,000 10,000, അങ്ങനെ ടോട്ടൽ 40,000 കിട്ടി ബാങ്കിൽ നിന്ന്. ഇതിൽ എന്താണ് 10,000 എന്താണ് ഗുഡ് വില്ലാണ്. അത് ആർക്കൊക്കെയാണ്, അത് ഓൾഡ് പാർട്ണേഴ്സായ എ ബി സിക്ക് എന്താണ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പോകേണ്ടത്. അപ്പോൾ 10,000 എന്താണ് 2/5, 10,000 × 2/5 എന്ന് പറയുന്നത് 4,000, 4,000 2,000. ഇങ്ങനെ സി എന്ന് പറയുന്ന പാർട്ണർക്ക് ഗുഡ് വില്ല് അല്ല എ ബി സി എന്ന് പറയുന്ന പാർട്ണേഴ്സിന് ഗുഡ് വില്ല് ഷെയർ ചെയ്തു. ഇനി ബാക്കിയുള്ളത് എന്താണ് 30,000 എന്നാണ്, അത് ഡിയുടെ ക്യാപിറ്റലാണ്. അത് എന്ത് നമ്മൾ ഡിയുടെ ക്യാപിറ്റലിലേക്ക് എന്ത് പറയുന്നു ക്രെഡിറ്റ് ആയിട്ട് കാണിച്ചു. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു സിനാരിയോയിൽ വരുന്നത്. ഇനി എക്സാമ്പിൾ 2 നോക്കാം. അതായത് എ ആൻഡ് ബി ആർ ഈക്വൽ പാർട്ണേഴ്സ്, ദേ വാണ്ട് ടു ടേക്ക് സി എസ് തേർഡ് പാർട്ണർ ആൻഡ് ഫോർ ഹിസ് പർപ്പസ് ഗുഡ് വിൽ എത്രയാണ് 1,20,000 ആയിട്ട് വാല്യൂ ചെയ്തു. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ അടുത്ത് ജേർണൽ എൻട്രി ആണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സിനാരിയോ എങ്ങനെയാണ് നോക്കാം. സോ ഇവിടെ എന്താണ് ഇവിടെ ഓക്കെ, ഇവിടെ എന്താണ് ഇവിടെ ഈക്വൽ പാർട്ട്നേഴ്സ് ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നു. സോ എന്താണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്താണ് പുതിയ പാർട്ണർ എന്താണ് ഈക്വലി പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യേണ്ടത്. സോ ഈ ഒരു കേസിൽ എയുടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് 1/2 ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ ഷെയർ എത്രയായിരിക്കും 1/3 ആയിരിക്കും, കാരണം എയ്ക്കും ബിക്കും സിക്കും ഈക്വൽ ഷെയർ ആണല്ലോ. സോ ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ എന്താണ് എയുടെ സാക്രിഫൈസിങ് റേഷ്യോ 1/6 ആയിരിക്കും. ബി എന്ന് പറയുന്നത് 1/2 - 1/3. ഇപ്പൊ ബിയുടെയും സാക്രിഫൈസിങ് റേഷ്യോ 1/6 ആയിരിക്കും. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യണം, ഇത് ഇപ്പോൾ ഉള്ള ഗുഡ് വില്ലിന്റെ എത്ര ഷെയർ ആണെന്ന് നോക്കണം. അതായത് 1/6, 1,20,000 ആണ് എന്ത് പറയുക നമ്മുടെ ഫേമിന്റെ ഗുഡ് വില്ല്. ടോട്ടൽ ഗുഡ് വില്ലാണ് 1/20, അല്ലാതെ സി കൊണ്ടുവരുന്ന ഗുഡ് വില്ലല്ല. സോ ഇതെന്ത് ചെയ്യണം, എയ്ക്കും ബിക്കും എന്താണ് സാക്രിഫൈസിങ് റേഷ്യോയില് എന്താ പറയുക സിയുടെ ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് റിസീവ് ചെയ്യണം. സോ എത്രയാണ് 1,20,000 × 1/4 1,20,000 കിട്ടും. 1,20,000 × 1/6 20,000. അപ്പോൾ എത്രയാണ് 40,000. ഇത് എന്ത് ചെയ്യണം സി എന്ന് പറയുന്ന ആളുടെ ക്യാപിറ്റലിൽ നിന്ന് കുറച്ചിട്ട് എയ്ക്കും ബിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇനി എയും ബി ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. അവർക്ക് എന്താണ് സി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണറിനെ എന്താ പറയുക അഡ്മിറ്റ് ചെയ്യണം. അവരെത്രയാണ് 60,000 ഗുഡ് വിൽ ഉണ്ടോന്ന്. ഇനി ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 3:2:1 ആണ്. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ അടുത്ത് സാക്രിഫൈസിങ് റേഷ്യോ. എയുടെ സാക്രിഫൈസിങ് എന്താണ് 1/2 - 3/6. എക്ക് ആക്ച്വലി സാക്രിഫൈസിങ് റേഷ്യോ ഇല്ല, കാരണം എന്താണ് എയുടെ ഓൾഡ് റേഷ്യോ എത്രയാണ് 1/2 ആണ്. ന്യൂ റേഷ്യോ എന്താണ് 3/6 ആണ്. അപ്പൊ എക്ക് എന്താണ് പ്രോഫിറ്റ് ഷെയറിംഗിൽ സാക്രിഫൈസ് നടന്നിട്ടില്ല. ബിക്കാണ് സാക്രിഫൈസ്, കാരണം എന്താണ് ബിക്ക് 1/2 ആണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ എത്രയായി 2/6. അപ്പൊ എത്രയാണ് 1/6 എന്ത് ചെയ്തു പുള്ളിക്ക് എന്താ പറയുക സാക്രിഫൈസ് വന്നു. സോ എന്താണ് നമുക്കറിയാം എന്താണ് ഗുഡ് വില്ല് സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ണർക്ക് മാത്രമേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. സോ ഈ കേസിൽ എന്താണ് ബി ആണ് സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ എമൗണ്ട് എന്താണ് ബി എന്ന് പറയുന്ന ആളുടെ ക്യാപിറ്റലിലേക്ക് നമ്മൾ കാണിക്കണം. അപ്പൊ എന്താണ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 60,000 ടു ബീസ് ക്യാപിറ്റൽ 60,000. ഓക്കെ, ഇനി എന്താണ് നാലാമത്തെ എക്സാമ്പിൾ നോക്കാം. അതായത് എ ബി ആൻഡ് സി ഈക്വൽ പാർട്ണേഴ്സ് ആണ്. അവരെന്ത് ചെയ്തു ഡി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ണറിനെ കൊണ്ടുവരാൻ ആലോചിച്ചു. പുള്ളിക്ക് എത്രയാണ് 36,000 ആണ് ഗുഡ് വില്ലായിട്ട് വരുന്നത്.
ഇനി എന്താണ് നമ്മളത് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ വന്നിട്ടുണ്ട് 3:3:2:2. സോ ഈ ഒരു കേസിൽ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കാണണം. സോ എയുടെ എന്തായിരിക്കും 1/3 മൈനസ് 3/10. സോ 1/30 ആണ് എയുടെ സാക്രിഫൈസ് റേഷ്യോ. ബിയുടെ എന്തായിരിക്കും 1/3 മൈനസ് 3/10. സോ 1/30 തന്നെയാണ് എന്ത് പറയുക ബിയുടെയും സാക്രിഫൈസിങ് റേഷ്യോ. സിയുടെ എന്താണ് 1/3 മൈനസ് 2/10. അപ്പോൾ എത്രയാണ് 4/30 ആയിരിക്കും സിയുടെ സാക്രിഫൈസിങ് റേഷ്യോ. സോ ഗുഡ് വിൽ എന്നാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ട റേഷ്യോ 1:1:4 എന്ന റേഷ്യോയിലായിരിക്കും. ഓക്കെ, സോ ഗുഡ് വിൽ എത്രയാണ് 36,000 ആണ്. സോ അതെന്താണ് ബാങ്ക് വഴി വന്നു. ബാങ്ക് അക്കൗണ്ട് 36,000 ടു എസ് ക്യാപിറ്റൽ 6,000, ബിസ് ക്യാപിറ്റൽ 6,000, സിയുടെ ക്യാപിറ്റൽ 24,000. ഓക്കെ, അങ്ങനെ എന്താണ് ഡി എന്ന് പറയുന്ന പാർട്ണർ കൊണ്ടുവന്ന ഗുഡ് വില് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് എ ബി സിക്ക് സാക്രിഫൈസിങ് റേഷ്യോയിൽ നമ്മൾ ഷെയർ ചെയ്തു. എന്താണ് നമ്മുടെ അഡ്മിഷൻ ഓഫ് പാർട്ണേഴ്സിന്റെ സമയത്ത് എന്തൊക്കെ എൻട്രീസ് ആണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു കുറച്ച് എക്സാമ്പിൾ വഴി പറഞ്ഞത്. സോ നമുക്ക് മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം ഇൻ കേസ് നമ്മുടെ അടുത്ത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് തന്നെ നമ്മൾ എടുക്കണം. പിന്നെ രണ്ടാമത്തെ കേസിൽ ഇൻ കേസ് നമ്മുടെ ഓക്കെ ഈക്വൽ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു തന്നിട്ട് പുതിയൊരു പാർട്ണറിനെ അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ പുതിയ പാർട്ണറിന്റെ വേറെ ഡീറ്റെയിൽസ് എത്രയാണ് ഷെയറിംഗ് റേഷ്യോ എന്ന് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ പുതിയ പാർട്ണർക്ക് ഈക്വൽ പാർട്ണർ എന്ന രീതിയിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഗുഡ് വിൽ ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്നത് നോക്കാം. അത് സി കൊണ്ടുപോകുന്നതാണെന്ന് പറയുകയാണെങ്കിൽ ആ ഫുൾ എമൗണ്ട് സിയുടെ ക്യാപിറ്റലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ബാങ്ക് സി കൊണ്ടുപോകുന്നതെന്ന് പറയുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് ഫുൾ എമൗണ്ട് ബാക്കിയുള്ള ഓൾഡ് പാർട്ട്നേഴ്സിന് നമുക്ക് ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രോഫിറ്റ് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇനി സി കൊണ്ടുപോകുന്നതല്ല, ആ സി അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഗുഡ് വില് 1,20,000 ആണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ആ ഒരു 1,20,000 എത്രയാണ് സാക്രിഫൈസിങ് എയ്ക്കും, അതായത് ഓൾഡ് പാർട്ണർ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണെന്ന് നോക്കാം. അതിൽ ആ എമൗണ്ട് എന്ത് ചെയ്യുക സിയുടെ ക്യാപിറ്റലിൽ നിന്ന് എയ്ക്കും ബിക്കും ട്രാൻസ്ഫർ ചെയ്യുക. ഇനി വേറെ സിനാരിയോ പറയുന്നത്, അതായത് ഇൻ കേസ് പുതിയ ഒരു പാർട്ണർ വന്നു, പുതിയൊരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടായി. അതിൽ ഓൾഡ് പാർട്ണർക്ക് സാക്രിഫൈസ് അവരുടെ ഷെയറിൽ സാക്രിഫൈസ് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ ആ പാർട്ടിക്ക് ഗുഡ് വിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഏത് പാർട്ണർക്കാണ് സാക്രിഫൈസിങ് ഷെയർ സാക്രിഫൈസ് ആയേക്കുന്നത് ആ പാർട്ണർക്ക് മാത്രമേ ഗുഡ് വില് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇനി പറയുന്നത് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോയിലായിരിക്കും പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ് വില് ഷെയർ ചെയ്യുക. അതാണ് നാലാമത്തെ എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ എക്സാമ്പിൾസ് ഒക്കെ കണ്ടല്ലേ. ഇനി നമുക്ക് ഒരു ഇലസ്ട്രേഷൻ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, സോ നമുക്ക് തേർഡ് ഇലസ്ട്രേഷനിലേക്ക് പോവാം. താഴെ പറയുന്നത് യെല്ലോ ആൻഡ് ഗ്രീൻ എന്ന് യെല്ലോ ആൻഡ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. സോ ഇതിൽ ട്രേഡ് പേബിൾസ് ഉണ്ട്, അവിടെ ക്യാപിറ്റൽ ഉണ്ട്, പിന്നെ ക്യാഷ് ഉണ്ട്, സൺട്രി അസറ്റ്സ് ഉണ്ട്. ഓക്കെ, പാർട്ണേഴ്സ് ഷെയർ ചെയ്യുന്ന പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 3:2 ആണ്. ഓക്കെ, പിന്നെ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു പാർട്ണറിനെ അഡ്മിറ്റ് ചെയ്തു. പുള്ളിയുടെ അടുത്ത് 20,000 ക്യാപിറ്റലായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഗുഡ് വിൽ 3 years പർച്ചേസ് ഓഫ് ആവറേജ് 4 years പ്രോഫിറ്റ് ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ 4 കൊല്ലത്തെ പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 9,000, 14,000, 12,000, 13,000. ഓക്കെ, പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 6:5:5 ആണ്. നമ്മളടുത്ത് ജേണൽ എൻട്രീസും അതുപോലെ തന്നെ ഗുഡ് വില്ല് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഇതിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. സോ ഓൾഡ് ഷെയർ എത്രയായിരുന്നു 3:2 ആയിരുന്നു അല്ലേ. സോ യെല്ലോയുടെ 3/5, ഗ്രീനിന്റെ 2/5. ഓക്കെ, 3:2 എന്ന് പറഞ്ഞ റേഷ്യോ. ന്യൂ റേഷ്യോ എന്തായിരിക്കും? ന്യൂ റേഷ്യോ പറയുന്നത് 6:5:5. ഇപ്പൊ 6/16 5/16. സോ ഇവിടെ പ്രോഫിറ്റ് സാക്രിഫൈസ് റേഷ്യോ 18/18, 7/18 ആണ്. അപ്പൊ 18:7 ആണ് ഇവരുടെ പ്രോഫിറ്റ് റേഷ്യോ, പ്രോഫിറ്റ് സാക്രിഫൈസിങ് റേഷ്യോ. ഇനി ഗുഡ് വില് കമ്പ്യൂട്ട് ചെയ്യണം. സോ ആവറേജ് മെത്തേഡാണ് പറയുന്നത്.
സോ നമ്മൾ സിമ്പിൾ ആവറേജ് ആണ് എടുക്കുന്നത്. സോ എന്താണ് 4 കൊല്ലത്തെ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ 4, 12,000 ആണ് എന്താ പറയുക ആവറേജ് പ്രോഫിറ്റ് വരുന്നത്. ഗുഡ് വിൽ എത്രയാണ്? 12,000 ഇൻറ്റു 3 ഇയേഴ്സ് പർച്ചേസ് ആണ്. സോ 36,000 ആണ് എന്ത് പറയുക ഗുഡ് വില്ല് വരുന്നത്. ഓക്കെ, ഇതെന്താണ് കമ്പനിയുടെ അസ് എ വോൾ പ്രോഫിറ്റ് ആണ്. ഇതിലെന്താണ് ബ്ലാക്കിന്റെ ഷെയർ എത്രയായിരിക്കും? ബ്ലാക്കിന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 36,000 ബൈ 16 ഇൻറ്റു 5 എന്നാണ് പുള്ളിയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. 5/16 ആണ് പുള്ളിയുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. അപ്പൊ ബ്ലാക്കിന്റെ ഗുഡ് വിൽ വരുന്നത് 11,250 ആണ്. ഓക്കെ, ഈ എമൗണ്ട് ആണ് എന്ത് പറയുക നമ്മൾ യെല്ലോയ്ക്കും ഗ്രീനിനും ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ, സോ എന്താണ് ബ്ലാക്ക് എത്ര രൂപ കൊണ്ടുവന്നു ക്യാപിറ്റലായിട്ട്? 20,000 ഫുൾ എന്താ പറയുക പുള്ളി ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇതിൽ എത്രയാണ്? ഇതിൽ 11,250 എന്നാണ് പുള്ളിയുടെ എന്താ പറയുക ഗുഡ് വില്ലിന്റെ ഷെയർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. സോ ഈ 11,250 എന്നാണ് ബ്ലാക്ക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു യെല്ലോസ് ക്യാപിറ്റലും വൈസ് ക്യാപിറ്റൽ എന്താണ് നമ്മുടെ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ടുള്ള 18:7 എന്ന് പറയുന്ന റേഷ്യോയിൽ നമ്മൾ എന്താ പറയുക ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ എന്താണ് ഗുഡ് വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നടന്നു. ഇനി പറയുന്നതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് ക്യാഷ് എത്രയാണ്? ഇവിടെ ബാങ്കിൽ നമ്മുടെ ഇത് ചെയ്തപ്പോൾ 10,000 ആയിരുന്നു ക്യാഷ് ബാലൻസ്. ഇപ്പൊ 20,000 എന്നാണ് നമ്മുടെ ഇത് വന്നു, ബാങ്കിലേക്ക് ക്യാപിറ്റൽ വന്നു. അപ്പൊ എത്രയാണ്? 30,000 ആയി. സൺട്രി അസറ്റ്സിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, 55,000 തന്നെ വരും. ഓക്കെ, പിന്നെന്താണ് എക്സ്ട്രാ വന്നേക്കുന്നതാണ് ട്രേഡ് പേബിൾസിൽ മാറ്റം ഉണ്ടാവില്ല, 20,000. ക്യാപിറ്റൽ എങ്ങനെയാണ് മാറ്റം വരിക? നേരത്തെ എല്ലോടെ ക്യാപിറ്റൽ എത്രയായിരുന്നു? 25,000 ആണ്. ഓക്കെ, ഇതിന്റെ കൂടെ എന്ത് വരും? 8,100 കൂടി ആഡ് ആയി വരും, ഗുഡ് വില്ല് ട്രാൻസ്ഫർ ചെയ്ത്. അപ്പൊ എല്ലോടെ ക്യാപിറ്റൽ 33,100 വന്നു. പിന്നെ എന്താണ് ഗ്രീനിന്റെ ക്യാപിറ്റലിൽ 20,000 ആയിരുന്നു, 3,150 കൂടി ആഡ് ആയി മറ്റേ ബ്ലാക്കിന്റെ ഗുഡ് വില്ല് വന്നത് ഇതൊന്നും. പിന്നെ എന്താണ് ബ്ലാക്ക് എത്രയാണ് ഗുഡ് വില്ല് കൊണ്ടുവന്നത്? 20,000. പക്ഷെ എന്താണ് അതിൽ 11,250 എന്നാണ് ഗുഡ് വില്ല് നമ്മൾ എന്താണ് ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്തു. ഓക്കെ, 20,000 നിന്ന് 11,250 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8,750. അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് മാച്ച് ആവും. ഓക്കെ, സിമ്പിൾ ആണ്. ഇനി എന്താണ് പറയുന്നത് മോളിലത്തെ ഇല്ലസ്ട്രേഷൻ 3യിൽ എന്താണ് അതിൽ എന്താണ് ഗുഡ് വില്ല് എന്ത് ചെയ്ത് ക്യാഷിലാണ് ബ്രോട്ട് ചെയ്തതെന്ന് വിചാരിക്കാം. അതായത് എന്താണ് ഓക്കെ, ആ 11,250 എന്താണ് ബ്ലാക്ക് എന്ന് പറയുന്ന ആള് എന്താണ് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നേക്കാണ്. അതായത് മൊത്തം 20,000 എന്താ പറയാ പുള്ളി ക്യാപിറ്റൽ കൊണ്ടുവന്നു. അതിന്റെ കൂടെ 11,250 കൂടി പുള്ളി എന്ത് ചെയ്തു? പുള്ളി ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു, ഗുഡ് വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നായിരിക്കാം. അപ്പൊ എന്താണ് ടോട്ടൽ 31,250. അതായത് ഈ 31,250 എന്ന് പറയുന്നത് എന്താണ് 20,000 പ്ലസ് 11,250 ഗുഡ് വില്ല്. ഇത് ഫുൾ എന്താണ് ബ്ലാക്ക് എന്ന് പറഞ്ഞ ആള് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു. ഇതിൽ എന്താണ് 20,000 എന്താണ് ബ്ലാക്കിന്റെ ക്യാപിറ്റലിലേക്ക് പോകും. ബാക്കി എന്താണ് 8,100 3,150 എല്ലാം ഈ ഗെയിലും സാക്രിഫൈസിങ് റേഷ്യോയിലും നമ്മൾ ഇത് ചെയ്യും. സോ ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ എന്താണ് ക്യാഷ് എത്ര വന്നു? 10,000 പ്ലസ് 31,250. സോ 41,250 ക്യാഷ് ആയിട്ട് വന്നു. യെല്ലോയുടെ എത്രയാണ്? 33,100, ഗ്രീൻ 23,150. ബ്ലാക്കിന്റെ ക്യാപിറ്റൽ എത്രയാണ്? 20,000 ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇല്ലസ്ട്രേഷനിൽ ഒരു വേറൊരു ചേഞ്ച് വരുത്താണ്. അതായത് ഇതെന്താണ് ക്യാഷ് ആയിട്ട് ഗുഡ് വില്ല് കൊണ്ടുവന്നു. പക്ഷെ എന്ത് ചെയ്തു? ഈ ഗുഡ് വില്ല് എന്താണ് ഈ യെല്ലോയും ഗ്രീനും വിഡ്രോ ചെയ്തു. ഓക്കെ, അത് സിമ്പിൾ ആണ്. അതായത് ഇവിടെ ക്യാപിറ്റൽ ആയിട്ട് കാണിക്കേണ്ട പകരം ആ എമൗണ്ട് എന്താണ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തായിട്ട് കാണിക്കുക യെല്ലോയും. അപ്പൊ എന്താണ് നമ്മൾ ആദ്യം ഈ എൻട്രീസ് ഒക്കെ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ആദ്യം നമ്മളാണ് ഈ 2 എൻട്രീസ് അങ്ങോട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യണം. എന്നിട്ട് എന്താണ് ആ എമൗണ്ട് ബാങ്കിൽ നിന്ന് യെല്ലോയും ഗ്രീനും കൂടി വിഡ്രോ ചെയ്തായിട്ട് കാണിക്കണം. സോ 8,000 3,000 എന്താണ് 8,150 8,100 3,150 എന്താണ് ഇവര് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തായിട്ട് കാണിക്കും. സോ ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ എന്താണ് യെല്ലോയുടെ 25,000 ആയിരിക്കും, ഗ്രീനിന്റെ 20,000 ആയിരിക്കും, ബ്ലാക്കിന്റെ 20,000 ആയിരിക്കും. സോ ഈ ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം തേർഡ് ഇല്ലസ്ട്രേഷനിലെ എടുക്കണ്ട. ഓക്കെ, ഈ ഒരു ഫോർത്ത് ഇല്ലസ്ട്രേഷനിലെ ഈ ഒരു എൻട്രി പാസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ എൻട്രി പാസ് ചെയ്യണം. ഓക്കെ, ഇനി പറയുന്നത് എന്താണ് ഇല്ലസ്ട്രേഷൻ 6 ആണ്. ഇല്ലസ്ട്രേഷൻ 6 എന്താണ് പറയുന്നത് ഇല്ലസ്ട്രേഷൻ 3യിൽ എന്താണ്
ഗുഡ് വിൽ എന്താണ് പ്രൈവറ്റ്ലി പേ ചെയ്തതായിട്ട് കാണിക്കുകയാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ, അതായത് ഈ ഗുഡ് വിൽ എന്താണ് നേരെ നമ്മുടെ കമ്പനിയിലെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യില്ല. പകരം എന്താണ് വൈക്കും യെല്ലോയ്ക്കും ഗ്രീനും അവർക്ക് പേഴ്സണലി ആണ് ഈ ഗുഡ് വിൽ പേ ചെയ്തത്. അപ്പൊ എന്താണ് നമ്മളിവിടെ ഗുഡ് വില്ലിന്റെ ഒരു കാര്യം ബുക്സിലേക്ക് വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. നമ്മൾ ബ്ലാക്കിന്റെ ക്യാപിറ്റൽ കൊണ്ടുവന്ന് മാത്രം കാണിച്ചാൽ മതി. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 20,000 ടു ബ്ലാക്ക് ക്യാപിറ്റൽ 20,000. അപ്പൊ എത്രയാണ്? ക്യാഷിൽ 20,000 കൂടും, ബ്ലാക്കിന്റെ ക്യാപിറ്റൽ 20,000 കൂടും, ബാലൻസ് ഷീറ്റ് മാച്ച് ആവും. ഇവിടെ ഗുഡ് വില്ലിന്റെ കാര്യമൊന്നും കാണിക്കാത്ത കാരണം അത് പേ ചെയ്തേക്കുന്ന പ്രൈവറ്റ്ലി ആണ്. അതായത് ഈ ഗുഡ് വില്ലൊക്കെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കാണിച്ചു. അപ്പൊ പറയുകയാണ് ബ്ലാക്ക് പറയുകയാണെങ്കിൽ ഓക്കെ, യെല്ലോ ഗ്രീനെ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ബുക്സ് വഴി കാണിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട, ഞാൻ നിങ്ങൾക്ക് ഈ പൈസ നേരെ നിങ്ങൾക്ക് പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഇട്ടാന്നേക്കാം. ഓക്കെ, അപ്പൊ യെല്ലോയും ഗ്രീനാണ്. ഓക്കെ, ശരി, അവർക്ക് നഷ്ടമൊന്നുമില്ല. കാരണം ഒന്നല്ലെങ്കിൽ ഇത് ഇവരുടെ ക്യാപിറ്റലിൽ കയറി കിടക്കും, അല്ലെങ്കിൽ ഇവരുടെ ക്യാപിറ്റലിലേക്ക് വന്നിട്ട് ഇവർ വിഡ്രോ ചെയ്യണം. സോ അതിന് പകരം അവര് പുള്ളി ബ്ലാക്ക് പുതിയ പാർട്ണർ പേഴ്സണലി വന്നോട്ടെ. സോ ബുക്സിൽ അത് കാണിക്കേണ്ടേ പറ്റില്ല. ഓക്കെ, അങ്ങനെ. ഇനി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് വരുമ്പോൾ എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, ഗുഡ് വില്ലിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയാം. സോ ഇലസ്ട്രേഷൻ നോക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു കേസിലും ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്യാപിറ്റൽ അക്കൗണ്ട് വഴിയാണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. ഓക്കെ, സോ ഇത് ABC ഈ മൂന്നുപേര് ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. ഓക്കെ, ഈക്വൽ പാർട്ട്നേഴ്സ് പറയുമ്പോൾ 1:1:1. ഓക്കെ, പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ ചേഞ്ച് വരുത്തി എത്രയാണ്? 4:3:2 ആക്കി. സോ ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ എന്തായിരിക്കും? ABC ഈക്വൽ പാർട്ട്നേഴ്സ്. പ്രോഫിറ്റ് ഷെയർ റേഷ്യോ വരുമ്പോൾ ചേഞ്ച് വരുമ്പോൾ എന്ത് പറ്റും? ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് ലോസ് വരും. പക്ഷെ വേറെ ഏതെങ്കിലും പാർട്ട്ണർക്ക് അത് ഗെയിൻ ആയിട്ടും വരും. ഓക്കെ, സോ ഇത് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. അല്ലാതെ വേറെ എക്സ്ട്രാ പുറത്തുനിന്ന് മണി വരിക അങ്ങനെ സാക്രിഫൈസിങ് റേഷ്യോ ഉണ്ട്, പക്ഷെ അത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് തമ്മിലായിരിക്കും. സോ അതെങ്ങനെയാന്ന് നോക്കാം. സോ ഗുഡ് വിൽ ഓഫ് ദ ഫേം 90,000 ആണ് പറയുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് ചേഞ്ച് വന്നതെന്ന് നോക്കാം. ഓക്കെ, സോ എയുടെ ഇതെങ്ങനെയാണ്? എക്ക് ആദ്യം 1/3 ആയിരുന്നു. പക്ഷെ ഇപ്പൊ എത്രയായി? 4/9. അപ്പൊ 1/3 കൂടി. പുള്ളിക്ക് ഗെയിൻ ആണ്. എക്ക് ഗെയിൻ ആണ് വന്നേക്കുന്നത്. ഗെയിൻ എത്രയാണ്? 1/9. ബിയുടെ നോക്കാം. ബിക്ക് നേരത്തെ 1/3 ആയിരുന്നു. ഇപ്പൊ എത്രയാണ്? ഇപ്പോഴും 1/3 തന്നെ. 3/9 ആണല്ലോ, അത് 1/3 തന്നെയാണ്. അപ്പൊ ബിക്ക് വേറെ ഗെയിനോ ലോസോ ഒന്നുമില്ല, 0 ആണ്. സിക്ക് സിക്ക് നേരത്തെ 1/3 ആയിരുന്നു. ഇപ്പൊ എത്രയായി? 2/9. അപ്പൊ സിക്ക് ലോസ് ഉണ്ട് 1/9. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എക്ക് വന്ന ഗെയിൻ സിക്ക് വന്ന ലോസാണ്. ഓക്കെ, ഇങ്ങനെ എടുക്കാം. എക്ക് വന്ന ഗെയിൻ എന്ന് പറയുന്നത് സിയുടെ ലോസ് ആണ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ വേണ്ടത്. സോ എന്ത് ചെയ്യും? നമ്മൾ ക്യാപിറ്റലിലേക്ക് 90,000 ആണ് ഗുഡ് വിൽ എന്ന് മനസ്സിലായി. അപ്പൊ 90,000 × 1/9. അപ്പൊ 10,000 ആണ് എക്ക് ഗെയിൻ ആയതും സിക്ക് ലോസ് ആയതും. അപ്പൊ ഇത് ഈ എമൗണ്ട് സിക്ക് കൊടുക്കേണ്ടതാണ്. സോ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറയണം. അപ്പൊ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 10,000, സിയുടെ ക്യാപിറ്റൽ കൂടണം. സോ സിയുടെ ക്യാപിറ്റലിന് ക്രെഡിറ്റ് 10,000. ഓക്കെ, പ്രോബ്ലം സോൾവ്. ഇനി ഇലസ്ട്രേഷൻ 8. അതിലെന്താ പറയുന്നത്? AB and C are partnership ഫേംസ്. ഷെയർ ആൻഡ് പ്രോഫിറ്റ് എത്രയാണ്? 4:3:3. They decide to change. പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചു. എത്രയാണ്? 7:7:6. ഓക്കെ, ഗുഡ് വിൽ എത്രയാണ്? ഫേമിന്റെ ഗുഡ് വിൽ ടോട്ടൽ എത്രയാണ്? 20,000 ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. സോ ഇതിലെന്താണ് നമ്മുടെ സാക്രിഫൈസിങ് റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. എന്നിട്ട് ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാം. ഈ കേസിൽ എയുടെ ന്യൂ ഷെയർ എത്രയാണ്? 7/20. ഓൾഡ് ഷെയർ എത്രയാണ്? 4/10. ഓക്കെ, സോ 8/10, അതായത് 8/20. അതായത് എക്ക് ഇത് ലോസ് ആണ്. കാരണം 4/10 ഇത് നമ്മൾ ഈക്വൽ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആകുമ്പോൾ 8/20 ആണ്. 8/20 ഉണ്ടായിരുന്നു, ഇപ്പൊ 7/20. അപ്പൊ എക്ക് ഇത് ലോസ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, എക്ക് ലോസ് ആണ്. ബിക്ക് 7/20 എന്തായി? 3/10 ആയി. അപ്പൊ ഇത് എത്രയായി? 6/10. 6/20 ഈക്വൽ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആക്കുമ്പോൾ അപ്പൊ ബിക്ക് ഇതൊരു ഗെയിൻ ആണ്. ഓക്കെ, പക്ഷെ സിയെ സംബന്ധിച്ച് 6/20 ആണ്, 3/10 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. കാരണം ഇത് 6/20 ആവും. സോ
ഇത് ഈക്വൽ ആണ് 6/20 6/20 ഓൾഡ് ഷെയറും ന്യൂ ഷെയറും ഈക്വൽ ആണ്. അപ്പൊ പുള്ളിക്ക് എന്താണ് വേറെ ഒന്നുമില്ല. അപ്പൊ എന്താണ് എയുടെ ലോസ് എന്ത് ചെയ്യണം, ബി റീഇംബേഴ്സ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് എക്ക് എത്രയാണ് ഗെയിൻ 1/20 ഇത് ഷെയർ ആണ്. എ സാക്രിഫൈസ് ചെയ്യണം 1/20 തന്നെ. അപ്പൊ 20,000 1/20,000 ഇതെന്ത് ചെയ്യണം ബിയുടെ അക്കൗണ്ടിൽ നിന്ന് എയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ എന്താണ് ബിയുടെ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യണം 1000 വെച്ചിട്ട്, എയുടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം 1000 വെച്ചിട്ട്. ഓക്കെ, ഇനി 4 പാർട്ട്നേഴ്സിനാണ് എ ബി സി ഡി. ഇവരെന്താണ് പാർട്ട്ണർ ഈക്വലി ആയിരുന്നു ഇവർ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്ത് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 3:3:2 എന്ന് പറയുന്ന റേഷ്യോയിലെത്തി. സോ ഇവിടെ ഗുഡ് വില്ല് കമ്പ്യൂട്ട് ചെയ്യാനാണ്. എക്ക് എങ്ങനെയായിരിക്കും, എക്ക് ഇപ്പോഴത്തെ ഷെയറത്തിലാണ് 3/10, പണ്ടത്തെ തരത്തിലാണ് 1/4. അപ്പൊ 1/20 ഗെയിൻ വന്നു. ഓക്കെ, ബിക്ക് എന്താണ് 3/10 ആണ് 1/4. അപ്പൊ എന്താണ് സെയിം തന്നെ, ബിക്കും ഗെയിൻ ആണ് വന്നത്. സിക്ക് എന്ത് പറ്റി, സിക്ക് 1/4 ആയിരുന്നു, ഇപ്പൊ എത്രയാണ് 2/10. അപ്പൊ എന്താണ് സിക്ക് ഇത് ലോസ് ആണ് വന്നേക്കുന്നത്. ഡിക്ക് എന്താണ്, ഡിക്കും ഇത് ലോസ് ആണ് വന്നേക്കുന്നത്. സെയിം റേഷ്യോ തന്നെയാണല്ലോ, കാരണം ഈക്വലി ആയിരുന്നു, ഇപ്പൊ 2:2 ആയി. സോ എന്താണ് ഇവിടെ എന്താണ് ഇവിടെ എക്കും ബിക്കും ഗെയിൻ വന്നു, സിക്കും ഡിക്കും ലോസ് ആയി. അപ്പൊ എന്താണ് എയും ബി എന്താണ് സിയുടെയും ഡിയുടെയും ലോസ് ഗുഡ് വില്ലിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. സോ എയുടെ ക്യാപിറ്റൽ കുറയണം 1000. ഓക്കെ, ഇവിടെ എന്തിനാണ് ഗുഡ് വില്ല് പറയുന്നത് 20,000 ആണ്. ഓക്കെ, 20,000 1/20, അപ്പൊ 1000 ഈച്ച് വെച്ചിട്ട്. അപ്പൊ എയും ബി എന്നാണ് 1000 ഈച്ച് വെച്ചിട്ട് ഇവിടെ ക്യാപിറ്റലിൽ നിന്ന് സാക്രിഫൈസ് ചെയ്യണം. എന്നിട്ട് എന്താണ് സിക്കും ഡിക്കും ആ 1000 റുപ്പീസ് കൊടുക്കാൻ വേണം. ഓക്കെ, ഇനി ഗുഡ് വില്ല് റിട്ടയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് പാർട്ണറിന്റെ ഡെത്തിന്റെ സമയത്ത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. ഡെത്തിന്റെ സമയത്ത് എന്താണ് കണ്ടിന്യൂയിങ് പാർട്ണേഴ്സിന് എന്താണ് ഈ ഗുഡ് വില്ലിന്റെ എമൗണ്ട് ഗെയിൻ ആവും. ഓക്കെ, ഈ ഗെയിൻ എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് ഇവർ ഷെയർ ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇത് റിട്ടയറിംഗ് പാർട്ണർക്ക് എന്താണ് ഈ ഷെയർ ഗുഡ് വില്ലിന്റെ ഷെയർ എന്ത് ചെയ്യണം ഗെയിനിങ് റേഷ്യോയിൽ കൊടുക്കുകയും വേണം, പേ ഓഫും ചെയ്യണം. സോ ഇനി ഡെത്തിന്റെ കേസ് ആണെങ്കിലും എന്താണ് കണ്ടിന്യൂയിങ് പാർട്ണേഴ്സ് എന്താണ് ഈ ഗുഡ് വിൽ എന്താണ് അവരുടെ ഡിസീസ്ഡ് പാർട്ണർക്ക് പേ ചെയ്യുകയും വേണം. സോ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് എ ബി ആൻഡ് സി ഈക്വൽ പാർട്ണേഴ്സ് ആണ്. സി എന്ത് ചെയ്തു, സിക്ക് റിട്ടയർ ചെയ്യണം. അപ്പൊ എന്താണ് 90,000 ആണ് എന്ന് പറയുക ഗുഡ് വില്ല് വാല്യൂ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈക്വൽ പാർട്ണേഴ്സ് ആയതുകൊണ്ട് സിയുടെ ഷെയർ എത്രയായിരിക്കും 1/3, അതായത് 30,000 ആയിരിക്കും. സോ എയും ബിയും കൂടി എന്താണ് ഈ 30,000 എന്നാണ് സിക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ എന്താണ് ഈക്വൽ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഈക്വൽ ആണല്ലോ. അപ്പൊ എന്താണ് എയും ബി എന്നാണ് 15,000 വെച്ചിട്ട് എന്താ പറയുക ഡെബിറ്റ് ചെയ്യുകയും സിയുടെ ക്യാപിറ്റലിലേക്ക് ഈ 30,000 കൊടുക്കും. എന്നിട്ട് എന്താണ് ഇത് കഴിയുമ്പോൾ എന്താണ് നോർമൽ റിട്ടയർ ആവുന്ന സമയത്ത് എന്താണ് ഈ 30,000 കൂടി എന്താണ് സിക്ക് കമ്പനിയിൽ നിന്ന് പേയ്മെന്റ് പോകും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നമ്മൾ 2 ഇലസ്ട്രേഷനും കൂടി ഉണ്ട്. സോ അത് പെട്ടെന്ന് നോക്കാം. അതായത് ആൻഡോ ബാൻഡോ ചിൻഡോ പാർട്ണർഷിപ്പ് ഫേം ആണ്. പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 3:4:3 ആണ്. ഇവിടെ ഫേം എന്താണ് അക്കൗണ്ട്സ് ഓഫ് ദ ഫേം വർ മെയ്ഡ് ഓഫ് 31 മാർച്ചിലാണ് ഇതിൽ ഈ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഓൺ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ, അതായത് ഒരു പാർട്ണർ റിട്ടയർ ചെയ്തു. ഗുഡ് വിൽ എന്താണ് വാല്യൂ ചെയ്യേണ്ടത് 3 years പർച്ചേസ് ഓഫ് പ്രോഫിറ്റിലാണ്. ഓക്കെ, പാസ്റ്റ് 4 yearsന്റെ എന്താ പറയുക ആവറേജ് പ്രോഫിറ്റിൽ പക്ഷെ എന്താണ് ആ പാസ്റ്റ് 4 yearsൽ എന്താണ് നമ്മൾ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻട്രസ്റ്റും റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സും ഡിഡക്ട് ചെയ്യണം. ആ ഡിഡക്ട് ചെയ്ത എമൗണ്ടിന്റെ ആവറേജ് പ്രോഫിറ്റ് എടുത്തിട്ട് അത് 3 years ഓഫ് പർച്ചേസ് ആയിട്ട് കണ്ടിട്ട് വേണം ഗുഡ് വില്ല് കമ്പ്യൂട്ട് ചെയ്യാൻ. ഫസ്റ്റ് ഏപ്രിൽ എന്താണ് ആൻഡോ റിട്ടയർ ആയി. എന്താ അഗ്രീഡ് ഹിസ് അഗ്രിമെന്റ് ടു അഡ്ജസ്റ്റ് ഗുഡ് വില്ല് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ എന്താണ് ഇറ്റ് ഈസ് അഗ്രീസ് ദാറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ് 6,50,000 പറയുന്നുണ്ട്. ബാൻഡ് ആൻഡ് ചിൻഡോ ഈ പാർട്ണർഷിപ്പ് ഫേം കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഷെയറിംഗ് പ്രോഫിറ്റ് ഈക്വലി എന്നുള്ള റേഷ്യോയിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യും. ഓക്കെ, ഫോളോയിങ് അതായത് താഴെ പറയുന്നതാണ് കഴിഞ്ഞ 4 കൊല്ലത്തെ പ്രോഫിറ്റ് 2,60,000, 2,75,000, 2,65,000, 2,80,000 വരും. നമ്മളടുത്താണ് ഗുഡ് വില്ല് കമ്പ്യൂട്ട് ചെയ്യുകയും അതിൻ്റെ എന്താണ് അഡ്ജസ്റ്റ്മെന്റ് വരുത്താനാണ് പറയുന്നത്. സോ ആദ്യം നമ്മൾ ഗുഡ് വില്ല് വാല്യൂ ചെയ്യണം. ഗുഡ് വില്ല് അല്ലെങ്കിൽ 4 കൊല്ലത്തെ പ്രോഫിറ്റ് ടോട്ടൽ എടുത്തു. ഇതിന്റെ ആവറേജ് പ്രോഫിറ്റ് എടുത്തു, സിമ്പിൾ ആവറേജ് 10,40/4. ഇനി എന്താണ് ഇതിന്റെ അവിടെ ഇൻട്രസ്റ്റും പിന്നെ എന്താണ് പാർട്ണേഴ്സ് റെമ്യൂണറേഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് എത്രയാണ് 12%. എന്തിന്റെ 12%? ക്യാപിറ്റൽ എംപ്ലോയി 6,50,000
12%. 78,000. 6,50,000 12% 78,000. ഇനി പാർട്ണറിന്റെ സാലറി അത് എത്രയാണ്? 2,000. എന്തിനാണ്? 2,000 പെർ മന്ത് ഫോർ ഈച്ച് പാർട്ണേഴ്സ്. അപ്പൊ ഒരു കൊല്ലം എന്താണ്? 2,000 ഇൻറ്റു 12 ഇൻറ്റു 3 72,000 ഒരു എന്താണ് ഫുൾ പാർട്ണേഴ്സ് സാലറി ആയിട്ട് പോകും. അപ്പൊ എന്താണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്ന ആവറേജ് എത്രയാണ്? ഇതിൽ നിന്ന് 2,70,000 ഈ രണ്ട് എമൗണ്ടും കുറയ്ക്കുക. അപ്പൊ 1,20,000 ആണ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ്. ഇതെന്താണ് 3 ഇയേഴ്സിലെ പർച്ചേസ് പ്രോഫിറ്റ് ആയിട്ട് കാണിക്കുമ്പോഴാണ് ഗുഡ് വിൽ. അപ്പൊ ഗുഡ് വിൽ എത്ര കിട്ടി? 3,80,000. ഇത് എത്രയാണ്? ഇതിൽ നിന്ന് ആൻഡോയുടെ ഷെയർ എത്രയായിരിക്കും? ഓൾഡ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ 3/10 ആയിരിക്കും. ഓക്കെ, 3:4:3 ആണല്ലോ. അപ്പൊ ആൻഡോയ്ക്ക് 3/10. അപ്പൊ 1,80,000 ആണ് എന്താ പറയുക ആൻഡോയുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ. ഇതെന്താണ്? ഇത് ബാൻഡോയും ചിൻഡുവിനെയും ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ട് ആൻഡോയുടെ ക്യാപിറ്റലിലേക്ക് കൊണ്ടുവരണം. അത് എന്ത് റേഷ്യോയിലായിരിക്കും? അത് ഓൾഡ് റേഷ്യോയിൽ തന്നെ ഓൾഡ് റേഷ്യോയിലല്ല, ഗെയിനിങ് റേഷ്യോ. അതായത് ബാൻഡോയും ചിൻഡോയുടെയും ഗെയിനിങ് റേഷ്യോയിലായിരിക്കും ഇത് ഷെയർ ചെയ്യുക. കാരണം എന്താണ്? ചിൻഡോ റിട്ടയർ ആവുമ്പോൾ എന്താണ് ഈ ഫ്യൂച്ചറിലുള്ള ഗുഡ് വിൽ ഇവർക്കാണല്ലോ. ആ ഒരു ബേസിലാണ് നമ്മൾ പറയുന്നത് ബാൻഡോയുടെ ചിൻഡോയുടെ ഗെയിനിങ് റേഷ്യോയിലായിരിക്കും. അപ്പൊ എന്താണ് ആൻഡോയുടെ എത്രയാണ്? ഓൾഡ് ഷെയർ 3/10 ആണ്. ഓക്കെ, ന്യൂ ഷെയർ ആൻഡോ റിട്ടയർ ആവുകയാണല്ലോ. അപ്പൊ ന്യൂ ഷെയർ ഒന്നുമില്ല. അപ്പൊ പുള്ളിക്ക് എന്താണ് 3/10 ലോസ് ആണ്. ബാൻഡോയ്ക്ക് എത്രയാണ്? 1/2 ഈക്വലി ആണല്ലോ ചിൻഡോയും ബാൻഡോയും ഷെയർ ചെയ്യുന്നത്. ബാൻഡോയുടെ ഓൾഡ് ഷെയർ 4/10 ആണ്. അപ്പൊ പുള്ളിയുടെ എന്താണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് 1/10 ആണ്. 4/10 ഉണ്ടായത് ഇപ്പൊ എന്താണ് 1/2 ആയി. ഇനി ചിൻഡോയുടെ എത്രയാണ്? 3/10 ഉണ്ടായത് 1/2 ആയി. അപ്പൊ എത്രയാണ്? 2/10 ആയി. സോ 1:2 എന്ന റേഷ്യോയില് ഓക്കെ 1,08,000 എന്താണ് 1:2 എന്ന് പറഞ്ഞ റേഷ്യോയില് 36,000 ചിൻഡോയുടെ 78,000 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട് മീൻസ് ക്യാപിറ്റലിൽ നിന്ന് കുറച്ചിട്ട് ആൻഡോയുടെ ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, അടുത്ത ഇലസ്ട്രേഷൻ നോക്കാം. ഇത് ഇത്തിരി വലുതാന്ന് തോന്നും, പക്ഷെ സിമ്പിൾ ആണ്. ക്യൂവും എയും പാർട്ണർഷിപ്പ് ഫേമിലാണ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈക്വലി 5:3 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നത്. എന്നാണ് ഫസ്റ്റ് ഏപ്രിൽ എന്ത് ചെയ്തു? ഇവര് AG എന്ന് പറയുന്ന ഒരാളെ അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനിച്ചു. AG എത്രയാണ്? 2 lakh ക്യാപിറ്റൽ കൊണ്ടുവരും. 1/4 ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവും. ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്ന് പറയുന്നത് 2:1:1 ആയിരിക്കും. പിന്നെ എന്താണ് സിയുടെ സാലറി എത്രയാണ്? 2,000 പെർ മന്ത് ഉണ്ട്. അതെന്ത് ചെയ്തു? റിവൈസ് ചെയ്തിട്ട് 3,000. അപ്പൊ പുള്ളി അഡ്മിറ്റ് ചെയ്യണതിന് മുമ്പ് 2,000 ഉണ്ട്, പക്ഷെ എന്താണ് പുള്ളി 3,000 ആയിട്ട് റിവൈസ് ചെയ്ത് എന്ന് മുതൽ 1 October 2020 മുതൽ. ഓക്കെ, പിന്നെ എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% ഉണ്ട്. പിന്നെ എന്താണ് ക്യാപിറ്റൽ എത്രയാണ്? ക്യാപിറ്റൽ ക്യൂവിന്റെ ക്യാപിറ്റൽ, അതായത് ക്യൂവിന്റെ എയുവിന്റെയും എന്താ പറയുക പുതിയ ആള് വന്നതിന് മുമ്പുള്ള ക്യാപിറ്റൽ എത്രയാണ്? 4 lakhും 3 lakhും. ഇതെന്ത് ചെയ്തു? അൺചേഞ്ച്ഡ് ആയിരിക്കും. ലാസ്റ്റ് 4 ഇയേഴ്സിൽ അൺചേഞ്ച്, വേറെ വിഡ്രോയിങ്സോ അഡീഷൻസോ ഒന്നും ഉണ്ടായിട്ടില്ല. ഗുഡ് വിൽ വാല്യൂ ചെയ്യാൻ പറയുന്നത് എങ്ങനെയാണ്? 3 ഇയേഴ്സ് അഡ്ജസ്റ്റഡ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിലാണ് കാണേണ്ടത്, ഫാസ്റ്റ് 4 ഇയേഴ്സിലെ പ്രോഫിറ്റ് വെച്ചിട്ട്. സോ പ്രോഫിറ്റ് ഫിഗേഴ്സ് വന്നിട്ടുണ്ട് എത്രയാണ്? 2,10,000, 2,60,000, 2,10,000, 3,05,000. പക്ഷെ എന്താണ് ഈ പ്രോഫിറ്റിൽ എന്താണ് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്താൻ പറയുന്നുണ്ട്. അതായത് ഒന്നാമത്തെ എന്താണ് ഒരു 40,000 രൂപയുടെ മെഷീനറി പർച്ചേസ് ചെയ്തതാണ് 1 October 2020. ഇതെന്ത് ചെയ്തു? റവന്യൂ ആയിട്ട് ചാർജ് ചെയ്തു. അതായത് എന്താണ് ഇത് ആക്ച്വലി എന്താണ് ഫിക്സഡ് അസറ്റ് ആയിട്ട് തന്നെയാണ്, പക്ഷെ എന്താണ് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്തു. റവന്യൂ ഉദ്ദേശിക്കുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറിനെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ചാർജ് ചെയ്തു. ഇതിന്റെ ഡിപ്രിസിയേഷൻ എത്രയാണ്? 20,000 റിട്ടേൺ ഓൺ വാല്യൂവിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതുമാണ്. ഓക്കെ, സോ എന്താണ് ഈ എമൗണ്ട് എന്താണ് ഈ കോസ്റ്റ് നമ്മൾ എന്താണ് റെക്ടിഫൈ ചെയ്തിട്ട് ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പക്ഷെ അത് എന്ന് മുതലാണ് ചെയ്യേണ്ടത്? 20 അതായത് 2020 to 2021 ആ ഒരു ഫിനാൻഷ്യൽ ഇയർ മുതലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം വാങ്ങിച്ചത് എന്താണ് 1 October 2020 ആണ്. ഇത് ഈ ഫിനാൻഷ്യൽ ഇയറിൽ വന്നതാണ്. പിന്നെ എന്താണ് 31 Marchലെ സ്റ്റോക്ക് എന്ത് ചെയ്തു? 20,000 കൂടുതൽ വാല്യൂ ചെയ്തു. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതൽ വാല്യൂ ചെയ്യുക എന്ന ഉദ്ദേശം എന്താണ്? അവിടെ പ്രോഫിറ്റ് എന്താണ് കൂട്ടി കാണിച്ചു എന്നാണ്. അപ്പൊ പ്രോഫിറ്റ് കുറയ്ക്കേണ്ടി വരും 20,000 വെച്ചിട്ട്. പിന്നെ എന്താണ് ഫയർ വഴി എന്താണ് കുറച്ച് ലോസ് ഉണ്ടായിട്ടുണ്ട് 10,000 വെച്ചിട്ട്. ഓക്കെ, 2018-19 പക്ഷെ എന്താണ് അത് ആ സമയത്ത് ട്രേഡിംഗ് അക്കൗണ്ടിൽ
നമ്മൾ കൺസിഡർ ചെയ്തില്ല. പക്ഷെ എന്ത് ചെയ്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് കറക്റ്റ്ലി ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൽ നിന്നാണ് ഒരു ബാഡ് ഡെപ്റ്റ് 5080 ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് അത് എക്സ്പെൻസിൽ വരേണ്ടതാണ്, അപ്പോൾ പ്രോഫിറ്റ് കുറയേണ്ടതാണ്. ഏജ് എന്ത് ചെയ്യും, ഏജ് എന്നാണ് ഗുഡ് വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്, പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, സോ എന്താണ് നമ്മുടെ അടുത്ത് എന്താണ് ഗുഡ് വില്ല് കമ്പ്യൂട്ട് ചെയ്യണം, അതുപോലെ തന്നെ ജേർണൽ എൻട്രിയും പാസ് ചെയ്യണം. സോ ആദ്യം എന്താണ് നമ്മുടെ പ്രോഫിറ്റ് ഒന്ന് റെഡി ആക്കണം. എന്നിട്ട് അപ്പോൾ എന്താണ് നമ്മുടെ ഇപ്പോൾ ഉള്ള പ്രോഫിറ്റ് എത്രയാണ്, 2,10,000. ഇതാണ് എന്താണ് നമുക്ക് തന്നേക്കുന്ന പ്രോഫിറ്റ്. ഇതിലെന്താ പറയുന്നത്, ക്യൂവിൻ്റെ സാലറിയുടെ കാര്യം പറയുന്നുണ്ടല്ലേ. സോ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, കാരണം പാർട്ട്നേഴ്സിന്റെ സാലറിയാണ്, അത് ഓൾറെഡി അഡ്ജസ്റ്റ്. അപ്പം എന്താണ് 1 October 2020 വരെ എത്രയാണ്, 2,000 വെച്ചിട്ടും 1 October 2020 കഴിഞ്ഞിട്ട് 3,000 വെച്ചിട്ട്. സോ എന്താണ് ആദ്യത്തിൽ 24,000, 2,000 × 12 24,000. സെക്കൻഡ് ഇയറിലും 2,000 × 12 24,000. തേർഡ് ഇയറിൽ എങ്ങനെയാണ്, ഒക്ടോബർ വരെ 2,000 വെച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് എന്താണ് 3,000 വെച്ചിട്ട് ബാക്കി 6 മാസം. ഓക്കെ, സോ 2,000 × 6 12,000. പിന്നെന്താണ് 2,000, പിന്നെ 3,000 × 6 18,000. ഓക്കെ, 30,000. അതായത് ഇത് വേറെ ഒന്നുമല്ല, 2,000 × 6 ഒക്ടോബർ വരെ 6 months പ്ലസ് 3,000 × 6 30,000. പിന്നെ ഇതെന്താണ്, ഇത് 36,000 എങ്ങനെയാണ്, 3,000 × 6 ആയിരിക്കും, 12 ആണ്, 36,000. ഓക്കെ, അതാണ് വന്നേക്കുന്നത് സാലറി. ഇനി എന്താണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിനുള്ള ഇൻട്രസ്റ്റ്, അത് എത്രയാണ് പറയുന്നത്, 8% വെച്ചിട്ടല്ലേ. സോ എന്താണ് 56,000 വരെ. അതെങ്ങനെയാണ്, ഈ ക്യാപിറ്റൽ എത്രയാണ്, 7 lakh വരുന്നുണ്ട്. ഓക്കെ, 4 lakh പ്ലസ് 3 lakh. ഓക്കെ, അതിൻ്റെ 8% 56,000. അതാണ് എന്താ പറയുക ഇൻട്രസ്റ്റ്, പാർട്ട്ണറിന്റെ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ്. പിന്നെ എന്താണ് ഒരു മെഷീൻ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്, അതെന്താണ്, അത് ആക്ച്വലി നമ്മൾ എക്സ്പെൻസ് ഓഫ് ചെയ്തു. പക്ഷെ എക്സ്പെൻസ് ഓഫ് ചെയ്യേണ്ടത് തന്നെയല്ല, അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം, കാരണം എന്താണ് അത്രയും പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇത് കറക്റ്റ് ആകാൻ വേണ്ടി ഈ 40,000 നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. പക്ഷെ എന്താണ് ഇത് അസെറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അപ്പോൾ എന്താണ് പുള്ളിക്ക് ഡിപ്രിസിയേഷൻ ഉണ്ട്, ആ ഡിപ്രിസിയേഷൻ നമ്മളിവിടെ കുറയ്ക്കണം. അപ്പോൾ 40,000 കോസ്റ്റ് ആഡ് ബാക്ക് ചെയ്തിട്ട് 4,000 ഡിപ്രിസിയേഷൻ നമ്മൾ കുറച്ചു. ഇനി പറയുന്നതാണ് ഒരു കൊല്ലം എന്താണ് 2019-20 എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂ ചെയ്തു. ഓവർ വാല്യൂ ചെയ്യുമ്പോൾ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് കൂട്ടുമ്പോൾ എന്താണ് പ്രോഫിറ്റ് കൂടും. സോ പ്രോഫിറ്റ് നമ്മൾ കുറയ്ക്കണം. സോ 20,000 ലെസ് ചെയ്യണം. പക്ഷെ എന്താണ് ഇതിന് വേറൊരു എഫക്റ്റും കൂടി ഉണ്ട്, കാരണം കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പിറ്റേത് പോലത്തെ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 2021 ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നാണ് കൂടി കിടക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുമ്പോൾ എന്താണ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടും, പക്ഷെ എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുമ്പോൾ പ്രോഫിറ്റ് കുറയും. ഓക്കെ, സോ എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള എന്താ പറയുക ആഡ് ബാക്ക് ചെയ്യണം. അത്രയും പ്രോഫിറ്റ് 2021 കുറഞ്ഞു കിടക്കുകയാണ്. സോ അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. പിന്നെ എന്താണ് ഫയർ വഴിയുള്ള ലോസ്. ഓക്കെ, അതെന്താണ് അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം, കാരണം എന്താണ് അതെന്താണ് ആ ലോസ് നമ്മൾ എന്താ പറയുക നമ്മുടെ ഇതിൽ റെക്കഗ്നൈസ് ചെയ്യേണ്ടല്ല. സോ നമ്മളത് ആഡ് ബാക്ക് ചെയ്തു. പിന്നെന്താണ് ഒരു ബാഡ് ഡെപ്റ്റ് ഉണ്ടല്ലേ, അത് നമ്മൾ എന്താ പറയുക റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് നമ്മൾ ഈ കൊല്ലം 21-22 അത് റൈറ്റ് ഓഫ് ചെയ്തു. സോ ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ആണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് എന്ത് പ്രോഫിറ്റിലാണ് ഗുഡ് വില്ലാണ് പറയുന്നത്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിലാണ്. അപ്പോൾ എന്താണ് 1, 2, 3, 4 അതായത് ഇയറിന്റെ ബേസിൽ നമ്മൾ എന്താണ് വെയ്റ്റ്സ് അലോക്കേറ്റ് ചെയ്തു. ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എന്താണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. ഓക്കെ, പ്രോഫിറ്റ് ഇവിടെ അറൈവ് ചെയ്തു. ഓക്കെ, ഇതിന്റെ എന്താണ് ഇതിന്റെ ടോട്ടൽ എടുക്കുക ഡിവൈഡ് ബൈ ടോട്ടൽ വെയ്റ്റ്സ്. ഓക്കെ, അപ്പോൾ 18 lakh ഡിവൈഡ് ബൈ 10. അപ്പോൾ 1,80,000 ആണ് എന്താ പറയുക ആവറേജ് പ്രോഫിറ്റ് വരുന്നത്. അതെന്താണ് 3 yearsലെ പർച്ചേസ് വെച്ചിട്ട് 1,80,000 × 3 years പർച്ചേസ് 5,40,000 ആണ് എന്താ പറയുക ഗുഡ് വിൽ ആയിട്ട് വരുന്നത്. ഇതിലെന്താണ് AGയുടെ ഷെയർ എത്തിയാണ് 1/4. അപ്പോൾ എന്താണ് 5,40,000 ഡിവൈഡ് ബൈ 4 1,35,000 ആണ് എന്താ പറയുക AGയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, ഇനി ഇതെന്താണ് പുള്ളി പറയുന്നത്, ഇത് പുള്ളി എന്താണ് ബാങ്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് നമ്മൾ എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ കാണണം. ഓക്കെ, അതായത് പണ്ട് 5:3 ആയിരുന്നു, പക്ഷെ എന്താണ് ഇപ്പം അതിൻ്റെ റേഷ്യോ 2:1:1 ആണ് അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. സോ സാക്രിഫൈസിങ് റേഷ്യോ അതായത് ക്യൂവിന് എത്രയായിരുന്നു
2/4 അല്ല, ഓൾഡ് ഷെയർ 5/8 ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഷെയർ എത്രയാണ്? 2/4. അപ്പോൾ എത്രയാണ്? 1/8 എന്ന് പറയുക സാക്രിഫൈസ് ആയിട്ടുണ്ട്. ഇതിന് AUന് എന്തായിരുന്നു? സോറി, ഓൾഡ് ഷെയർ 3/8 ആയിരുന്നു. ഇപ്പം എത്രയാണ്? 1/4. അപ്പോൾ എന്താണ് അവിടെ സാക്രിഫൈസ് 1/8 വന്നിട്ടുണ്ട്. ഓക്കെ, സോ എന്താണ് ഈ ഒരു സാക്രിഫൈസിങ് റേഷ്യോ? ഇതാണ് എന്ത് പറയുക? പ്രോഫിറ്റ് സാക്രിഫൈസിങ് റേഷ്യോ. ഓക്കെ, ഈ ഒരു ഷെയറിൽ എന്താണ് നമ്മൾ എന്താ പറയുക? ഈ 1,35,000 നമ്മൾ എന്ത് ചെയ്യുക? അലോക്കേറ്റ് ചെയ്യുക. കാരണം ഈക്വൽ ടു 1:1 ആണ്. അപ്പം എന്താണ് ഈക്വലി നമ്മൾ എന്താ പറയുക? ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് Qയുടെ എയുടെയും ക്യാപിറ്റലിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത്തിരി എന്താ പറയുക ഭയങ്കര ടഫാന്ന് തോന്നും. പക്ഷെ എന്താണ് ഇങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മാക്സിമം ഇങ്ങനത്തെ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. സോ അങ്ങനെ എന്താണ് നമ്മുടെ ഈ ഓക്കെ, നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് 10th ചാപ്റ്ററിന്റെ സെക്കൻഡ് യൂണിറ്റ് എൻ്റെ കൺസെപ്റ്റ് ഇല്ലസ്ട്രേഷൻസും ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലുള്ള ടെസ്റ്റ് ഓർ നോളജ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സോ ഞാൻ നമുക്ക് നമ്മുടെ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ട്രൂ ഓർ ഫോൾസ് പറഞ്ഞാൽ ഗുഡ് വിൽ ഇസ് എ ഇൻടാഞ്ചിബിൾ അസറ്റ്, ദെർഫോർ ഇറ്റ് കനോട്ട് ബി വാല്യൂഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി ഫോൾസ് ആണ്. കാരണം എന്താണ്? ഗുഡ് വിൽ വാല്യൂ ചെയ്യാൻ പറ്റും. അതിനുള്ള മെത്തേഡ്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടതാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഫോൾസ് ആണ്. സെക്കൻഡ്, ഗുഡ് വിൽ ഈസ് വാല്യൂഡ് വെർ ദർ ഇസ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദി പാർട്ട്നേഴ്സ്. ട്രൂ ആണ്. കാരണം ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ ഗുഡ് വില്ല് വാല്യൂ ചെയ്യണം. സോ അത് ട്രൂ ആണ്. ഇനി എന്താണ്? ഗുഡ് വിൽ ഈസ് വാല്യൂഡ് ഈസ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് ഫേം ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് എക്സ്പെക്റ്റഡ് ഇൻ ഫ്യൂച്ചർ ഓവർ ആൻഡ് അബോവ് ദ നോർമൽ റേറ്റ് ഓഫ് പ്രോഫിറ്റ്. അതും ട്രൂ ആണ്. ഓക്കെ, അതായത് അതൊരു ബ്രാൻഡ് ഫേമിന്റെ ബ്രാൻഡ് ഇമേജ് ആണ്. ഫ്യൂച്ചർ പ്രോഫിറ്റിന്റെ ബേസിസ് ഒക്കെ ചെയ്തിട്ടാണ് ഗുഡ് വില്ല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നാലാമത്തെ, അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓർ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ ഗുഡ് വിൽ ക്യാൻ ബി റേസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് ഷോൺ ആസ് ആൻ അസറ്റ്. ഇത് ഫോൾസ് ആണ്. കാരണം എന്താണ്? നമുക്ക് അഡ്മിഷന്റെ റിട്ടയർമെന്റ് സമയത്ത് എന്താ പറയുക, നമുക്ക് ഗുഡ് വില്ല് വരുന്നത് ഗുഡ് വിൽ ആയിട്ട് നമുക്ക് എന്താണ് അസറ്റ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. പക്ഷെ എന്താണ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഫോൾസ് ആണ്. അഞ്ചാമത്തെ, ഓൺലി സിമ്പിൾ ആവറേജ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. ഫോൾസ്. നമുക്ക് പല മെത്തേഡ്സും ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ഗുഡ് വില്ലിന്റെ വാല്യുവേഷന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ഇനി ആറാമത്തെ, സൂപ്പർ പ്രോഫിറ്റ് മീൻസ് എക്സസ് ഓഫ് ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് ഓവർ നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, സൂപ്പർ പ്രോഫിറ്റ് അത് ട്രൂ ആണ്. ഓക്കെ, കാരണം സൂപ്പർ പ്രോഫിറ്റ് പറഞ്ഞാൽ എക്സസ് ഓഫ് പ്രോഫിറ്റ്, അതായത് ആ ഇക്വേഷൻ തന്നെ അതാണ്. നോർമൽ ആക്ച്വൽ പ്രോഫിറ്റിനേക്കാളും അല്ല, ആക്ച്വൽ പ്രോഫിറ്റ് നോർമൽ പ്രോഫിറ്റിനേക്കാളും എന്തായാലും കൂടുതൽ ആവറേജ് പ്രോഫിറ്റ് ഉണ്ടോ അതാണ് എന്ത് പറയുക സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നോർമൽ പ്രോഫിറ്റ് മീൻസ് പ്രോഫിറ്റ് ഏൺഡ് ബൈ സിമിലർ കമ്പനീസ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി. അതും ട്രൂ ആണ്. കാരണം റേറ്റ് ഓഫ് റിട്ടേൺ വെച്ചിട്ടാണ് എന്ത് പറയുക ആവറേജ് ഇൻഡസ്ട്രി, ആ ഒരു ഫുൾ ഇൻഡസ്ട്രിയുടെ ഏകദേശമുള്ള ഒരു പ്രോഫിറ്റ് ആണ് നമ്മൾ നോർമൽ പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നോർമൽ പ്രോഫിറ്റ് ഡിപ്പെൻഡ് അപ്പോൺ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് പാസ്റ്റ് പ്രോഫിറ്റ്. ഫോൾസ് ആണ്. കാരണം എന്താണ്? പാസ്റ്റ് പ്രോഫിറ്റിന്റെ ബേസിലൊന്നല്ല, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ പിന്നെ എന്താണ് അതിന്റെ ബേസിൽ മാത്രമാണല്ലോ, അത് പാസ്റ്റ് പ്രോഫിറ്റിന് അതിന് വേറെ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. 9, അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓർ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ സിൻസ് ഗുഡ് വിൽ കനോട്ട് ബി റേസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഈസ് റെക്കോർഡ് ത്രൂ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ദി പാർട്ണർ. ട്രൂ ആണ്. കാരണം എന്താണ്? ഗുഡ് വില് അഡ്മിഷന്റെ സമയത്തൊക്കെ എന്താണ് നമ്മൾ ബുക്സിൽ എന്താ പറയുക പാർട്ണേഴ്സിന്റെ അക്കൗണ്ട് വഴിയാണ് നമ്മൾ കാണിക്കുന്നത്. അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് പാർട്ണർ ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ബൈ ന്യൂ പാർട്ണേഴ്സ് ഈസ് ഷെയർഡ് ഈക്വലി ബൈ ഓൾ പാർട്ണേഴ്സ്. അങ്ങനെയല്ല, എന്താ പറയുക പ്രോഫിറ്റ് സാക്രിഫൈസിങ് റേഷ്യോയിലാണ് അവർ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഫോൾസ് ആണ്. ഗുഡ് വിൽ ബ്രോട്ട് ഷെയർഡ് സാക്രിഫൈസിങ് റേഷ്യോയിലാണ് അത് ഷെയർ ചെയ്യുന്നത്. ഞാൻ അടുത്ത് നോക്കാം. ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ബൈ ഇൻകമിംഗ് പാർട്ണേഴ്സ് ഇൻ ക്യാഷ് ഫോർ ജോയിനിങ് ഇൻ എ പാർട്ണർഷിപ്പ് ഫേം ഈസ് ടേക്കൺ അവേ ബൈ ഓൾ പാർട്ണേഴ്സ് ഇൻ ദർ സാക്രിഫൈസിങ് റേഷ്യോ. ഗുഡ് വില്ല് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? സാക്രിഫൈസിങ് റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നത്. സി ആണ്. രണ്ടാമത്തത്, എ ആൻഡ് ബി ആർ പാർട്ണേഴ്സ് ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 5:3. ഓൺ അഡ്മിഷൻ സി ബ്രിങ്സ് 70,000 എന്നാണ് ക്യാഷ് ആയിട്ടും ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്ന 48,000 ഗുഡ് വില്ലായിട്ട്. ഇതിൽ നോ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 7:5:4 ആണ്. അപ്പോൾ ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. സോ എന്നാൽ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുനോക്കാം. സോ എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ്. അപ്പോൾ എയുടെ കേസിൽ എന്താണ് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 7/എത്രയാണ് 16 ആണ്. ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 5/8 ആണ്. ഓക്കെ, സോ ഇതെങ്ങനെ വരും? 7 -
അല്ല സോറി, ഓക്കെ നേരെ തിരിച്ചായിരുന്നു. സോ എന്താണ് 10 മൈനസ് 7/8 16 വരും. ഓക്കെ, സോ ഏകദേശം 3/16 വരും. ബിയുടെ നോക്കാം. ബിയുടെ എങ്ങനെയാണ് ന്യൂ റേഷ്യോ വരുന്നത് എത്രയാണ്? 5/16 ആണ്. -16 മൈനസ് എത്രയാണ്? 3/8. സോ ഇതെങ്ങനെ വരും? 6 മൈനസ് 5/16. സോ എന്താണ് 1/16 വരും. സോ ഇതിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് 3.3:1 ആണ്. എ ആണ് ആൻസർ. സോ രണ്ടാമത്തത് എ ആണ് ആൻസർ. മൂന്നാമത്തെ നോക്കാം. ഫോളോയിങ് ആർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വിൽ എക്സെപ്റ്റ്. അതായത് നേച്ചർ ഓഫ് ബിസിനസ് ഓഫ് കോഴ്സ് ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യും. എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് ഗുഡ് വില്ലിനെ, പക്ഷെ എന്താണ് ലൊക്കേഷൻ ഓഫ് കസ്റ്റമേഴ്സ് അതെന്താണ്, അത് ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യില്ല. ലൊക്കേഷൻ ഓഫ് ബിസിനസ് ചിലപ്പോൾ അഫക്റ്റ് ചെയ്യും, പക്ഷെ ലൊക്കേഷൻ ഓഫ് കസ്റ്റമേഴ്സ് ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ സി ആണ് ആൻസർ. ഒന്നാമത് സി ആണ്. ഇനി വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഗുഡ് വിൽ ഷുഡ് ബി ഫോളോഡ് വെൻ. എപ്പോഴൊക്കെയാണ് എന്താ വെയ്റ്റഡ് ആവറേജ്? പ്രോഫിറ്റ് ഹാസ് ഇൻക്രീസ് ഇൻ ട്രെൻഡ്. ഓക്കെ, ഇൻക്രീസ് ഇൻ ട്രെൻഡ് ആണെങ്കിൽ നമുക്ക് എന്താണ് വെയ്റ്റഡ് ആവറേജ് ചെയ്യാം. ഡിക്രീസ് ഇൻ ട്രെൻഡ് ആണെങ്കിലും വെയ്റ്റഡ് ആവറേജ് ചെയ്യാം. അപ്പോൾ സി ആണ്. ഏത് എ ഓർ ബി. ഒരു ട്രെൻഡ് ഉണ്ടായാൽ മതി. ട്രെൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, അടുത്തത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്കെ, ഇതിൻ്റെ ആൻസർ സി ആണ്. ഇനി ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി പ്രൊവിഷൻ ഇൻ പാർട്ണർഷിപ്പ് ഫേം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആർ ഷെയർഡ് ഈക്വലി. അതെന്താണ്? പാർട്ണർഷിപ്പ് അഗ്രിമെന്റിലൊന്നും പറയുന്നില്ലെങ്കിൽ എന്താണ്, നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുന്നത് ഈക്വലി ആണ്. അഞ്ചാമത്തത് ബി ആണ്. ആറാമത്തെ നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ 4 years ഇതൊക്കെയാണ് തന്നേക്കുന്നത്. എന്താണ്? ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് 2 lakh ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 12% ആണ്. റെമ്യൂണറേഷൻ 1000 ആണ്. അതെന്താണ് പ്രോഫിറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് 2 years പർച്ചേസേഴ്സിൽ സൂപ്പർ പ്രോഫിറ്റ് ബേസിൽ എന്താണ് നമ്മുടെ അടുത്ത് ഗുഡ് വില്ല് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം. സോ എന്താണ് ഇവിടെ തന്നേക്കുന്നത് എത്രയാണ്? ആദ്യത്തെ 2 കൊല്ലങ്ങൾ ലോസ്, പിന്നെന്താണ്, പിന്നെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്? 98,000 പ്ലസ് 76,000 ആണ് എന്ത് പറയുക പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ അത് എത്രയാണ് വരുന്നത്? ഓക്കെ, 98 പ്ലസ് 76 1,74,000 ആണ് എന്താ പറയുക പ്രോഫിറ്റ് വരുന്നത്. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ലോസ് ലെസ് ചെയ്യണം. ഓക്കെ, ലോസ് എത്രയാണ് വരുന്നത്? 10,000 2,500. അപ്പോൾ 12,500 ആണ് ഇതിൻ്റെ ലോസ് വരുന്നത്. സോ ഇത് കുറയ്ക്കുമ്പോൾ എത്രയാണ്? 1,74,000 മൈനസ് 12,500 161,500 ആണ് എന്ത് പറയുക 4 കൊല്ലത്തെ പ്രോഫിറ്റ്. ഇത് ഡിവൈഡ് ബൈ 4. ഇതിൻ്റെ ആവറേജ് എടുക്കുക. ഡിവൈഡ് ബൈ 4 4375 ആണ് എന്ത് പറയുക ആവറേജ് പ്രോഫിറ്റ്. ഓക്കെ, 4 കൊല്ലത്തെ ആവറേജ് പ്രോഫിറ്റ് 4375. ഇതിൽ നിന്ന് എന്തൊക്കെ കുറയണം? ഒന്ന് ഇൻട്രസ്റ്റ്. ഇതിന് എന്ത് ചെയ്യണം? ലെസ്. എന്തൊക്കെ ലെസ് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 2 lakhന്റെ 12% 24,000 ഇതിൽ നിന്ന് പറയണം. ഓക്കെ, പിന്നെന്താണ്? പാർട്ണറിൻ്റെ സാലറി അതെത്രയാണ് വരുന്നത്? 1,000 പെർ മന്ത്. അപ്പോൾ എത്രയാണ്? 12,000. സോ എത്രയാണ് വരുന്നത്? 40,375 മൈനസ് 24,000 മൈനസ് 12,000 4,375 ആണ് എന്ത് പറയുക ആവറേജ്. അല്ല സോറി, ഓക്കെ, ഓക്കെ നമ്മുടെ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4,375 ആണ്. ഓക്കെ, ഇനി എന്താണ്? സോറി, ഇത് ആക്ച്വലി ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പാർട്ണറിന്റെ ഇൻട്രസ്റ്റ് അല്ല, പകരം എന്ത് ഇൻട്രസ്റ്റ് ആണ്? ഓക്കെ, ഇത് നമുക്ക് ഓക്കെ, ഇത് ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ണേഴ്സിന്റെ ഇൻട്രസ്റ്റ് അല്ല, പകരം എന്താണ്? ഓക്കെ, ഇത് ഇവിടെ വരണ്ടേ അല്ല കേട്ടോ, സോറി. അതായത് ഇതാണ് എന്ത് പറയുക ഓക്കെ, ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 4375 മൈനസ് 12,000. സോ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 28,375 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് എന്താണ്? ഇതാണ് ആവറേജ് പ്രോഫിറ്റ്. ഇനി നോർമൽ പ്രോഫിറ്റ്, സൂപ്പർ പ്രോഫിറ്റിനെ തരാണല്ലോ. ഇനി നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? അതാണ് ഈ 2 lakh × 12%.
ഓക്കെ, റേറ്റ് ഓഫ് റിട്ടേൺ, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഈ തന്നേക്കുന്നത്. ഓക്കെ, സോ 2 lakh into 12% 24,000. എങ്ങനെയാണെങ്കിലും സെയിം വരും. ഓക്കെ, സോ എന്താണ് സൂപ്പർ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത് എത്രയാണ്? സൂപ്പർ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത് 4,375. ഓക്കെ, ഇത് ഇൻറ്റു ഗുഡ് വിൽ എന്ന് പറയുന്നത് എത്രയാണ്? ഇത് ഇൻറ്റു എത്ര കൊല്ലത്തെയാണ്? 2 yearsന്റെ പർച്ചേസ് ആണ്. ഓക്കെ, ഇത് ഇൻറ്റു 2 ആണ് എന്ത് പറയുക, ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ 4375 ഇൻറ്റു 2 8750. സോ ഇതിൻ്റെ ആൻസർ ബി ആണ്, 8750. ഓക്കെ, കറക്റ്റ് ബി ആണ്. ഇങ്ങനെയാണ് വരുന്നത്. എഴുതിപ്പോയപ്പോൾ ചെരിഞ്ഞു വരുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് A and B and C are partners sharing profit 3:2:1. They decide to change their profit ratio 2:2:1. To give effect to this new profit sharing, they decide to value the goodwill 30,000 വെച്ചിട്ട് ഗുഡ് വാല്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചു. നമ്മുടെ അടുത്ത് എന്താണ്, ജേർണൽ എൻട്രി പാസ് ചെയ്യാനാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഗുഡ് എന്താ പറയുക, ബാലൻസ് ഷീറ്റിൽ ഗുഡ് ആയിട്ട് അപ്പയർ ചെയ്യുന്നില്ല. അപ്പം എന്താണ്, സോ നമ്മൾ എന്താണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതിലെന്താണ് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കാണണം. ഓക്കെ, സോ എയുടെ എങ്ങനെയായിരുന്നു, ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3/6 ആണ്. ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 2/5 ആണ്. ഓക്കെ, സോ എങ്ങനെ വരും, 30/10/12 മൈനസ് 2/13 1/15 വരും. ബിയുടെ നോക്കാം. ബിക്ക് ഇവിടെ 2/6, ഓൾഡ് റേഷ്യോ 2/6 ആയിരുന്നു, ഇവിടെ 2/5 ആയി. ഓക്കെ, സോ ഇതെങ്ങനെ വരും, ഇതിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ 12. ഓക്കെ, മിസ്റ്റേക്ക് 3 into 15 അല്ലേ, 15 മൈനസ് 12 എന്ന് പറയുമ്പോൾ ഓക്കെ ഇത് 3/13 ആണ്. 3/30. ഓക്കെ, ഇത് 3/30 വന്നു. ഓക്കെ, ഇനി സിയുടെ കേസിൽ എന്താണ്, 1/6 ഉണ്ടായിരുന്നത് 1/5 ആയി. ഓക്കെ, സോ ഇതെങ്ങനെയാണ് നോക്കാം, 5 - 6 1/30. ഓക്കെ, സോ എന്താണ് ഇവിടെ എക്ക് ഗെയിനും എന്താ പറയുക, ബാക്കിയുള്ള ബിക്കും സിക്കും ലോസ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, സോ എന്താണ്, അല്ല സോറി അങ്ങനെയല്ല, എക്ക് ലോസും അതുപോലെ തന്നെ ബിക്കും സിക്കും ഗെയിൻ ആണ് വന്നേക്കുന്നത്. ഓക്കെ, ഇവിടെ 1/3 ഉണ്ടായിരുന്നുള്ളൂ, ഇത് ഈക്വൽ ഉണ്ട്. അപ്പൊ എന്താണ്, സോറി ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ്, ബിയും സിയും കൂടി എയുടെ ബാലൻസ് എന്താ പറയുക സെറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ, ഇത് ആക്ച്വലി ഇങ്ങനെ ചെയ്ത് നോക്കണമെന്നില്ല, ഈ 3 ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എന്താണ്, നമുക്കൊന്ന് നോക്കാം. അതായത് 1/13 അല്ലേ, അപ്പോൾ ഏകദേശം 30,000 ബൈ 1/13,000 എന്താ പറയുക, സി 1000 കൊടുക്കണം, ബി 2000 കൊടുക്കണം. അതായത് 30,000 ഇൻറ്റു 2/30. ഓക്കെ, അത് എയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ഇനി അതല്ല എന്താ പറയുക, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, ബാക്കി 2 ഓപ്ഷനിൽ ഗുഡ് വിൽ ഉണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ട്, ഇവിടെയും ഗുഡ് വിൽ ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്, ഗുഡ് വിൽ എന്താണ്, ഓൾഡ് ബാലൻസ് ഷീറ്റിലും അതുപോലെ ന്യൂ ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യാൻ പാടുന്നത്. സോ ഇങ്ങനെ ഇടുമ്പോൾ ഗുഡ് വിൽ അപ്പിയർ ആവുമല്ലോ, അപ്പോൾ നമുക്കറിയാം എ ആണെന്നുള്ളത്. ഓക്കെ, ഇൻ കേസ് ഇങ്ങനെ ഓപ്ഷൻ ഇങ്ങനെ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിങ്ങനെ കമ്പ്യൂട്ട് ചെയ്തിട്ടാണ് കാണാൻ. ഓക്കെ, ഇനി നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് പറയുന്നത് എന്താണ്, വൈസ് ക്ലവർ ഡൾ ഇവരെന്താണ് പാർട്ണർഷിപ്പ് ഷെയറിംഗ് പ്രോഫിറ്റ് 4:3 എന്ന് പറഞ്ഞ ഇതിൽ പാർട്ണർഷിപ്പ് ഫേം നടത്തിക്കൊണ്ടുപോവുകയാണ്. എന്താണ്, ഡെത്ത് ഓഫ് ദ പാർട്ണറിൽ ഇവർ പറയുന്നത്, ഇവരുടെ പാർട്ണർഷിപ്പ് ഡേയുടെ പ്രകാരം എന്താണ്, ഡെത്ത് ഓഫ് ദ പാർട്ണർ ഗുഡ് വിൽ എന്നാണ് 3 years ആവറേജ് പ്രോഫിറ്റ്. അതെന്താണ് ആ ഒരു ബേസിൽ, പർച്ചേസ് ആവറേജ് പ്രോഫിറ്റിന്റെ ബേസിലാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, പക്ഷെ എന്താണ്, ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ എംപ്ലോയിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ കുറയ്ക്കണം. പിന്നെ എന്താണ്, റെമ്യൂണറേഷൻ, ഒരു ഫെയർ റെമ്യൂണറേഷൻ്റെ പാർട്ണർ നമ്മൾ ഈ പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണം. ഓക്കെ, 13th ജൂണിൽ എന്താണ്, വൈസ് മരിച്ചുപോയി.
പുള്ളിയുടെ അടുത്ത് നിന്നാണ് ഡെത്തിൽ എന്താ പറയുക ഗുഡ് വില്ല് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ എന്താണ് ഈ പർപ്പസിന് വേണ്ടി വാല്യുവേഷൻ ഓഫ് ഗുഡ് വില്ല് എത്രയാണ് വന്നേക്കുന്നത്? 15,000 പെർ ആനമാണ്. അല്ല, ഗുഡ് വില്ലിന്റെ വാല്യുവേഷന് വേണ്ടി റെമ്യൂണറേഷൻ കമ്പ്യൂട്ട് ചെയ്തേക്കുന്നത് 15 പെർ ആനം ആണ് ഓരോ പാർട്ണർക്കും. പിന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡ് 1,56,000 ആണ്. അതിന്റെ 8% ആണ് നമ്മൾ എന്താ പറയുക ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് കാണേണ്ടത്. പിന്നെ എന്താണ് ക്ലവറും ഡള്ളും എന്താ ചെയ്തു? പാർട്ണർഷിപ്പ് ഫേം കണ്ടിന്യൂ ചെയ്തു പോയി. പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഈക്വലി ആണ് അവർ ചെയ്തത്. അപ്പൊ എന്താണ് താഴെ പറയുന്നതാണ് എന്താ പറയുക 4 കൊല്ലത്തെ പ്രോഫിറ്റ് പറയുന്നത്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗുഡ് വില്ലിന്റെ വാല്യുവേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ എന്താണ് ബുക്സിൽ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്. ഇവിടെ നോക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കേസുള്ളൂ. അതായത് പുള്ളിയുടെ ഡെത്ത് വന്നേക്കുന്നത് 13th ജൂണിലാണ്. അതായത് എന്താണ് ഡിസംബർ ആണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഇടയിൽ വെച്ചിട്ടാണ് എന്താ പറയുക പുള്ളിയുടെ ഡെത്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ അടുത്ത് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫാക്ടർ കൺസിഡർ ചെയ്യണം. സോ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യനിലെ ഇതിന്റെ ആൻസറിലേക്ക് കിടക്കാം. സോ കമ്പ്യൂട്ടേഷൻ, ഓക്കെ, ഗുഡ് വില്ലിന്റെ കമ്പ്യൂട്ടേഷൻ ആണ് പറയുന്നത്. സോ ഓക്കെ, ഗുഡ് വില്ലിന്റെ കമ്പ്യൂട്ടേഷനിൽ പറയുന്നത് എന്താണ് 3 years പ്രീവിയസ് 3 yearsലെ പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇവിടെ ജൂണിലാണ് പുള്ളിയുടെ ഡെത്ത് നടന്നെങ്കിൽ ജൂൺ അതായത് ഫസ്റ്റ് ജാനുവരി ടു 13th ജൂൺ എന്ന് പറയുന്നത് 6 months ആണ്. അപ്പൊ ഹാഫ് ഇയർ 2022 ഹാഫ് ഇയർ എടുക്കാം. അങ്ങനെ വേണം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ. സോ ആവറേജ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് 2019 ഹാഫ്, അതായത് 13th ജൂൺ 2019 മുതലാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഹാഫ് ഓഫ് 2019 പ്രോഫിറ്റിന്റെ ഹാഫ്. പിന്നെ എന്താണ് 2020 പ്രോഫിറ്റിന്റെ ഹാഫ്. ഓക്കെ, പിന്നെന്താണ് അടുത്ത അത് ഇതെന്ന് പറയുന്നത് ആദ്യത്തെ കൊല്ലം കഴിഞ്ഞു. അതായത് 13th ഓക്കെ ഫസ്റ്റ് ജൂലൈ 2019 മുതൽ 13th ജൂൺ 2020 വരെയുള്ള എൻ്റെ പ്രോഫിറ്റ്. ഇനി എന്താണ് ഇത് ഇയർ, അതായത് 13th ജൂൺ 2021 എൻഡ് ചെയ്യുന്ന ഇയറിന്റെ അതിലെന്താണ് 2020 ഹാഫും 2021 ഹാഫിന്റെ പ്രോഫിറ്റും. അതുപോലെ എന്താണ് അടുത്ത മൂന്നാമത്തെ കൊല്ലത്തിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 21 പ്രോഫിറ്റിന്റെ പകുതിയും 22 പ്രോഫിറ്റിന്റെ പകുതിയും. ഓക്കെ, സോ അങ്ങനെയാണ് എന്താ പറയുക 3 years പ്രോഫിറ്റ് നമ്മൾ കാണേണ്ടത്. ഇതിന്റെ എന്താണ് ആവറേജ്. അപ്പൊ ഇത് ഡിവൈഡ് ബൈ 3 7,800. ഇത് ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യണമെങ്കിൽ നോക്കിയാൽ മതി. അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, സോ 78 ആണ് വന്നേക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് വരുത്തുന്ന പറഞ്ഞാൽ ഒന്ന് പാർട്ട്നേഴ്സ് റെമ്യൂണറേഷൻ. അത് എത്രയാണ് 15,000 പെർ മന്ത് 3 പാർട്ട്നേഴ്സിന്. അപ്പൊ 45,000 വന്നു. ഇനി എന്താണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ, ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണുമ്പോൾ എത്രയാണ് 8% എന്നാണ് 1,56,000 8% ആണ് പറയുന്നത്. സോ എത്രയാണ് വരുന്നത് 12,480 തന്നെയാണ് അതിന്റെ എമൗണ്ട് വരുന്നത്. സോ ടോട്ടൽ എന്താണ് ഇത്ര എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആവറേജ് പ്രോഫിറ്റ് നിന്ന് കുറയ്ക്കണം. അപ്പോൾ 70,800 എന്താണ് ഈ പ്രോഫിറ്റ് ഈ അഡ്ജസ്റ്റ്മെന്റ് വരുത്തി കഴിയുമ്പോൾ നമ്മുടെ എത്രയാണ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 13,320 ആണ്. ഓക്കെ, ഇതെന്താണ് 3 years പർച്ചേസിന്റെ ഗുഡ് വില്ല് കമ്പ്യൂട്ട് ചെയ്യാൻ 3 years പർച്ചേസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താണ് 39,960 ആണ് എന്ത് പറയുക 3 years പ്രോഫിറ്റ്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ഇവരുടെ എന്താ പറയുക സാക്രിഫൈസിങ് അല്ലെങ്കിൽ എന്താണ് ചേഞ്ചിങ് റേഷ്യോ നമ്മൾ കാണണം അല്ലെ. അതായത് ഗെയിനിങ് റേഷ്യോ ക്ലവർ ഇത് ഡെത്ത് ആണല്ലോ. അപ്പൊ എന്താണ് ക്ലവറിനും ഡെല്ലിനുള്ള ഗെയിനിങ് റേഷ്യോ ആണ് കാണുന്നത്. അത് ന്യൂ റേഷ്യോ ഈക്വലി ആണ്. അപ്പൊ ക്ലവറിനും ഡെല്ലിനും 1/2 വെച്ച് കിട്ടും. ഓൾഡ് റേഷ്യോ എത്രയാണ് 3/10 3/10 4/10. അപ്പൊ എത്രയാണ് 1/2 മൈനസ് 3/10 2/10 കിട്ടും. 1/2 മൈനസ് 3/10 2/10. അപ്പൊ എന്താണ് 2:2 അതായത് ഈക്വലി തന്നെയാണ് എന്ത് പറയുക ഇവരുടെ സാക്രിഫൈസിങ് റേഷ്യോ വരുന്നത്. ഓക്കെ, സോ വൈസിന്റെ ഈ ഗുഡ് വില്ലുള്ള ഷെയർ എന്ന് പറയുന്നത് 4/10 ആയിരിക്കും. പുള്ളിയുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ അതായിരുന്നല്ലോ. അപ്പൊ 39,390 into 4/10 15,984 ആണ് എന്ത് പറയുക വൈസിന്റെ ഗുഡ് വില്ലായിട്ട് കിട്ടേണ്ടത്. അതെന്താണ് ക്ലവറും ഡളിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എടുക്കണം. അത് ഈ എടുക്കേണ്ടത് എന്താണ് ഈ 50,000 ഈക്വലി ആയിരിക്കും. കാരണം ഗെയിനിങ് റേഷ്യോ ഈക്വൽ ആയതുകൊണ്ട് തന്നെ ക്ലവറിന്റെ ഡളിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ഈക്വലി നമ്മൾ എന്താ പറയുക 7,092 വെച്ചിട്ട് എന്താ പറയുക അങ്ങനെ രണ്ടുപേരുടെയും കൂടി കൂട്ടി 15,984 എന്താണ് വൈസ് എന്ന് പറയുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകും. ഓക്കെ.
സോ ഇങ്ങനെയാണ് എന്താണ് ജേർണൽ എൻട്രി പാസ് ചെയ്യേണ്ടത്. സോ എന്താണ് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മെയിൻലി നോക്കേണ്ടത് ഈ ഡെത്ത് ഓഫ് ദ പാർട്ണർ ജൂൺ ആണ്. അപ്പൊ അത് വെച്ചിട്ട് വേണം ആവറേജ് പ്രോഫിറ്റ് കാണാൻ. സോ അങ്ങനെ എന്താണ് നമ്മുടെ എന്താ പറയുക ചാപ്റ്റർ 10 സെക്കൻഡ് യൂണിറ്റ് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇതെന്താണ് ഇതൊരു നല്ലൊരു യൂണിറ്റ് ആണ് ഈ ഗുഡ് വില്ലിന്റെ കമ്പ്യൂട്ടേഷൻ. എന്താ പറയാ ഇനി എന്താണ് ഇത് ഇവിടെ എന്താ പറയാ എല്ലാ ലെവലിലും ഉള്ള ഒരു സംഭവമാണ്. അതായത് ഈ ഫൗണ്ടേഷനിൽ ഇന്റർമീഡിയറ്റിലൊക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നതാണ്. ഇതൊരു ഓവറോൾ ആയിട്ട് എന്താ പറയാ അക്കൗണ്ടിങ്ങിലെ ഫുൾ ലെങ്ത്തിൽ വരുന്നല്ല. പാർട്ണർഷിപ്പിന്റെ ഇത് വരുമ്പോൾ എന്തായാലും ഗുഡ് വില്ലിനെ പറ്റി നോർമൽ കേസിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ ഈ ഒരു യൂണിറ്റും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇപ്പൊ എക്സാമിന് എന്താ പറയാ ഇമ്പോർട്ടൻസ് കുറവാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് എന്തായാലും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. സോ നന്നായിട്ട് പഠിക്കുക. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.